ഇവിടെ പറഞ്ഞ പോലെ തന്നെ നിരവധിയായിട്ടുള്ള ആശങ്കകളുടെയും അവ്യക്തതകളുടെ ഒക്കെ നടുവിൽ നാളെ കഴിഞ്ഞാൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 4 വർഷ ബിരുദം നടപ്പാവുകയാണ്. ഇപ്പൊ പുതുതായി രൂപപ്പെടുത്തിയ ബിരുദ കോഴ്സുകളുടെ ഉള്ളടക്കത്തിലും അതിന്റെ ഘടനയിലും ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് ഭൗതിക സൗകര്യങ്ങളുടെ അപര്യാപ്തത മുതൽ ഭാഷാ വിഷയങ്ങളോടുള്ള വിവേചനം വരെ നിരവധിയായ പ്രശ്നങ്ങൾ നിലനിൽക്കുകയും അതേസമയം അതൊന്നും ചർച്ച ചെയ്യാതെയും പരിഹരിക്കാതെയും തിടുക്കത്തിലൊരു നടപ്പാക്കലിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അക്കാദമിക സമൂഹത്തിൽ നിന്ന് നിലവിൽ അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അതേസമയം തന്നെ പൊതുസമൂഹം ഈ വിഷയത്തെക്കുറിച്ച് എത്രത്തോളം അറിഞ്ഞിട്ടുണ്ട്, കാര്യമായ നിലയിൽ ഇതിനെക്കുറിച്ച് വിശദമായി സൂക്ഷ്മമായി എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം കേരള സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കാൻ പോകുന്ന 4 വർഷ ബിരുദം എന്ന് പറയുന്ന വിദ്യാഭ്യാസ പരിഷ്കരണം വന്ന വഴി അതിന്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിച്ച് പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതൊന്ന് ഹ്രസ്വമായി അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ വിഷയാവതരണത്തിലേക്ക് കടക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം BJP മുഖ്യ കക്ഷിയായിട്ടുള്ള NDA നയിച്ചിരുന്ന കഴിഞ്ഞ യൂണിയൻ സർക്കാരിന്റെ കാലത്താണ് NEP 2020 എന്ന് പറയുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 പാസ്സാവുന്നത്. അന്നത്തെ പാർലമെന്റിലെ അവസ്ഥ വെച്ചിട്ട് യാതൊരുവിധ ചർച്ചകളും കൂടാതെ പാസ്സാക്കി എടുത്തിട്ടുള്ള സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം കൂടിയാണ് NEP 2020 എന്ന് പറയുന്നത്. ഇത് നടപ്പാക്കാൻ പോകുന്നു എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചപ്പോൾ തന്നെ ഇതിനെതിരെ SFI ഉൾപ്പെടെയുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ദേശീയ തലത്തിൽ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ എന്താണ് NEP 2020-നെതിരെ നമ്മളെ സംസാരിപ്പിക്കുന്ന ഘടകം എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് NEP 2020 എതിർക്കപ്പെടേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഞാൻ മുൻപ് പറഞ്ഞു തന്നെയാണ്, പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ നടപ്പാക്കാൻ പോകുന്ന അല്ലെങ്കിൽ പുറത്തു വന്നിട്ടുള്ളൊരു നയമാണ് NEP 2020 എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുൻപ് ഉണ്ടായിരുന്ന 3 നയങ്ങളുടെയും വിച്ഛേദം കൂടിയാണ് ഈ നയം എന്ന് പറയാം. മുൻപുണ്ടായിരുന്ന 3 നയങ്ങളും പ്രധാനമായി പരിഗണിച്ചിരുന്ന പല വസ്തുതകളെയും മൂല്യങ്ങളെയും ഈ നയം പരിഗണിക്കുന്നതേ ഇല്ല എന്നുകൂടി മനസ്സിലാക്കണം. NEP 2020-ന്റെ തന്നെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 2004-ലാണെന്ന് തോന്നുന്നു, വാജ്പേയി സർക്കാരിന്റെ കാലത്ത് അദാനി ബിർള ഗ്രൂപ്പ് മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ റിപ്പോർട്ടിന്റെ അല്ലെങ്കിൽ പരിഷ്കരണത്തിന്റെ അന്ന് ഇടതു സംഘടനകൾ സമരം ചെയ്ത് പിൻവലിപ്പിച്ച ഒരു റിപ്പോർട്ടിന്റെ പരിഷ്കരിച്ച രൂപം കൂടിയാണ് NEP 2020 എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. തൊഴിലധിഷ്ഠിതം എന്നുള്ളതാണ് NEP 2020 അതിനെക്കുറിച്ച് തന്നെ അവകാശപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് മുന്നോട്ട് വെക്കുന്നത്. അതേസമയം തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന തൊഴിൽ സാഹചര്യങ്ങളെ കുറിച്ചോ തൊഴിലിനെ സ്വാധീനിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളെ കുറിച്ചോ NEP 2020 തികഞ്ഞ മൗനമാണ് പാലിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ NEP 2020 നമ്മൾ രാഷ്ട്രീയ അജണ്ടയായിട്ട് തന്നെ മനസ്സിലാക്കുകയും അതിനെ ആ നിലയ്ക്ക് തന്നെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ യൂണിയൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ നിരന്തരമായിട്ട് നടന്നു വരുന്ന ഏകതാവാദങ്ങളുടെ തുടർച്ചയായി തന്നെ ഇതിനെ നമുക്ക് മനസ്സിലാക്കാം. ഒരു രാഷ്ട്രം, ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥ, ഒരു കരിക്കുലം എന്ന ഏകീകൃത സമീപനത്തിൽ തന്നെയാണ് ഇത് ഊന്നുന്നത്. വിദ്യാഭ്യാസത്തിലെ ഫെഡറൽ മൂല്യങ്ങൾ അപ്പാടെ തകർത്തുകൊണ്ട് ഒരു അക്കാദമിക് സമഗ്രാധിപത്യം മുന്നോട്ട് വയ്ക്കാനാണ് ഈ നയത്തിലൂടെ യൂണിയൻ സർക്കാർ ശ്രമിക്കുന്നതെന്ന് നമുക്ക് ന്യായമായും സംശയിക്കാം. ഒപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇക്കാലം വരെയും പരിമിതമായിട്ടെങ്കിലും നിലനിന്നിരുന്ന സാമൂഹിക നീതിയുടെയും സമത്വാധിഷ്ഠിത സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസത്തിന്റെയും അടിസ്ഥാന ബോധ്യങ്ങളിൽ നിന്ന് പ്രത്യക്ഷത്തിൽ തന്നെ വ്യതിചലിക്കുന്നുണ്ട് ഈ പുതിയ വിദ്യാഭ്യാസ നയം എന്നുള്ളതാണ്. ഈ അടുത്ത് ഇപ്പൊ MPhil കോഴ്സ് നിർത്തലാക്കിയതും PhD പ്രവേശന നെറ്റ് പരീക്ഷയിലൂടെ ഏകീകരിച്ചത് ഉൾപ്പെടെയുള്ള UGCയുടെ നടപടികളെ നമ്മൾ NEP 2020 പശ്ചാത്തലത്തിൽ തന്നെ വിശാലമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. വിദ്യാഭ്യാസത്തിന്റെ മൗലിക ലക്ഷ്യങ്ങളിൽ ഒന്ന് വിമർശബോധമുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്തിയെടുക്കുകയാണെന്ന കാര്യം NEP 2020 ഒരിടത്തും പരാമർശിക്കുകയോ അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് സൗജന്യ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ജനാധിപത്യ ആശയത്തെ അവഗണിച്ചുകൊണ്ട് സ്വകാര്യ സ്വാശ്രയ സ്വയംഭരണ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അവിടെ എന്ത് വേണ്ട, ഈ വിമർശന ബോധം വേണ്ട എന്നുള്ളതാണ്.
64 കാലത്ത് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നൊരു സംഗതിയുണ്ട്. വിദ്യാഭ്യാസം ഒരു ചെറു ന്യൂനപക്ഷത്തിന്റെ കുത്തകാവകാശമായിരുന്നത് ബഹുജന പ്രസ്ഥാനമായി വ്യാപിപ്പിക്കാവുന്ന സാമൂഹിക സ്ഥിതിയിലേക്കുള്ള പരിവർത്തന ദശയിലാണ് ഇന്ത്യ എന്നുള്ളതാണത്. അതിനെ മൊത്തത്തിൽ അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും വിദ്യാഭ്യാസത്തെ ഇന്ത്യയിലെ ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ, വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സവിശേഷ അധികാരങ്ങൾ പേർന്ന ഒരു ചെറു ന്യൂനപക്ഷത്തിന്റെ കൈകളിലേക്ക് ഒതുക്കുന്ന വിധത്തിലാണ് പുതിയ വിദ്യാഭ്യാസ നയം അതിന്റെ അടിസ്ഥാന ബോധ്യങ്ങളെ രൂപപ്പെടുത്തിയിട്ടുള്ളതെന്ന് കാണാം. വിദേശ സർവകലാശാലകളും സ്വകാര്യ സർവകലാശാലകളും ഒക്കെ ഈ വിവേചനത്തെ കൂടുതൽ അതിന്റെ ക്രൂരതകൾ വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായമാവൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം കേരളത്തിലെ അവസ്ഥയായിട്ട് അതിനൊന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കേരള സർവകലാശാലയിൽ പുതിയ ബിരുദ പുനഃസംഘടന നടപ്പാവുന്നതോടുകൂടി ഒരു BSc കോഴ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു സെമസ്റ്ററിൽ ഏകദേശം 12,500ഓളം രൂപ സെമസ്റ്റർ ഫീസ് അടയ്ക്കേണ്ടി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് നിലവിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന ഫീസും ഈ വർധനവും നമ്മൾ തട്ടിച്ചു നോക്കേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ഭാഷാ പഠനത്തെ മുൻനിർത്തി NEP 2020 മുന്നോട്ട് വെച്ചിട്ടുള്ള നയങ്ങളും അത്യധികം അപകടകരമാണ്. ആശയവിനിമയം നടത്താൻ ശേഷിയുള്ളത് കൊണ്ട് ഭാഷ പ്രത്യേകം പഠിക്കേണ്ടതില്ല എന്നാണ് NEP 2020 പറയുന്നത്. അതുപോലെ സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എന്ന് പറയുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് നട്ടിലായിരുന്ന ഒരു ഘടകത്തെ പൂർണ്ണമായും അവഗണിക്കുക കൂടിയാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയം ചെയ്യുന്നത് എന്നുള്ളതാണ്. സൗജന്യ വിദ്യാഭ്യാസം, ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം മുതലായ വാക്കുകൾക്കൊപ്പം തന്നെ സംവരണം എന്ന വാക്കും ഈ പുതിയ നയത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പം MG സർവകലാശാലയെ മുൻനിർത്തി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ MG സർവകലാശാലയെ പറയുന്നത് പുതിയ ബിരുദ പുനഃസംഘടനയിൽ 4ാം വർഷത്തിലേക്ക് കടക്കുന്ന ഒരു വിദ്യാർത്ഥി, അതായത് 4ാം വർഷത്തിലേക്ക് കടക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും 3 വർഷങ്ങൾ കൊണ്ട് ആ കോഴ്സിൽ നിന്ന് 70% മാർക്കെങ്കിലും നേടിയിരിക്കണം എന്നുള്ളതാണ്. യാതൊരുവിധ സംവരണമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന് ബാധകമാകുന്നതായി MG യൂണിവേഴ്സിറ്റി പറയുന്നില്ല എന്നുള്ളത് കൂടിയാണ്. ഇതുപോലെ തന്നെ ഈ 4 വർഷ ബിരുദം മുൻപ് ഇന്ത്യയിൽ നടപ്പാക്കിയതിന് അല്ലെങ്കിൽ നടപ്പാക്കാൻ ശ്രമിച്ചതിന് നമ്മുടെ മുമ്പിൽ ഉദാഹരണമുണ്ട്. അത് 2013 ഡൽഹി സർവകലാശാലയിലായിരുന്നു. അന്ന് 2013 ഡൽഹി സർവകലാശാലയിൽ ഈ 4 വർഷ ബിരുദം നടപ്പാക്കാൻ ശ്രമിക്കുകയും അന്ന് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വലിയ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് അതിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ എന്ന് പറയുന്നത് വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ നടപ്പാക്കി, കോളേജുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, പാർശ്വവൽകൃത വിഭാഗങ്ങളുടെ പുറന്തള്ളൽ, അക്കാദമികമായ ശേഷിയില്ലായ്മ, 4 വർഷ ബിരുദ കോഴ്സിലെ ആദ്യ 2 വർഷങ്ങൾ തീർത്തും അപ്രധാനമായ കോഴ്സുകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്നീ കാരണങ്ങളായിരുന്നു അല്ലെങ്കിൽ എന്നീ പ്രശ്നങ്ങളായിരുന്നു അന്ന് അതിനെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്നത്. ഇപ്പൊ ഒരു വിഷയത്തിന്റെ കോറിനെ 30-40% ചുരുക്കുന്ന ബിരുദ പുനഃസംഘടന നമ്മുടെ ഗവേഷണ മേഖലയുടെ സർവനാശമാണ് ഉന്നമിക്കുന്നത് നമുക്ക് ന്യായമായും അക്കാര്യത്തിലും സംശയിക്കാവുന്നതാണ്. ഈ NEP 2020 പുറത്തു വന്ന ഘട്ടത്തിൽ, അതിന്റെ ആദ്യ ഘട്ടത്തിൽ BJP ഇതര ഭരണം നിലനിൽക്കുന്ന മറ്റു സംസ്ഥാനങ്ങൾ പോലെ തന്നെ കേരളവും NEP 2020 എതിരായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് കേരളത്തിൻ്റെതായ ഒരു ബദൽ വിദ്യാഭ്യാസ പരിഷ്കരണം ഇവിടെ നടപ്പാക്കും എന്ന നിലയിലേക്ക് കേരള സർക്കാരിന്റെ തീരുമാനം മാറുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ശാംബി മേനോൻ അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റിയെ വിശദ പഠനത്തിന് വേണ്ടി സർക്കാർ നിയോഗിക്കുന്നത്. ശാംബി മേനോൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇത് NEP 2020 ഒരു പകർപ്പാണ് എന്നുള്ള വ്യാപകമായ വിമർശനം അക്കാദമിക ലോകത്ത് തന്നെ ഉയരുകയുണ്ടായി. അതോടെ സംഭവിച്ചത് NEP 2020 കേരള ബദൽ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ വാഗ്ദാനം സംശയത്തിന്റെ നിലയിലാവുകയാണ് ഉണ്ടായത്. ഇത് ശരിവെക്കുന്ന നടപടികളാണ് നമ്മൾ പിന്നീട് ഇങ്ങോട്ട് കാണുന്നതും. നിലവിൽ NEP 2020 കുറിച്ചോ ശാംബി മേനോൻ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചോ യാതൊന്നും മിണ്ടാത്ത ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിന്റെ ബദൽ ബിരുദ പുനഃസംഘടനയാണ് ഇത് എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം NEP 2020 അടിസ്ഥാന നയങ്ങളൊക്കെയും ഈ പറയുന്ന ബിരുദ പുനഃസംഘടനയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതുമാണ്. അധ്യാപകർക്കോ സർവകലാശാല അധികാരികൾക്കോ പോലും ഇപ്പൊ നടപ്പാക്കാൻ പോകുന്ന ഈ 4 വർഷ ബിരുദത്തെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഇല്ല എന്നുള്ളത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന വലിയ ജനാധിപത്യ വിരുദ്ധതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുകയും കണ്ടുപോവുകയും ചെയ്യേണ്ട ഒരു പ്രശ്നം കൂടിയാണ്. അത്രത്തോളം ജനാധിപത്യ വിരുദ്ധമായി കഴിഞ്ഞു നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്നുള്ളത്. അതുപോലെ കേരളത്തില് ഇപ്പൊ നടപ്പാക്കാൻ പോകുന്ന 4 വർഷ ബിരുദത്തെ സംബന്ധിച്ച് വളരെ പരിമിതമായ രേഖകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ആ രേഖകളൊക്കെയും നമ്മൾ മുൻപ് NEP 2020 കുറിച്ച് പറഞ്ഞ വിമർശനങ്ങളൊക്കെയും കേരളത്തിൽ നടപ്പാക്കുന്ന ബിരുദ പരിഷ്കരണത്തിനും ബാധകമാണ് എന്നതിനെ സാധൂകരിക്കുന്ന രേഖകൾ തന്നെയാണ്.
ഇപ്പോൾ വരാൻ പോകുന്ന ഒരു ഭാവി തലമുറയെ തകർക്കുകയും കേരളം ഇന്നോളം നേടിയിട്ടുള്ള സാമൂഹ്യ മുന്നേറ്റത്തെ തുരങ്കം വെക്കുകയും ചെയ്യുന്നതാണ് ബിരുദ പുനഃസംഘടന എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സർവകലാശാലകളുടെ സ്വയംഭരണാവകാശത്തെയും ഫെഡറലിസത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് കേരള സർക്കാർ ഇത്തരം നടപടിയിലേക്ക് പോകുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നൊക്കെ വരുന്ന പല ഉത്തരവുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് വളരെ വ്യക്തമാവും. സർവകലാശാലകൾക്ക് ഉണ്ടായിരുന്ന അക്കാദമിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണെന്ന് സംശയിക്കും വിധമാണ് ഉത്തരവുകൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നൊക്കെ വരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഇത്തരം വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിരിക്കുമ്പോഴും ഒരു വലിയ അവ്യക്തത പല കാരണങ്ങൾ കൊണ്ട് ഇത് അത്ര സുതാര്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ നിലനിന്നിരുന്നു. ആ അവ്യക്തതകൾ കൊണ്ടോ അതല്ലെങ്കിൽ ഇത്രത്തോളം പ്രതിലോമകരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പരിഷ്കരണത്തിലേക്ക് കേരളം പോവില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ടോ ഇതിനെതിരെ കേരളത്തിൽ പരസ്യമായിട്ടുള്ള നിലപാടെടുത്ത ആളുകൾ വളരെ കുറവായിരുന്നു. പക്ഷെ നിലവിൽ അക്കാദമിക സമൂഹത്തിൽ നിന്നും ഇത് കേരള സർക്കാരിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും പറ്റിയിട്ടുള്ളൊരു പാളിച്ചകളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പലരും പരസ്യമായി നിലപാടെടുക്കാൻ തയ്യാറാവുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ മലയാള ഐക്യവേദിയും വിദ്യാർത്ഥി മലയാള വേദിയും സംബന്ധിച്ചാണെങ്കിൽ ഈ രണ്ട് സംഘടനകൾക്കും ബിരുദ പുനഃസംഘടനയെ കുറിച്ച് ആദ്യം മുതൽ തന്നെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ മലയാള ഐക്യവേദി പാസാക്കിയ പ്രമേയങ്ങളിലൊന്ന് ഭാഷാ പഠനത്തെ പരിമിതപ്പെടുത്തുകയും സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എന്ന സങ്കല്പത്തെ തകർക്കുകയും ചെയ്യുന്ന ബിരുദ പുനഃസംഘടനാ നടപടികൾ റദ്ദാക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ബിരുദ പുനഃസംഘടനയിലെ ഭാഷാ വിവേചനത്തിനെതിരെ കഴിഞ്ഞ മെയ് 29-ന് ഐക്യമലയാള പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് മുമ്പിൽ ഒരു ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ബിരുദ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധങ്ങളുടെയും ചർച്ചകളുടെയും തുടർച്ച എന്ന നിലയിലാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. ഭാഷാ പഠനത്തെ മുൻനിർത്തിയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ബിരുദ പുനഃസംഘടനയെ കുറിച്ച് സംസാരിക്കുക. എങ്കിലും ഇതിനെ സംബന്ധിക്കുന്ന മറ്റു പ്രധാന വിഷയങ്ങളൊക്കെയും ഇപ്പൊ ഫീസും സംവരണവും ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളൊക്കെയും വിഷയാവതരണത്തിന് ശേഷമുള്ള ചർച്ചയിൽ ഉയർന്നു വരണം എന്നാണ് നമ്മൾ കരുതുന്നത്. ബിരുദ പുനഃസംഘടനയും ഭാഷാ പഠനവും എന്ന വിഷയം അവതരിപ്പിച്ച് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് അധ്യാപകനും എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ KP ജയകുമാർ മാഷാണ്. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധികളെ വിശകലനം ചെയ്യുന്ന മാഷിന്റെ ലേഖനങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഇതിനെ കുറിച്ചുള്ള ഒരു ആമുഖം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ജയകുമാർ മാഷ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിനെ ക്ഷണിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി, ഇവിടെ വന്നിട്ടുള്ള ആളുകൾ, എത്തിയിട്ടുള്ള ആളുകൾ അവരുടെ പേരും ജില്ലയും ഒന്ന് കമന്റ് ബോക്സിൽ എഴുതിയിടണം എന്ന് കൂടി ആവശ്യപ്പെടുന്നു. ഒപ്പം ജയകുമാർ മാഷ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കേൾക്കാം മാഷ, കേൾക്കാം. മലയാള വിദ്യാർത്ഥി ഐക്യവേദിയിലെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 4 ഇയർ 4 വർഷ ബിരുദ പഠനത്തെക്കുറിച്ചും അതിൽ സവിശേഷമായ ഭാഷാ പഠനത്തെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു സംവാദമാണിത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അവ്യക്തതകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അവ്യക്തത ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അഥവാ ആശങ്ക ഉണ്ടാവുന്നത്. അത് ആ വിഷയത്തെ കൂടുതൽ പഠിക്കുന്നതിനും ആ വിഷയത്തെ കൂടുതൽ സംവാദത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ഉപകരിക്കുമെന്ന് തന്നെയാണ് അത്തരം അവ്യക്തതകളോ അല്ലെങ്കിൽ ആശങ്കകളോ ഒരു വിഷയത്തെക്കുറിച്ച് ഉണ്ടാവുന്നത് കൊണ്ട് നമുക്കുള്ള ഗുണം. ഒരുപക്ഷെ കേരളത്തിലും ഇന്ത്യയിലും നടപ്പാക്കാൻ പോകുന്ന വിദ്യാഭ്യാസ നയത്തെ നമുക്ക് അതിന്റെ മുഴുവൻ പരിമിതികളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എതിർത്ത് തോൽപ്പിക്കുക സാധ്യമല്ലായിരിക്കും. കാരണം ഈ വരുന്ന 1-ാം തീയതി അത് ആരംഭിക്കുകയാണ് എന്നതുകൊണ്ട്. മറിച്ച് പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയൊരു സംവാദം സൃഷ്ടിക്കുന്നതിനും വിദ്യാഭ്യാസം എന്നത് ഏതെങ്കിലും അധികാര സ്ഥാപനങ്ങൾ, ഏതെങ്കിലും ഭരണകൂടങ്ങൾ ഒറ്റയ്ക്കിരുന്ന് തീരുമാനിക്കേണ്ടതൊന്നല്ല എന്നും പൊതുസമൂഹം, ജനം എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം എന്ന ഒരു ഒരു ഘടനയ്ക്കുള്ളിൽ, ഒരു വ്യവസ്ഥയ്ക്കുള്ളിൽ അത് സംവാദ വിഷയമാണ് എന്നും ഒരു ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കാനെങ്കിലും നമ്മുടെ ഒരു ശ്രമം അനിവാര്യമാണ്. എല്ലാ സമരങ്ങളും വിജയിക്കുക എന്നുള്ളതല്ല, സമരങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമുക്കറിയാം. എന്നതുപോലെ എന്തായാലും FIU UGPയെ സംബന്ധിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വിട്ടുകളയുകയാണ്. മറിച്ച് അതായത് എന്താണ് FIU UGPയുടെ ഘടന അല്ലെങ്കിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് വളരെ നിങ്ങളത് ഫോളോ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് വിട്ടുകളയുന്നത്. നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. 8:30 മണിയോടടുത്തിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അത്തരം സാങ്കേതികമായ കാര്യങ്ങൾ കുറച്ചൊന്ന് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മറിച്ച് 4 വർഷ ബിരുദം എന്ന ആശയം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിലേക്ക് നമുക്ക് പോകാം.
രണ്ട് തരത്തിലാണ് ഈ ആശയം കേരളത്തിന്റെ സമൂഹത്തിലേക്ക് ചർച്ചയ്ക്ക് വരുന്നത്. ഒന്ന് നേരത്തെ സൂചിപ്പിച്ച NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് UGCയും NEPയും പുറത്തിറക്കിയ നയരേഖയിൽ പറയുന്ന 4 വർഷമാണ് ബിരുദ വിദ്യാഭ്യാസത്തിന്റെ കാലം എന്ന് നിശ്ചയിക്കുന്ന ഒരു 4 വർഷ ബിരുദം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. ഏതാണ്ട് സമാനമായ കാലത്ത് തന്നെ അതിനുശേഷം NEP വന്നതിന് ശേഷം ആണെങ്കിൽ പോലും ഏതാണ്ട് നടപ്പാക്കുന്നത് വരുമ്പോൾ ഏതാണ്ട് സമാനമായ കാലമാവും. ശ്യാം ബി മേനോൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ കേരള ഗവൺമെന്റ് നിയമിക്കുന്നു. കേരള ഗവൺമെന്റ് അത്തരം ഒരു കമ്മീഷനെ വെക്കുമ്പോൾ പറഞ്ഞത് ഈ നിർദ്ദേശം, അതായത് 4 വർഷ ബിരുദം എന്നല്ല, NEPക്ക് ബദലായി ഒരു സാമൂഹിക ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സാമൂഹിക പ്രതിബദ്ധതയിൽ അധിഷ്ഠിതമായ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം എന്ന സങ്കല്പത്തെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ശ്യാം ബി മേനോൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ മുന്നോട്ട് വരുമ്പോൾ അതിൽ ആദ്യം ചെയ്തു കോത്താരി കമ്മീഷൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ UR അനന്തമൂർത്തി കമ്മീഷൻ ഉൾപ്പെടെ ഉള്ള ഒരുപാട് കമ്മീഷൻ സ്വകാര്യമായും പല ഏജൻസികളും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള സംഘടനകളും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പല കാലങ്ങളിലും. അപ്പം അവരെല്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള വിദ്യാഭ്യാസ കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാന പ്രവൃത്തി എന്ന് പറയുന്നത് റിവ്യൂ ആയിരുന്നു. അതായത് നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സംവിധാനത്തിനെ വിമർശനാത്മകമായി വിലയിരുത്തുകയും അതിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും ആ പോരായ്മ പരിഹരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന ഒരു രീതി, അത് രീതിശാസ്ത്രമാണ്. അത്തരത്തിലൊരു രീതി NEPയിൽ ഇല്ല. NEP പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ തകർച്ചയും പരാജയം എന്താണ്, ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൽ വരുത്തേണ്ട മാറ്റം എന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിന് അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്താണ്, അതിന് സാഹചര്യം എന്താണ് തുടങ്ങിയ വലിയൊരു ഭാഗം ഒഴിവാക്കിയിട്ടുകൊണ്ടാണ് NEP അവതരിപ്പിക്കുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് നിലനിൽക്കുന്ന വിദ്യാഭ്യാസത്തെ റിവ്യൂ ചെയ്യാൻ, വിമർശനാത്മകമായി വിലയിരുത്താൻ അല്ലെങ്കിൽ പരിശോധിക്കാൻ NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തയ്യാറായിട്ടില്ല. അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് ബദൽ എന്ന അർത്ഥത്തിൽ കേരളത്തിൽ ശ്യാം ബി മേനോൻ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് ശ്യാം ബി മേനോൻ കമ്മീഷൻ യഥാർത്ഥം ചെയ്യുന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസത്തെ, കേരളത്തിലെ കുറിച്ച് മാത്രമാണ് പറയുന്നതെങ്കിൽ കേരളത്തിൽ നിലനിൽക്കുന്ന ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള റിവ്യൂ അതിനകത്തുണ്ടാവും എന്നാണ്. പ്രധാനമായിട്ട് റിവ്യൂ ഉണ്ടാവുകയും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം ഇന്ന കാര്യങ്ങളിൽ തകരാറുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയും ഈ തകരാറുകൾ പരിശോധിക്കുന്നതിന് ആവശ്യമായ ചില നിർദ്ദേശങ്ങൾ നമുക്ക് മുമ്പിൽ വയ്ക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾ സ്വാഭാവികമായി പ്രതീക്ഷിക്കുക. 10-50 പേജിൽ താഴെ മാത്രം വലിപ്പമുള്ള ശ്യാം ബി മേനോൻ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചാൽ അത്തരത്തിൽ ഒരു നിർദ്ദേശം, ഒരു റിവ്യൂ, ഒരു ഗവേഷണത്തിന്റെ പ്രാഥമികമായിട്ടുള്ള സംഗതിയാണ് കഴിഞ്ഞു പോയ കാലത്തെ റിവ്യൂ ചെയ്യുക അല്ലെങ്കിൽ വിമർശനാത്മകമായി പരിശോധിക്കുക എന്നുള്ളത്, വിലയിരുത്തുക എന്നുള്ളത്. അത്തരത്തിൽ യാതൊരു വിലയിരുത്തലും യഥാർത്ഥത്തിൽ ശ്യാം ബി മേനോൻ കമ്മീഷൻ നടത്തുന്നില്ല. ഒരു വിലയിരുത്തലുമില്ലാതെ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ച് ഇഗ്നോർ ചെയ്തുകൊണ്ട്, അതായത് പൂർണ്ണമായും മറന്നുകൊണ്ട് അതിനു മുകളിൽ പുതിയൊരു വിദ്യാഭ്യാസ ആശയം അവതരിപ്പിക്കുകയാണ് ശ്യാം ബി മേനോൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ശ്യാം ബി മേനോൻ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ വിമർശനാത്മകമാണ്. കാരണം മെത്തഡോളജിക്കലി, അതായത് അതിന്റെ ഒരു രീതിശാസ്ത്രപരമായി ഒരു റിപ്പോർട്ടിന് ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഘടനയോ അല്ലെങ്കിൽ അതിനുണ്ടായിരിക്കേണ്ട വിമർശനാത്മക പഠനങ്ങളോ ആ പഠനങ്ങളിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില ആശയങ്ങൾ എന്തുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നു എന്നതിന് പ്രസ്താവനകൾ അപ്പുറത്തേക്ക് എന്തുകൊണ്ട് അത് മുന്നോട്ട് വയ്ക്കുന്നു എന്നതിനോ ഒരു വിശദീകരണവും ശ്യാം ബി മേനോൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇല്ല എന്നത് ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഏറ്റവും വലിയ പരാജയങ്ങളിലാണ്. എങ്കിൽ പോലും ആ കമ്മീഷൻ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നതിന് മുമ്പ് ആ റിപ്പോർട്ടും അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലും സമാനമായി കാണുന്ന ഒരു കാര്യത്തെ എടുത്തുകൊണ്ട് നമുക്ക് ഈ ചർച്ച ആരംഭിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. സമാനമായി കാണുന്ന ഒരു കാര്യം, രണ്ട് റിപ്പോർട്ടിലും ആശയങ്ങളിലും പ്രധാനമായി വരുന്നത് നമ്മുടെ നിലവിലുള്ള 3 വർഷ വിദ്യാഭ്യാസത്തെ 4 വർഷമാക്കി പുനർക്രമീകരിക്കുക എന്നതാണ്. അതൊരു വലിയൊരു മാറ്റം തന്നെയാണ്. കാരണം നിലവിലുള്ള ഒരു ഘടനയെ വലുതായി മാറുന്നു. മാത്രമല്ല PG പഠനം എന്ന പേരിൽ നമ്മൾ നടത്തിയത് 2 വർഷ വിദ്യാഭ്യാസം പൂർണ്ണമായി ഇല്ലാതാവുകയും MPhil ഇല്ലാതാവുകയും പകരം 1 വർഷമായി PG പഠനം ബിരുദാനന്തര ബിരുദ പഠനം മാറുകയും അത് വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്നൊരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ MPhil അവിടെ ഇല്ലാതായി, അവിടെ വേണമെങ്കിൽ 1 വർഷം മാത്രം പഠിക്കാവുന്ന ഒരു PG പഠനം നിലനിൽക്കുന്നു. 3-4 വർഷം കൊണ്ട് തീർക്കാവുന്ന ഒരു ബിരുദ പഠനം ഉണ്ടാവുന്നു. ഈ 4 വർഷം കൊണ്ട് തീർക്കുന്ന ബിരുദ പഠനത്തിന് ശേഷം ഗവേഷണത്തിലേക്കോ കോളേജ് അധ്യാപനം പോലെയുള്ള കാര്യങ്ങളിലേക്കോ ഒക്കെ വിദ്യാർത്ഥികൾക്ക് പോകാം എന്നൊരു സാധ്യതയും അവിടെ നിലനിൽക്കുന്നു. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അത് വിദ്യാർത്ഥിയുടെ ഒരു വർഷം ലാഭിക്കുകയും നമ്മുടെ പഠനത്തെ വേണമെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിലാക്കാം എന്ന് തോന്നുകയും ചെയ്യുന്ന ഒന്നാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഇത്തരം ഒരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ തീർച്ചയായും പറയേണ്ടത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ആശയം നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയണം എന്നുള്ളതാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നില്ല. 4 വർഷത്തേക്ക് പുനർക്രമീകരിക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത്.
ശാംബി മേനോൻ കമ്മീഷൻ റിപ്പോർട്ടും അത് 4 വർഷത്തേക്ക് പുനർക്രമീകരിക്കുന്നുവെന്ന് മാത്രമാണ് പറയുന്നത്. ഈ 4 വർഷത്തേക്ക് ഈ രണ്ട് കോഴ്സുകളും രണ്ട് കമ്മീഷനുകളും ഇത് പുനർക്രമീകരിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു ആശയം വളരെ പ്രധാനമാണ്. നമ്മളെ ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള അന്താരാഷ്ട്ര വിദ്യാഭ്യാസത്തിന് തുല്യമായി നമ്മുടെ ഘടനയെ പരിഷ്കരിക്കുക എന്നത് മാത്രമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അതായത് അന്താരാഷ്ട്ര ഒരു ഘടന, അതായത് യൂറോപ്പിലും മറ്റും നിലനിൽക്കുന്ന വിദ്യാഭ്യാസത്തിന് 4 വർഷ ബിരുദം എന്ന് പറയുന്ന ഒരു ഘടനയാണ് നിലനിൽക്കുന്നത്. ആ ഒരു ഘടനയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ മാറ്റിയാൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. മാറ്റിയാൽ ആർക്കാണ് പ്രയോജനം എന്നൊരു ചോദ്യം, ഒരു ചോദ്യം അവിടെ ബാക്കിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ മാറ്റിയാൽ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോവുകയോ വിദേശത്തേക്ക് ഗവേഷണത്തിന് പോവുകയോ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും, ഒപ്പം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്കും ഈ പഠനം ഗുണം ചെയ്യും എന്നാണ് പറയുന്നത്. അത് രണ്ടും നമുക്ക് ഗൗരവമായി തന്നെ എടുക്കുന്നതിൽ തകരാറൊന്നുമില്ല. ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ഗുണം ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഗുണം ചെയ്യേണ്ടതുമാണ് എന്ന് എടുക്കാം. പക്ഷെ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വിദ്യാർത്ഥികൾ വരുമെന്നും അത് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ ഇന്ത്യയിൽ അവർക്ക് ഗുണം ചെയ്യും എന്ന് പറയുന്നതിനകത്ത് തകരാറുണ്ട്. കാരണം നമ്മൾ WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരികയും നമ്മൾ ഗ്ലോബലൈസേഷൻ നടപ്പാക്കുകയും ചെയ്യുമ്പോൾ, മാർക്കറ്റ് പൂർണ്ണമായും തുറന്നു കൊടുക്കുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിദേശത്തും വിദേശ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലും യഥേഷ്ടം വിറ്റഴിക്കാം എന്നായിരുന്നു പറഞ്ഞത്. നമ്മൾ എത്രമാത്രം ഉൽപ്പന്നങ്ങൾ വിദേശത്ത് വിറ്റഴിച്ചു എന്ന് നമുക്ക് അറിയുന്നതാണ്. എത്രമാത്രം നമ്മുടെ ഒരു സാമ്പത്തിക നില വിദേശത്തെ യൂറോപ്യൻ സാമ്പത്തിക നിലയുമായും ഒക്കെ തട്ടിച്ചു നോക്കുമ്പോൾ, നമ്മുടെ ഒരു അമേരിക്കയുടെ സാമ്പത്തിക നിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ, ചൈനയുമായി ഒക്കെ തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ വിൽപ്പന ശേഷി എത്രമാത്രം വർദ്ധിച്ചു എന്ന് പരിശോധിക്കേണ്ടതാണ്. പരിശോധിക്കുമ്പോൾ 100 താഴെയാണ് നമ്മുടെ റാങ്കിങ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമായി നമ്മൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാടിനെ തേടി വിദ്യാർത്ഥികൾ വരുമെന്നും നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം അവർ എന്നത് വലിയൊരു സ്വപ്നമാണ്. പക്ഷെ ആ സ്വപ്നം നടപ്പാക്കണമെങ്കിൽ വേറെ ചില കടമ്പകൾ കൂടി ഉണ്ട് എന്നാണ് അത് ഞാൻ അടുത്ത പറഞ്ഞു വരുന്നത്. ഇനി വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അത് ഗുണം ചെയ്യുമെന്ന ഭാഗത്തെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. കാരണം ഇപ്പൊ കുറെ കാലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാധനം, ഇന്ത്യയിലെയും കേരളത്തിലെയും വിദ്യാർത്ഥികൾ ധാരാളമായി ഇതാ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, പുറത്ത് പഠിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഈ എറണാകുളത്ത് കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് നടന്നിട്ടുള്ള ഒരു വലിയ ഡ്രൈവ് ഉണ്ട്. പിന്നെ പുറത്തേക്ക് വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി നടത്തിയ വലിയൊരു മാസ് ക്യാമ്പയിൻ എന്നൊക്കെ പറയാവുന്ന ഒരു സംഗതിയുണ്ട്. അപ്പൊ അതിനുശേഷം ഏതാണ്ട് 7500ഓളം വിദ്യാർത്ഥികൾ പുറത്തേക്ക് പഠിക്കാൻ പോയി എന്നാണ് കണക്ക്. അന്ന് ഒരു ജേർണലിസ്റ്റിക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട്, മാധ്യമ പ്രവർത്തകനായി കുറെ കാലം ജീവിച്ചത് കൊണ്ടാവാം, ഒരു മാധ്യമ താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ ചെയ്തത് ആദ്യം ഈ 7500 വിദ്യാർത്ഥികൾ ആരാണ് എന്നും അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നും ചെക്ക് ചെയ്യാൻ ശ്രമിക്കുകയും, അപ്പോൾ മുഴുവൻ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കിട്ടില്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാവരും ഡിഗ്രി പഠനമോ ഡിപ്ലോമ പഠനമോ പൂർത്തിയാക്കിയതിനു ശേഷമാണ് വിദേശത്തേക്ക് പോയത്. അതായത് ഇന്ത്യൻ സാഹചര്യത്തിൽ അവർക്ക് ലഭ്യമാകാവുന്ന നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് ഉന്നത വിദ്യാഭ്യാസം, ഡിഗ്രി പഠനമോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പാരാമെഡിക്കൽ ഉൾപ്പെടെയുള്ള കോഴ്സുകളോ നഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകളോ ഒക്കെ പാസ്സായതിനു ശേഷം പഠിച്ചതിന് ശേഷമാണ് അവർ വിദേശത്തേക്ക് പോയത്. അതായത് ഇന്ത്യയിൽ ലഭ്യമായ ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി തന്നെയാണ് ഇവർ പുറത്തേക്ക് പോയത്. ഈ പുറത്തേക്ക് പോയെന്ന വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യുന്നത്? അവിടെ പോയി ഒരു വർഷത്തെ ഏതെങ്കിലും ഒരു കോഴ്സ് കൂടി അറ്റൻഡ് ചെയ്തുകൊണ്ട്, ഒരു പ്രോഗ്രാം കൂടി അറ്റൻഡ് ചെയ്തുകൊണ്ട് അവരുടെ ബിരുദത്തെ 4 വർഷമാക്കി, ക്രെഡിറ്റിന് 4 വർഷ ക്രെഡിറ്റിന് തുല്യമാക്കി നീട്ടിയെടുത്തുകൊണ്ടാണ് അവർ അവിടെ ജോലി ചെയ്യുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പൊ തൊഴിൽ തേടിയാണ്, യഥാർത്ഥ വിദ്യാഭ്യാസം തേടിയല്ല, തൊഴിൽ തേടിയാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത്. വിദ്യാഭ്യാസം തേടിയാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത് എന്നുള്ള പ്രാഥമികമായി തെറ്റായ വാദമാണ്. അവർ തൊഴിൽ തേടിയാണ് പുറത്തേക്ക് പോകുന്നത്. ജർമ്മനിയിലോ അമേരിക്കയിൽ വളരെ കുറവാണ്, അമേരിക്കൻ ഐക്യനാടുകളിലെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിലും UK ഒക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാവുന്നത് പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്യാമെന്ന ഒരു സാധ്യതയാണ്. തൊഴിൽ ചെയ്തുകൊണ്ട് അവർക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നീട് ഈ തൊഴിൽ അവർ ഉറപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നത്. അതായത് വളരെ ശക്തമായ ഒരു തൊഴിൽ സാധ്യത, തൊഴിൽ സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശത്തേക്ക് തൊഴിൽ സുരക്ഷിതത്വം തേടി പോകുന്ന ആളുകളാണ് ഇവരെല്ലാം എന്നാണ്. ഇനി പുറത്തു വരാൻ പോകുന്ന മറ്റൊരു കണക്ക് ഒരു പക്ഷേ നമ്മൾ ഞെട്ടിക്കുന്നതാണ്. ഓരോ വിദ്യാർത്ഥിയും ഏതാണ്ട് 45 ലക്ഷം രൂപ മുതൽ 60 ലക്ഷം രൂപ വരെ ലോൺ എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്. വലിയൊരു വായ്പ എടുത്തുകൊണ്ടാണ് ഇവർ പുറത്തേക്ക് പോകുന്നത്. ഇവർ പുറത്തേക്ക് പോയി ഈ വായ്പ തിരിച്ചടവ് മാത്രമാണ് ഇവരുടെ പ്രാഥമികമായ ലക്ഷ്യം. ഈ വായ്പ തിരിച്ചടവിന് വേണ്ടിയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവർക്ക് തൊഴിൽ ചെയ്യാൻ നിവർത്തിയില്ല. തൊഴിൽ ചെയ്തതിനു ശേഷം അവർക്ക് അവിടെ തുടരുകയോ മറ്റു തൊഴിൽ വിദ്യാഭ്യാസത്തിന് ശേഷം തൊഴിൽ ചെയ്തുകൊണ്ട് അവിടെ തുടരുകയോ ചെയ്തുകൊണ്ട് ഇത് പരിഹരിക്കാം എന്ന സ്വപ്നത്തിലാണ് ഇവർ പുറത്തേക്ക് പോകുന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ വലിയൊരു കടക്കണിയിൽ അകപ്പെട്ടാണ് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളിൽ 99% വിദ്യാർത്ഥികളും പുറത്തേക്ക് പോകുന്നുള്ളത് മറ്റൊരു കടക്കണി നമ്മൾ ക്ഷണിച്ചു വരുന്നുള്ളതിന്റെ സൂചനയാണ്.
ആ ഒരു കാര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാവുന്നത്, ഏതൊക്കെ സ്ഥാപനങ്ങളിലേക്കാണ് ഈ വിദ്യാർത്ഥികൾ പോയത് എന്നുള്ളതിന്റെ ഒരു കണക്ക് ലഭ്യമാണ്. ആ കണക്കെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ പാരലൽ കോളേജ് എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ എന്താണ് സ്വാശ്രയ കോളേജ് എന്ന് പറയാവുന്ന, നമ്മുടെ നാട്ടിൽ പല കാലങ്ങളിലായി തുടങ്ങിയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് സ്ഥാപനം എന്ന് ഓമനപ്പേരിൽ ഇന്ന് അറിയപ്പെടുന്ന എന്താണ് പല സ്ഥാപനങ്ങളിലും നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്കാണ് നമ്മുടെ വിദ്യാർത്ഥികൾ പോയിരിക്കുന്നത്. മറിച്ച് ഏതെങ്കിലും വലിയ യൂണിവേഴ്സിറ്റിയുടെ പല യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആണെന്നല്ല എങ്കിൽ പോലും ഇപ്പം കേരളത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ എന്താണ് ഒരു കോളേജുകളുടെ പേര് ഞാൻ പറയുന്നില്ലെങ്കിൽ ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്നു, ഒരു സ്ഥാപനത്തിലേക്ക് ചേർത്തലയിലോ മറ്റുള്ള ഒരു സ്ഥാപനത്തിലേക്ക് വരുന്നു, അത് കേരള യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ്, ശരിയാണ്, കേരള യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആണ്. പക്ഷെ അവർ പഠിക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത് മറ്റേ ചേർത്തലയിലെ ഏതെങ്കിലും അറ്റുതീരത്തുള്ള ഒരു ചെറിയ സംവിധാനത്തിലാണ് അവർ പഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. അപ്പോ ഈ വിദേശത്തേക്ക് പോകുന്ന പല വിദ്യാർത്ഥികളും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങൾ ലീഡ്സ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കാംബ്രിഡ്ജോ പോലെയുള്ള വളരെ അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളായിരുന്നില്ല. അവിടുത്തെ പാരലൽ കോളേജ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള നിലവാരം കുറഞ്ഞ കോളേജുകളിലേക്കാണ് അവർ പോയത്. പക്ഷെ അങ്ങനെയുള്ള കോളേജുകളിൽ പഠിക്കുമ്പോൾ പോലും അവർക്ക് ഒരു തൊഴിൽ സുരക്ഷ ഉറപ്പ് നൽകാൻ ആ രാജ്യത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ തൊഴിൽ സുരക്ഷയിൽ നിന്നുകൊണ്ടാണ് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോയത്. നമുക്ക് ഈ തൊഴിൽ സുരക്ഷ നൽകാൻ കഴിയും എന്നതാണ് ഇന്ന് നമ്മുടെ 4 വർഷ ബിരുദം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്നുകൂടി നമുക്കും നമ്മുടെ മുമ്പിലുണ്ട്. അതിനെ കുറച്ചുകൂടെ ക്രിട്ടിക്കലായിട്ട് നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഈ 4 വർഷ ബിരുദം എന്ന ആശയം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് മുമ്പിലുള്ളത്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദേശത്തേക്ക് പോകുമ്പോൾ അവിടെ അവർ 1 വർഷം കൂടി ചെയ്യുന്ന ഒരു ഡിപ്ലോമ കോഴ്സോ മറ്റു കോഴ്സുകളോ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് തൊഴിൽ മേഖലയിലേക്കോ മറ്റു മേഖലയിലേക്കോ അവർക്ക് പ്രവേശിക്കാം, അല്ലെങ്കിൽ 4 വർഷ വിദ്യാഭ്യാസത്തിലേക്ക് അവർക്ക് നേരിട്ട് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സാധ്യത നൽകിക്കൊണ്ടാണ് നമ്മൾ 4 വർഷ ബിരുദം എന്ന് പറയുന്ന ആശയം ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ, ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ നിലനിർത്തുന്നതിന് ഇത് ഉദ്ദേശിച്ചിട്ടേയില്ല എന്നത് വളരെ പ്രധാനമാണ്. ഇനി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ശാന്തിനികേതൻ പോലെയുള്ള വളരെ പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ആളുകൾ എന്തുകൊണ്ടാണ് പോയത്? JNU പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് പോയത്? ഒരു കാലത്ത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലേക്കും സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിലേക്കും സ്കൂൾ ഓഫ് ഗാന്ധിയൻ തോട്ടിലേക്കും സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലേക്കും വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് വന്നത്? അത് ഓരോ സർവകലാശാലയും പുലർത്തുന്ന, നമ്മൾ പറയുന്ന യൂണിക്നെസ് എന്ന് പറയുന്ന, അനന്യത എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്നാണ്. ഓരോ സർവകലാശാലയും അവരുടെ അറിവിന്റെ ജ്ഞാനത്തിന്റെ മണ്ഡലത്തിൽ പുലർത്തുന്ന അനന്യത, ആ അനന്യത മറ്റ് ഒരാൾക്കും കൊടുക്കാൻ കഴിയാത്ത ഒരു സ്കൂൾ ഓഫ് തോട്ട്, ഒരു സ്കൂളിനെ നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു ആശയത്തെ നിർമ്മിക്കാൻ, ഒരു തലമുറയെ നിർമ്മിക്കാൻ, ഒരു ആശയാവലിയെ നിർമ്മിക്കാൻ ഒരു സർവകലാശാലയ്ക്ക്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് കഴിയുമ്പോഴാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തേടി വിദ്യാർത്ഥികൾ എത്തുക. മറിച്ച് ഇവിടെ സംഭവിക്കുന്നത്, ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇത്തരം ആശയാവലികൾ നിർമ്മിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന ആശയത്തെ റദ്ദ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആത്യന്തികമായി റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത്തരം ഒരു ആശയാവലികൾ നിർമ്മിക്കാൻ പാകത്തിലുള്ള സർവകലാശാലകൾ നമുക്ക് ഇല്ലാതാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ തന്നെ ശാന്തി മേനോൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോഴത്തേക്കും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അകമേ വഹിക്കുകയും പുറമെ ശാന്തി മേനോൻ കമ്മീഷൻ എന്ന് പറയുകയും ചെയ്യുന്ന കേരളത്തിലെ 4 വർഷ ബിരുദ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ഇതിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപക സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും റോള് വളരെ പരിമിതമാവുകയും, എന്നാൽ ചില അധ്യാപകരും ചില ഭരണകൂട താല്പര്യങ്ങളും ഒരുമിച്ചിരുന്നു കൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ ഭാവി നിർണ്ണയിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് ഇത് മാറുകയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എല്ലാ സർവകലാശാലകൾക്കും മേൽ അധികാരം സ്ഥാപിക്കുന്ന ഒരു സ്ഥാപനമായി മാറുകയും ചെയ്തിരിക്കുന്നു. ഒരേ ദിവസം കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ആരംഭിക്കുക എന്നത് തന്നെ ഒരു സർവകലാശാലകളുടെ യുണീക്നെസ്, നമ്മൾ പറഞ്ഞ അനന്യതയെ റദ്ദ് ചെയ്യുന്ന ഒരു നടപടിയാണ്. സർവകലാശാല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ള ഒരു ഓർഡറിന്റെ ആദ്യ വരി, ആ ഓർഡറിനെ കുറിച്ചുള്ള തർക്കത്തിലേക്കല്ല, ഓർഡറിന്റെ ഒരു നിർദ്ദേശത്തിന്റെ ആദ്യ വരി ഞാൻ വെറുതെ ഒന്ന് വായിക്കാം. ആ ആദ്യ വരി ഇങ്ങനെയാണുള്ളത്: 2024-25 അക്കാദമി വർഷം മുതൽ സംസ്ഥാനത്ത് 4 വർഷ ബിരുദം നടപ്പിലാക്കുകയാണ്. വിദ്യാർത്ഥികൾ മേജറും മൈനറും വ്യത്യസ്ത ഡിസിപ്ലിനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ആര് നിഷ്കർഷിച്ചു? ആരാണ് നിഷ്കർഷിച്ചത്? എന്റെ അറിവിൽ കേരളത്തിലെ 4 സർവകലാശാലകളുടെ, കേരള സർവകലാശാല, മഹാത്മാഗാന്ധി സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല, കണ്ണൂർ സർവകലാശാല, പിന്നെ കാലടി സർവകലാശാല, 5 സർവകലാശാലകളുടെ റെഗുലേഷൻസ് വായിച്ച ഒരാളാണ് ഞാൻ. കരിക്കുലം റെഗുലേഷൻസിൽ എവിടെയും ഈ മേജർ മൈനർ, അതൊരു സങ്കീർണമായ വിഷയമാണ്. മേജർ മൈനറുമായി ബന്ധപ്പെട്ട
എന്തെങ്കിലും പ്രത്യേക പഠനം മാത്രമേ നടത്താവൂ എന്ന തരത്തിൽ ഒരു വ്യവസ്ഥയും ചെയ്തിട്ടില്ല. പിന്നെ ആരാണ് നിഷ്കർഷിച്ചത്? നിഷ്കർഷിച്ചത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും ഹയർ എഡ്യൂക്കേഷൻ മന്ത്രാലയവുമാണ്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അവിടെ നിൽക്കുന്നത്. ഹയർ എഡ്യൂക്കേഷൻ മന്ത്രാലയം എന്നത് ഒരു ഉദ്യോഗസ്ഥ സംവിധാനമാണ്. ഒരു ഉദ്യോഗസ്ഥ സംവിധാനത്തിന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനും വിദ്യാഭ്യാസത്തിന്റെ ടൈം ടേബിൾ അടക്കമുള്ള വിദ്യാഭ്യാസത്തിന്റെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും കഴിയില്ല. അതൊരു ഉദ്യോഗസ്ഥ സംവിധാനം, IAS ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംവിധാനം മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിന് വേണ്ട ഉപദേശം കൊടുക്കാൻ ഒരു സംവിധാനം പുറത്തുണ്ടായിരിക്കണം. അതാരായിരിക്കണം? സർവകലാശാലകളായിരിക്കണം. സർവകലാശാല നിയന്ത്രിക്കുന്ന ആരാണ്? അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. അപ്പൊ ഈ അധ്യാപകരും വിദ്യാർത്ഥികളിൽ നിന്നും വേണ്ടത്ര അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണോ ഇങ്ങനെയൊരു നിർദ്ദേശം നടപ്പിലാക്കിയത്? അല്ല. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ നിർദ്ദേശം അനുസരിച്ചാണ്. കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന് പറയുന്ന അങ്ങേയറ്റം വിമർശന വിധേയമായ ഒരു സ്ഥാപനമാണ്. UGCയെ നമ്മൾ എതിർക്കുന്നത് UGCയിലേക്ക് ഭരണകൂട താല്പര്യത്തോടുകൂടി വരുന്ന ആളുകൾ ഇരിക്കുകയും UGC അതാത് കാലഘട്ടങ്ങളിൽ ഭരണകൂട താല്പര്യത്തോടുകൂടി ഉത്തരവുകൾ ഇറക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എന്ന വിമർശനം എല്ലാ കാലത്തും UGC നേരിട്ടുണ്ടെങ്കിൽ സമാനമായ വിമർശനം നേരിടുന്ന ഒരു സ്ഥാപനമാണ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ. ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ഒരു സവിശേഷമായ ആശയം ഈ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നിലവിൽ വന്ന ആദ്യഘട്ടങ്ങളിൽ ചില ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. അത്തരം ചർച്ചകൾ KN പണിക്കരെ പോലുള്ള ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും ലോകം കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചരിത്ര പണ്ഡിതരായ ചില ആളുകൾ പങ്കെടുത്തുകൊണ്ട് ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ആശയങ്ങൾ അവിടെ അവസാനിക്കുകയും അതിനുശേഷം വന്ന ഭരണകൂടം അതൊരു സർവകലാശാലകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മുകളിൽ ഒരു അധികാരത്തോടുകൂടി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഏജൻസിയാക്കി തന്നെ നിലനിർത്തുകയാണ് ചെയ്തത്. ആ ഒരു സ്വഭാവത്തിലേക്ക് പിന്നീട് മാറുകയാണ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ചെയ്തത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് കഴിഞ്ഞ പാൻഡമിക് രോഗാതുരമായ ഒരു കാലത്തുകൂടി കേരളത്തിന്റെ വിദ്യാഭ്യാസം കടന്നുപോയ കാലത്ത് ഒരു ജോലിയും ചെയ്യാതിരുന്ന ഒരു സ്ഥാപനമാണ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ. ഇനി ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നിയന്ത്രിക്കുന്നവരാണ് ഡെപ്യൂട്ടേഷൻ വരുന്ന 3-4 അധ്യാപകരും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിലെ വൈസ് ചെയർമാനും അടങ്ങുന്ന ഒരു സമിതിയാണ് നിയന്ത്രിക്കുന്നത്. ഡെപ്യൂട്ടേഷൻ വരാനുള്ള യോഗ്യത എന്താണ്? 1, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഡെപ്യൂട്ടേഷൻ അനുവദിക്കണം. 2, നിങ്ങൾക്ക് കോളേജ് അധ്യാപകനായി ജോലി ചെയ്ത് പരിചയം വേണം. 3, നിങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടെങ്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിഭ ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് വരാം. എന്നാൽ നിങ്ങൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, കേരള വിദ്യാഭ്യാസത്തെക്കുറിച്ച് അങ്ങേയറ്റം ധാരണയുള്ള ഒരു വിദ്യാഭ്യാസ വിചക്ഷണനായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്ന കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത് ഡെപ്യൂട്ടേഷൻ വരുന്ന ആളുകളാണ്. മറിച്ച് കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഡെപ്യൂട്ടേഷൻ വന്നിട്ടുള്ള അധ്യാപകർ വിചാരിക്കുന്നത് കേരളത്തിന്റെ ഹയർ എഡ്യൂക്കേഷനുമായി ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഏറ്റവും വൈഷ്ണികമായി സംഭാവന നൽകാൻ കഴിവുള്ളത് അവരാണ് എന്ന് ധരിച്ചു വെച്ചതിന്റെ അബദ്ധങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി ഹയർ എഡ്യൂക്കേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എതിർക്കുന്നതിന് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾക്കോ അല്ലെങ്കിൽ അധ്യാപക സംഘടനകൾക്കോ കഴിയാതെ പോകുന്നു എന്ന ദയനീയമായ അവസ്ഥയും നിലനിൽക്കുന്നു. അപ്പോൾ അത്തരം ഒരു കാര്യത്തിലേക്ക് നമ്മൾ വിശദമായി പോകുന്നില്ല, എങ്കിൽ പോലും അതൊരു വിമർശനമായി വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. രണ്ടാമതൊരു കാര്യം, വിദേശത്തേക്ക് നമ്മൾ പഠനത്തിന് പോകണം, അതിന് ആവശ്യമായ രീതിയിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നു. അപ്പോൾ അവിടെ തകരുന്നത് യൂറോപ്യൻ വിദ്യാഭ്യാസത്തിന്റെയും അമേരിക്കൻ വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ ഘടന സ്വീകരിച്ചുകൊണ്ട് ആ മാതൃകയിലേക്ക് അവിടേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയായി പ്രവർത്തിക്കണമെന്ന ഒരു ധാരണ പ്രചരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ സിലബസ് രൂപീകരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുകയേ വേണ്ടൂ. സിലബസ് രൂപീകരണത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. സിലബസ് രൂപീകരണത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാന കാര്യം, നമ്മൾ സിലബസിലൊക്കെ വർക്ക് ചെയ്ത ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മളോട് യൂണിവേഴ്സിറ്റിയും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും നിർദ്ദേശിച്ച ഒരു പ്രധാന കാര്യം, നിങ്ങളുടെ വിദ്യാഭ്യാസം കൂടുതൽ ആകർഷകമാകണം എന്നുള്ളതാണ്. വിദ്യാഭ്യാസം ആകർഷകമാകുക എന്നതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഭാഗം പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നു. മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോൾ, എന്നാൽ മധ്യകാല ഇന്ത്യ ചരിത്രം പഠിപ്പിക്കുമ്പോൾ അത് ആകർഷകമാകണമെന്ന് തീരുമാനിച്ചാൽ മധ്യകാല ഇന്ത്യ ചരിത്രം പഠിപ്പിക്കുന്നത് റോമില താപ്പർ പഠിപ്പിക്കണോ അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ ഏതെങ്കിലും സാധാരണ കോളേജിലെ അധ്യാപകർ പഠിപ്പിക്കണോ എന്ന ചോദ്യത്തിൽ നിന്നാണ് അത് ആകർഷകമാകുന്നത്. അത് റോമില താപ്പറിനെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകൾ പഠിപ്പിക്കുമ്പോൾ അത് അസാധാരണമായ ഒരു ചരിത്ര അനുഭവമായി മാറുമെങ്കിൽ ഗൈഡൊക്കെ വെച്ച് പഠിച്ച് വന്ന ഒരു സാധാരണ അധ്യാപകനോ മറ്റു പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും ഒരു ആകർഷകത്വം കിട്ടില്ല. അതായത് നമ്മളുടെ വിജ്ഞാനം എന്ന് പറയുന്ന ഒരു സംഗതിയെ നേർപ്പിച്ചുകൊണ്ടല്ല ആകർഷകമാക്കുന്നത്, വിജ്ഞാനത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുകയും അതിനെ അങ്ങേയറ്റം വിജ്ഞാനപ്രദമായ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് ഒരു വിജ്ഞാനം പദ്ധതി ആകർഷകമാകുന്നു. മറിച്ച് നമുക്ക് കിട്ടുന്ന നിർദ്ദേശം വിദ്യാഭ്യാസത്തെ നേർപ്പിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ വിഷയങ്ങളെ നേർപ്പിച്ചു കൊണ്ടുവരിക എന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫിസിക്സ് നേർപ്പിക്കുന്നു,
അതിന്റെ അടിസ്ഥാനത്തിൽ ഫിസിക്സ് ഒക്കെ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ എന്താണ് നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുക. അശ്വതി മുതൽ രേവതി വരെ എന്ന് പണ്ട് ശാസ്ത്ര സാഹിത്യ വിഷയത്തിൽ പുസ്തകം ഇറക്കിയപ്പോൾ പോലെ അശ്വതി, ഭരണി, കാർത്തിക തുടങ്ങിയ നക്ഷത്രങ്ങളെ നിങ്ങൾക്ക് എവിടെയും കാണാം, ആകാശത്തും കാണാം എന്ന മട്ടിൽ പഴയ ബാലവീതി യൂറിക്ക ക്ലാസ്സുകളിൽ നടത്തിയിട്ടുള്ള ഒരു ക്ലാസ്സിന് സമാനമായ പ്രൈമറി ക്ലാസ്സിന്റെ ലെവലിലേക്ക് ഫിസിക്സിനെ കൊണ്ടുവരുന്നു. ക്ലാസ് മുറിയിൽ പരീക്ഷണം നടത്തി മറ്റേ എന്താണ് ഈ അധ്യാപക പരിശീലന പരിപാടികളിലൊക്കെ, സ്കൂൾ അധ്യാപക പരിശീലന പരിപാടികളിലൊക്കെ ചെല്ലുന്ന ചില അധ്യാപകർ പരീക്ഷ നടത്തുന്നതിനെ കുറിച്ച് കുട്ടികൾ ക്ലാസ് എടുക്കാറുണ്ട്. എന്ന മട്ടിലുള്ള പരീക്ഷണ സംവിധാനത്തിലേക്ക് കെമിസ്ട്രി മാറുന്നു, മാത്സ് മാറുന്നു, എങ്ങനെ നിങ്ങൾക്ക് എളുപ്പമുള്ള കണക്കുകൾ ചെയ്യാം എന്ന രീതിയിലേക്ക് മാറുന്നു, എങ്ങനെ IELTS പോലെയുള്ള മറ്റേ കോഴ്സുകൾ പഠിച്ച് ജയിക്കുന്നതിനുള്ള എളുപ്പമാർഗങ്ങൾ പഠിപ്പിക്കുന്നതിനായി ഇംഗ്ലീഷ് മാറുന്നു. മത്സര പരീക്ഷയിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു PSC പരീക്ഷ എങ്ങനെ മനോഹരമായി എഴുതാം എന്ന് പഠിപ്പിക്കുന്ന കോഴ്സുകളായി മലയാളം മാറും. അങ്ങനെ നമ്മൾ വിജ്ഞാനത്തെ ഒരു ഘട്ടത്തിൽ കണ്ടിരുന്ന എല്ലാ അതിന്റെ ഒരു ഗരിമയെയും വേറൊരു തരത്തിൽ നേർപ്പിച്ചു കൊണ്ടുവരിക എന്നതിലേക്ക് മാറുകയാണ് ചെയ്തത്. നേർപ്പിക്കുക എന്നത് ആകർഷകമാക്കുക എന്നതിന്റെ പര്യായമായി ധരിച്ചു വെച്ചത് എവിടെയാണ് എന്നതാണ് തകരാറ്. നേർപ്പിക്കലല്ല ആകർഷകം എന്ന് നമുക്കറിയാം. ആകർഷകമാക്കുക എന്നാൽ വളരെ വളരെ ആഴത്തിലൊരു കാര്യത്തെക്കുറിച്ച് അറിവുള്ള ഒരു അധ്യാപകൻ, അധ്യാപിക പഠിപ്പിക്കുമ്പോൾ, ക്ലാസ് റൂം ഇന്ററാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അസാധാരണമായ അനുഭവമാണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ക്ലാസ് റൂം ഇന്ററാക്ഷൻ എങ്കിൽ അത് മാറുകയും നിങ്ങൾ പരമാവധി നേർപ്പിച്ചു കൊടുക്കുക, അത് ഓൺലൈനിൽ കൊടുത്താലും മതി എന്ന അർത്ഥത്തിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ ഈ നേർപ്പിക്കലിന്റെ അപകടകരമായ സന്നിധി നിലനിൽക്കും. അങ്ങനെ ഫ്രഞ്ച്, ജർമ്മൻ കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വിദേശത്തേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇംഗ്ലീഷ് പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പലപ്പോഴും സ്പോക്കൺ ഇംഗ്ലീഷ് പോലെയുള്ള IELTS പോലുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്നതിലേക്ക് മാറുന്നു. മലയാളം മത്സര പരീക്ഷയ്ക്ക് കുട്ടികളെ തയ്യാറെടുപ്പിക്കുന്നതിലേക്ക് മാറുന്നു. ഇതൊന്നും ആവശ്യമില്ലാത്ത ഘടകമാണെന്നുള്ളതല്ല, മറിച്ച് ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്ന മേഖലയിൽ നടപ്പാക്കുന്ന വലിയൊരു ആശയവുമായി ഇത് എത്ര കണ്ട് ചേർന്ന് പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇനി നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മറ്റൊരു പരിഷ്കരണത്തിന്റെ മറ്റൊരു വലിയൊരു തകരാറിലേക്ക് പോകുന്നത് ഇതിന്റെ രണ്ടാം ഭാഗമായി പറയാം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു സംഗതി ഭാഷയും സാഹിത്യവുമായി ബന്ധപ്പെട്ട മേഖലയാണ്. നിങ്ങൾക്കറിയാം, ഇതിന്റെ ഒരു സ്ട്രക്ചറിലൊക്കെ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഈ സ്ട്രക്ചറിൽ ഒരു ഘടനയിൽ മാറ്റം വരുന്നതിന്റെ ഭാഗമായി ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മുൻപ് പഠിച്ചിരുന്നത് ഒരു കോർ പേപ്പർ പഠിക്കും, 2 കോംപ്ലിമെന്റർ പേപ്പർ പഠിക്കും, ഒരു ഭാഷാ വിഷയം, ഒരു മലയാളം ഓർ ഇംഗ്ലീഷ് മലയാളം ഓർ ഹിന്ദി, സംസ്കൃതം തുടങ്ങിയിട്ടുള്ള ഒരു അഡീഷണൽ ലാംഗ്വേജ് പഠിക്കും. പിന്നീട് അവർ പഠിക്കുന്നത് 2 ഇംഗ്ലീഷ് പേപ്പറുകളും പഠിക്കുക എന്നുള്ളതായിരുന്നു. ഇത് മുഴുവൻ ഇല്ലാതാവും. ഇല്ലാതായതിനു ശേഷം അവിടേക്ക് വരുന്നത് ഏതെങ്കിലും 2 ഭാഷ പഠിക്കുക എന്നുള്ളതാണ്. ഒന്ന് ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് കമ്പൽസറി ആയി. മറ്റൊന്ന് മലയാളമോ ഹിന്ദിയോ അറബിയോ തമിഴോ സംസ്കൃതമോ ഏതെങ്കിലും ഭാഷ 2ാം ഭാഷയായി പഠിക്കാമെന്നുള്ളതാണ്. ഇവിടെ സംഭവിച്ചത് ഭാഷാ വിഷയങ്ങൾ അത് സംബന്ധിച്ച് ഒരു അറിവിന്റെ വലിയ പ്രശ്നമുണ്ട്. ഭാഷാ വിഷയങ്ങൾ വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ടതല്ല എന്നൊരു ധാരണ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ ധാരണ ഉറപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ശാസ്ത്രത്തിലോ മറ്റു മേഖലകളിലോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപകരോ വിദ്യാഭ്യാസ ചിന്തകരോ ഒക്കെ കരിക്കുലം തയ്യാറാക്കുന്ന സമയത്ത്, വിദ്യാഭ്യാസ പോളിസി നയം തയ്യാറാക്കുന്ന സമയത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഭാഷാ വിഷയങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിച്ചാൽ അവരുടെ തനത് വിഷയം, അവരുടെ സ്പെഷ്യലൈസേഷൻ, അവരുടെ പ്രധാന വിഷയം പഠിക്കുന്നതിനുള്ള സമയം നഷ്ടപ്പെടുമെന്നതിനാൽ നിങ്ങൾ ഭാഷാ വിഷയത്തിന് വേണ്ടി അധികം സമയം കളയേണ്ടതില്ല എന്ന് പറയുന്നിടത്താണ് ഭാഷാ വിഷയത്തിന് സമയം കുറഞ്ഞു വരുന്നത്. ഇനി ഭാഷാ വിഷയം പഠിക്കുന്നതും ശാസ്ത്രം പഠിക്കുന്നതുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കൂടി ആലോചിക്കണം, അല്ലെങ്കിൽ ശാസ്ത്രമോ മറ്റേതെങ്കിലും വിജ്ഞാന മേഖലയോ പഠിക്കുന്നതുമായി. ഇനി ഭാഷ പഠിക്കുന്നത് തന്നെ എടുക്കൂ. മലയാള ഭാഷ പഠിക്കുക എന്നാൽ മലയാളം അക്ഷരമാല പഠിക്കുക എന്നല്ല അർത്ഥം. മലയാള ഭാഷ പഠിക്കുക എന്നാൽ മലയാള ഭാഷയിൽ, മലയാളം മീഡിയത്തിൽ, മലയാളം മാധ്യമത്തിൽ മറ്റ് വിജ്ഞാന ശാഖകൾ അറിയുക എന്നാണ് അർത്ഥം. അറബി പഠിക്കുക എന്നാൽ അറബി മീഡിയം ഉപയോഗിച്ചുകൊണ്ട് അറബി സാഹിത്യവും അറബി വിജ്ഞാന മേഖലകളും മറ്റു വിജ്ഞാന മേഖലകളും പഠിക്കുക എന്നാണ് അർത്ഥം. മറിച്ച് നമ്മുടെ ഒരു വിദ്യാഭ്യാസ നയം, 4 വർഷ വിദ്യാഭ്യാസ നയം തയ്യാറാക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണം പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാന കാര്യം ഭാഷ പഠിക്കേണ്ടത് ഇല്ല, അല്ലെങ്കിൽ മലയാളമോ ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ പഠിക്കേണ്ടത് കുറച്ച് മാത്രം പഠിച്ചാൽ മതി, അത് അധ്യാപകരുടെ ജോലി പോകാതിരിക്കാനുള്ള സാധ്യത എന്നതിൽ മാത്രമാണ് അതിനെ കണ്ടത്. മറിച്ച് ഞാൻ പറയുന്നു, ഭാഷ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു ക്ലാസ് മുറിയിൽ ഏറ്റവും കാര്യമായി കരിക്കുലം സംപ്രേഷണം ചെയ്യുന്നത്? അതായത് ഒരു വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കരിക്കുലമാണ് വിദ്യാഭ്യാസത്തെ വിഭാവന ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
കരിക്കുലം പൂർണ്ണമായും മനസ്സിലാവുകയും ഈ കരിക്കുലത്തിൽ കൂടി നമ്മൾ ഡെലിവർ ചെയ്യേണ്ട വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട കാര്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കുകയും സിലബസിലൂടെ കരിക്കുലം പ്രക്ഷേപണം ചെയ്യുകയും വിനിമയം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കരിക്കുലം വിനിമയം ചെയ്യുന്നതിനൊരു ഭാഷ ആവശ്യമാണ്, കരിക്കുലം സങ്കല്പിക്കുന്നതിനൊരു ഭാഷ ആവശ്യമാണ്. നിങ്ങൾക്ക് നക്ഷത്ര വ്യൂഹം എന്ന് പറയുന്ന വാക്കിന് അർത്ഥം അറിയില്ല എങ്കിൽ നക്ഷത്ര വ്യൂഹത്തെ കുറിച്ച് സങ്കല്പിക്കാൻ അറിയില്ല എന്നുള്ളതാണ് പ്രാഥമികമായ അറിവ്. നിങ്ങൾക്ക് പഞ്ചസാര എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ പഞ്ചസാര എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാവിൽ വെള്ളം വീഴുകയോ നമുക്ക് പഞ്ചസാരയുടെ മധുരം തിരിച്ചറിയാൻ കഴിയുകയോ ചെയ്യുകയില്ല എന്നാണ്. നിങ്ങൾ പുളി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ വായിൽ വെള്ളം ഊറുന്നുണ്ട് എങ്കിൽ പുളി എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് അറിയുന്നത് കൊണ്ടും പുളി എന്ന വസ്തുവിനെ നമ്മൾ ആ ഭാഷയിലൂടെ തിരിച്ചറിയുന്നത് കൊണ്ടുമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ ഭാഷയ്ക്ക് പുറത്ത് ഒരു തരത്തിലുള്ള വ്യവഹാരവും സാധ്യമല്ല. ഭാഷയ്ക്ക് പുറത്ത് വിജ്ഞാനം സാധ്യമല്ല, ശാസ്ത്ര പഠനം സാധ്യമല്ല, സാങ്കേതിക പഠനം സാധ്യമല്ല. അപ്പൊ ഭാഷയെ ഉറപ്പിച്ചുകൊണ്ട് മാത്രമേ ഏതെങ്കിലും മേഖലയിൽ പഠനം സാധ്യമാവുകയുള്ളൂ എന്നിരിക്കെ ഭാഷയെ അവഗണിച്ചുകൊണ്ട്, ഭാഷയെ മാറ്റിവെച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പഠനത്തിലേക്ക് പോകുന്നത് അങ്ങേയറ്റം അപകടകരമായ ഒരു സ്ഥിതിയാണ് ഉണ്ടാവുക. ഇനി അത് കേവലം ഭാഷ എന്നുള്ള അർത്ഥത്തിലാണ് ഇതിനെ കാണുന്നതെങ്കിൽ ഭാഷ പഠിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം സാഹിത്യം തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം MG യൂണിവേഴ്സിറ്റി സിലബസ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതിൽ ചില വാക്കുകളെ എടുത്തു പറഞ്ഞുകൊണ്ട് ചില സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയുണ്ടായി. സ്ഥലികത എന്നൊക്കെ പറയുന്ന ചില വാക്കുകൾ, എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കാൻ പാടുണ്ടോ, അത് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകുമോ എന്നൊക്കെയുള്ള സംഗതി ചോദിച്ചുകൊണ്ടാണ് തർക്കം വന്നത്. അപ്പോ 4ാം ക്ലാസ്സിലെ ഭാഷയല്ല ഡിഗ്രി തലത്തിലെ ഭാഷ, അതല്ല ഒരുപക്ഷെ ഒരു ഭാഷ വൈജ്ഞാനികമായി മാറുന്നതനുസരിച്ച് പുതിയ പുതിയ പദാവലികളും പുതിയ പുതിയ പദസമ്പത്തുകളും അതിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യണം എന്നത് വളരെ പ്രധാനമാണ്. രാമായണം വായിച്ചിട്ട് എത്ര പേർക്ക് മനസ്സിലായിരുന്നു? എന്നിട്ട് നമ്മളെല്ലാവരും രാമായണം വായിച്ചു, വീടുകളിലൊക്കെ രാമായണം വായിക്കുന്നുണ്ടല്ലോ. ഒരു ഭാഷ, ഒരു കാര്യം മനസ്സിലായില്ല എങ്കിൽ ഭാഷാപരമായി നമുക്ക് അതിന്റെ പരിമിതി ഉണ്ട് എന്നും ആ ഭാഷയിൽ പറയുന്ന വാക്കുകൾ നമ്മൾ മനസ്സിലാക്കിയാൽ അതിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് കഴിയും എന്ന വിജ്ഞാനം നമുക്ക് ഇതുവരെ ഉണ്ടാകുന്നില്ല. മറിച്ച് ഭാഷ എന്തോ തകരാറ് പിടിച്ചൊരു സംഗതിയാണ് എന്നും മറ്റ് ശാസ്ത്ര വിഷയങ്ങളും സാങ്കേതിക വിഷയങ്ങളും അത്രമേൽ തകരാറുള്ള ഒന്നല്ലെന്നും നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഭാഷയിലൂടെ അല്ലാതെ നമുക്ക് വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല, ഭാഷയിലൂടെ അല്ലാതെ നമുക്ക് സൈബർ ലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. സൈബർ ലോകത്തെയോ വെബ്സൈറ്റ് എന്ന് പറയുന്ന ആശയത്തെയോ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ആശയത്തെയോ നമ്മൾ മനസ്സിലാക്കുന്നത് ഭാഷയിലൂടെയാണ്. അപ്പൊ അത്രമേൽ പ്രധാനമായ ഭാഷാ പഠനത്തിന് വേണ്ടി എത്ര സമയം മാറ്റിവെക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭാഷാ പഠനത്തിന് വേണ്ടി നിലവിലുണ്ടായിരുന്ന മണിക്കൂറുകൾ പകുതിയായി വെട്ടിച്ചുരുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഭാഷാ പഠനത്തിന് വേണ്ടി നാല് സെമസ്റ്ററുകളിലായി തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന സമയം 2 സെമസ്റ്ററുകളിലേക്ക് കുറവ് ചെയ്തിരിക്കുന്നു. പകരം ഭാഷാ അധ്യാപകർക്ക് മറ്റൊരു സാധ്യത നൽകിയിരിക്കുന്നു. മൾട്ടി ഡിസിപ്ലിനറി ബഹുവൈജ്ഞാനിക വിഷയങ്ങൾ പഠിപ്പിക്കാം. ബഹുവൈജ്ഞാനിക വിഷയവുമായി ബന്ധപ്പെട്ട ചില കോഴ്സുകൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യാം, തുറന്നു വയ്ക്കാം. സ്കിൽ എൻഹാൻസ്മെന്റ്, തൊഴിൽ നൈപുണ്യവുമായി ബന്ധപ്പെട്ട ചില കോഴ്സുകൾ, ചില പഠന വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിക്കാം. വാല്യൂ അഡീഷൻ, അതിനെന്താണ് ചില മൂല്യവർദ്ധിത സാഹചര്യത്തിൽ ജീവിക്കാൻ ആവശ്യമായ ചില കോഴ്സുകൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യാം. ഒരുപക്ഷെ ഇത് വലിയ സാധ്യതയാണ്. ഒരു അർത്ഥത്തിൽ നിരന്തരമായി നമ്മൾ രാമായണം മുതൽ ആധുനിക കവിത വരെ പഠിപ്പിച്ചിരുന്ന 4 സെമസ്റ്റർ കൊണ്ട് പഠിപ്പിച്ചിരുന്ന വ്യവസ്ഥയെ മാറുകയും ഒരു മൂല്യവർദ്ധിത കോഴ്സിനെ കുറിച്ച് ആലോചിക്കുകയും ഒരു മൾട്ടി ഡിസിപ്ലിനറി വൈജ്ഞാനികമായ ഒരു വിഷയം മലയാളത്തിലൂടെ പഠിപ്പിക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന വലിയ സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്നിടുന്നുണ്ട്. അക്കാര്യത്തിലൊന്നും സംശയമില്ല. അത്തരം ചില അന്വേഷണങ്ങൾ അധ്യാപകർ നടത്തുകയും അത്തരം ചില അന്വേഷണങ്ങളിലൂടെ സിലബസിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് എടുത്ത് പരിശോധിച്ചു, കേരള യൂണിവേഴ്സിറ്റിയുടെ സിലബസ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ MG സിലബസ് ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ അത്തരം ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം മലയാളം എന്നത് ഭാഷയുടെ അപ്പുറത്തേക്ക് ബഹുവൈജ്ഞാനികമായ അന്തർവൈജ്ഞാനികമായ വിഷയമേഖലകളെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തമായ കെൽപ്പുള്ള ഒരു ഭാഷയാണ് എന്ന അർത്ഥത്തിലേക്ക് വളർത്തിയെടുക്കുവാൻ നമുക്കിത് കഴിയും. അതിനൊന്നും ഒരു സംശയമില്ല. മറിച്ച് ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് പഠിക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് പ്രശ്നം. എങ്ങനെയാണ് ആകർഷിക്കുക? ഈ ആകർഷകം നേർപ്പിച്ചാവുന്നു എന്നുള്ളതെടുത്ത് വലിയ പ്രശ്നമുണ്ട്. നേർപ്പിക്കാതിരിക്കുകയും വിജ്ഞാനത്തെ പ്രധാനമായി കാണുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് കോഴ്സുകൾ നമുക്ക് വിഭാവന ചെയ്യാൻ കഴിയണം എന്നൊരു വെല്ലുവിളി അധ്യാപകർ ഏറ്റെടുക്കുന്നുണ്ട്, പലയിടത്തും നടക്കുന്നുണ്ട്. അത് മറ്റൊരു മേഖലയാണ്.
അപ്പം ഈ എന്താണ് നിലവിലുണ്ടായിരുന്ന സെക്കൻഡ് ലാംഗ്വേജ് എന്ന അർത്ഥത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്ന എന്താണ് ഭാഷാ പഠനത്തിന്റെ സമയം നേരെ പകുതിയായി കുറയുകയും മറിച്ച് ഭാഷ ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിക്കാവുന്ന വിഷയങ്ങളുടെ സാധ്യത ഒരു ഭാഗത്ത് നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഭാഷാ പഠനത്തിന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം. ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കേരള ചരിത്രം, നവോത്ഥാന ചരിത്രം ഒരു പാഠ്യ വിഷയമാണ്. കേരള നവോത്ഥാന ചരിത്രം പഠിപ്പിക്കുന്നത് ഭാഷ വിഷയം പഠിപ്പിക്കുന്ന ആളുകളാണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവർ, സംസ്കൃതം പഠിപ്പിക്കുന്നവർ, ഹിന്ദി പഠിപ്പിക്കുന്നവർ, മലയാളം പഠിപ്പിക്കുന്നവർ എല്ലാം ഭാഷാ വൈജ്ഞാനിക കേരളത്തിന്റെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് കോഴ്സുകൾ ഓഫർ ചെയ്യാം, നമുക്ക് നൽകാം. അതിലേക്ക് വിദ്യാർത്ഥികൾ വരുന്നത് നമ്മൾ നൽകുന്ന കോഴ്സിന്റെ പ്രത്യേകതകൾ അനുസരിച്ചായിരിക്കും എന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് വിദ്യാർത്ഥികളെ മൾട്ടി ഡിസിപ്ലിനറി ബഹുവൈജ്ഞാനിക മേഖലകളിലേക്കും മൂല്യവർദ്ധിത മേഖലകളിലേക്കും ഒക്കെ വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്ന തരത്തിലേക്ക് നമുക്ക് പുതിയ കോഴ്സുകൾ ഡിസൈൻ ചെയ്ത് നൽകാൻ കഴിയുമെന്ന വലിയൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അക്കാര്യത്തിൽ നമുക്ക് സംശയം ഉന്നയിക്കാൻ കഴിയില്ല. പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ഇങ്ങനെ ചില സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതൊരു സാധ്യതയാണ്. മറിച്ച് ഈ സാധ്യതകളെ മുഴുവൻ റദ്ദ് ചെയ്യുന്ന വേറെ ചില മേഖലകൾ കൂടിയുണ്ട്. അത് പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച ഭാഷയും സാഹിത്യവും എന്ന വിഷയത്തിൽ നിന്ന് നമ്മൾ എത്രമാത്രം പുറത്തു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ മലയാളം ഐച്ഛികമായി എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒന്നാം വർഷം ഒന്നാം സെമസ്റ്ററിൽ അവർ പഠിക്കുന്നത് ഒരു മേജർ കോഴ്സാണ്. പിന്നീട് അവർ മുമ്പ് പഠിച്ചിരുന്ന കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ കേരള കൾച്ചർ അല്ലെങ്കിൽ കേരള പഠനം എന്ന് പറയുന്ന ഒരു പേപ്പറാണ് പഠിച്ചിരുന്നത്. അതിനോടൊപ്പം സംസ്കൃതത്തിന്റെ ഒരു പേപ്പറും പഠിച്ചിരുന്നു. അങ്ങനെ 4 പേപ്പറാണ് ഒരു സമയത്ത് പഠിക്കേണ്ടത്. ഇനി പറയുന്നു, ഗവൺമെന്റ് പറയുന്നു, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ പറയുന്നു, യൂണിവേഴ്സിറ്റികൾ പറയുന്നില്ല. അത് പ്രത്യേകം നോക്കേണ്ടതാണ്. ഒരു പേപ്പർ മലയാളം പഠിക്കണം, ബാക്കി 2 പേപ്പർ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം, പക്ഷെ നിങ്ങൾ ഒരു കാരണവശാലും മലയാളത്തിൽ നിന്ന് പഠിക്കാൻ പാടില്ല. നിങ്ങൾ മറ്റേത് വിഷയം വേണമെങ്കിലും പഠിക്കാം, പക്ഷെ മലയാളത്തിൽ നിന്ന് പഠിക്കാൻ പാടില്ല. അവിടെയാണ് പ്രശ്നം. ഇനി പല കോളേജുകളിലും ഒരു മലയാളവും കൊമേഴ്സും ഫിസിക്സും മാത്രമുള്ള കോളേജിൽ എന്ത് ചെയ്യും? വിദ്യാർത്ഥികൾ മലയാളത്തിന്റെ ഒരു പേപ്പർ പഠിക്കുകയും ഫിസിക്സിന്റെ ഒരു പേപ്പർ പഠിക്കുകയും കൊമേഴ്സിന്റെ ഒരു പേപ്പർ പഠിക്കുകയും ചെയ്താൽ മാത്രമേ അയാൾക്ക് ഡിഗ്രിയുടെ 1ാം വർഷം കടക്കാൻ കഴിയൂ. നേരത്തെ ഇതിന്റെ ആമുഖത്തിൽ ഡിസ്റ്റൻസ് സൂചിപ്പിച്ചതുപോലെ ആഴത്തിലുള്ള പഠനം എന്നതിനെ ഇവിടെ ഇല്ലാതാക്കുകയാണ്. ആഴത്തിലുള്ള പഠനം നിന്ന് മാറ്റുകയും ഒരു അവിയൽ രീതിയിലുള്ള പഠനത്തിലേക്ക് വിദ്യാർത്ഥികളെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. ഇപ്പം മലയാളം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മലയാള നോവൽ എന്ന് പറയുന്ന ഒന്നാം സെമസ്റ്ററിലെ ഒരു കോഴ്സ് പഠിക്കുകയും ഒപ്പം കേരള ചരിത്രത്തിന്റെ ഒരു ഭാഗം പഠിക്കുകയും സംസ്കൃതം ആവശ്യമുണ്ടെങ്കിൽ സംസ്കൃതത്തിന്റെ ഒരു ഭാഗം പഠിക്കുകയും പഠിക്കാതിരിക്കുന്നത് അവരുടെ ചോയ്സാണ്. ക്ലീൻ ചെയ്യാനുള്ള അവകാശം വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുക്കുന്നില്ല. മറിച്ച് ഇന്നത് മാത്രമേ പഠിക്കാവൂ എന്ന് വിദ്യാർത്ഥികളെ നിഷ്കർഷിക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തു. അതായത് തെരഞ്ഞെടുപ്പുണ്ട്, വിദ്യാർത്ഥികൾക്ക് വലിയ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കാതിരിക്കുക എന്നതാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഗൂഢമായി നടപ്പാക്കുന്ന മറ്റൊരു. അതുവഴി നമ്മൾ 3 വർഷം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥി 4 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ലക്ഷ്യമിടുന്നത് ഒരു വർഷം PG കൂടി പഠിച്ച് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥിയുടെ നിലവാരം കുട്ടികൾക്ക് ഉണ്ടാവണം എന്നാണ്. എങ്കിൽ നിലവാര ചോർച്ച സംഭവിച്ച കുട്ടികളാണ് പുറത്തിറങ്ങുന്നത്. 1ാം സെമസ്റ്ററിൽ മുതൽ 2ാം സെമസ്റ്ററിൽ അവർ ഭാഷയിലെ അവരുടെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട 2 പേപ്പർ മാത്രമേ പഠിക്കൂ. ഇതുകൊണ്ട് ഈ 2 പേപ്പർ കൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലാണ് അവരുടെ വിഷയത്തോട് താല്പര്യം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ആഴത്തിലുള്ള പഠനത്തിന് സാധ്യത കുറവാണ്. ആഴത്തിലുള്ള പഠനം അവർ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ പഠനത്തെ നേർപ്പിച്ചെടുക്കുക എന്നൊരു പ്രവൃത്തി ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ യൂണിവേഴ്സിറ്റികളും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ രീതിയിൽ തന്നെ പഠിപ്പിച്ചു വരുമ്പോൾ നമുക്ക് പുതിയതൊന്ന് തേടി കൂടുതൽ അറിവ് തേടി ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യതകൾ ഇല്ലാതായി. അതായത് സർവകലാശാലകൾക്ക് ഉണ്ടായിരുന്ന അനന്യത ഇവിടെ ഇല്ലാതാവുന്നു, യൂണിക്നെസ് ഇല്ലാതാവുന്നു. പകരം എല്ലാം ഒരുപോലെ ഒരേ അച്ചിൽ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമായി മാറുന്നു. ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. ഒരു ഭരണകൂടത്തിന് വിദ്യാഭ്യാസത്തിന്റെ സ്ട്രക്ചർ ഇതാണ് എന്ന് നിർദ്ദേശിക്കാം. പക്ഷെ അതിന്റെ ഉള്ളടക്കം ഇതാണ് എന്ന് നിർദ്ദേശിക്കുന്ന ഫാസിസമാണ്. NEP നടപ്പാക്കുമ്പോൾ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കുമ്പോൾ അതിൽ പ്രധാനമായി നമ്മൾ പറഞ്ഞിരുന്നത്, നമ്മളതിനെ എതിർക്കാൻ കാരണം ഒരു സ്ട്രക്ചർ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതോ നിങ്ങൾ സമ്മതിക്കാം. നിങ്ങൾ ഭരണകൂടം എന്ന നിലയിൽ നിങ്ങൾ ഒരു സ്ട്രക്ചർ മുന്നോട്ട് വയ്ക്കുന്നു, നമ്മൾ സമ്മതിക്കാം. പക്ഷേ ഈ സ്ട്രക്ചറിനുള്ളിൽ എന്ത് പഠിപ്പിക്കണമെന്ന് നിങ്ങൾ നിർദ്ദേശിക്കുന്നത് ഫാസിസമാണ്. ഇന്ത്യ ഒരു വൈവിധ്യമാർന്ന പ്രദേശമാണ്. ഇവിടെ ഓരോ പ്രദേശത്തും വ്യത്യസ്തമാണ് അറിവിന്റെ മേഖലകൾ, വിജ്ഞാന മേഖലകൾ വ്യത്യസ്തമാണ്, അറിവാർജിക്കുന്ന രീതി വ്യത്യസ്തമാണ്. അതിനാൽ ഇത് പഠിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കണം, ഏത് വിഷയം പഠിപ്പിക്കണമെന്ന് അതാത് മേഖലയിലുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും
സർവകലാശാലകളും തീരുമാനിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് ഇന്ന് വരുമ്പോൾ സർവകലാശാലകൾക്ക് ഇന്ന് കേരളത്തിൽ നടപ്പാക്കുമ്പോൾ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് നടപ്പാക്കുന്നത്. സർവകലാശാലകളുടെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും റദ്ദു ചെയ്തിരിക്കുന്നു. സർവകലാശാലകൾക്ക് കുറച്ച് കോഴ്സൊക്കെ ഓഫർ ചെയ്യാം, പക്ഷെ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണമെന്ന് പൂർണ്ണമായും തീരുമാനിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റായി മാറിയിരിക്കുന്നു. കേരളത്തിലെ കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന അധ്യാപകരുടെ എന്താണ് ഏതൊക്കെ വിഷയങ്ങൾ പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നതെല്ലാം ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒപ്പിടുന്ന ഉത്തരവുകളിലൂടെ ആവുന്നു എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. ഈ ജനാധിപത്യ വിരുദ്ധത ഒരു വിദ്യാഭ്യാസ സങ്കല്പത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസ സങ്കല്പത്തെ ആ ഒരൊറ്റ കാരണം കൊണ്ട് തീർക്കപ്പെടണം. അതുകൊണ്ടാണ് കേരളത്തിൽ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിക്ക് വലിയ തോതിലുള്ള ജനാധിപത്യ വിരുദ്ധതയുണ്ട്, തകരാറുകളുണ്ട് എന്ന് നമ്മൾ നിരന്തരം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. മറ്റൊന്ന്, ഈ വിദ്യാഭ്യാസ പദ്ധതി തിങ്കളാഴ്ച നടപ്പാക്കുമ്പോഴേക്കും നമ്മുടെ മുമ്പിലുള്ള ഒരു ഒട്ടനവധി പ്രതിസന്ധികളുണ്ട്. ഒന്ന്, തൊഴിലുമായി ബന്ധപ്പെട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ആശയമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. തൊഴിൽ പരിശീലനം നടക്കുന്നു, തൊഴിൽ നൈപുണ്യ വികസനം നടക്കുന്നു, ഏതെങ്കിലും ഒരു തൊഴിൽ വിദ്യാർത്ഥിക്ക് നേടാം എന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസത്തെ ക്രമീകരിക്കുന്നു. ഈ ആശയമൊക്കെ ഗംഭീരമാണ്. പക്ഷെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന 5 വർഷത്തേക്ക് ഒരു തൊഴിലവസരം പോലും സൃഷ്ടിക്കപ്പെടുകയില്ല എന്ന ഒരു വലിയ നഗ്നമായ സത്യം നിലനിൽക്കുമ്പോൾ നിങ്ങൾ നൽകാത്ത തൊഴിൽ പിന്നെ ആരും നൽകണം എന്നാണ് പറയുന്നത് എന്നൊരു മറുചോദ്യം. ഭരണകൂടം എന്നത് ഏതെങ്കിലും തരത്തിലൊരു കമ്പനി നടത്തുകയല്ല ചെയ്യുന്നത്. ലാഭനഷ്ടങ്ങൾ നോക്കിക്കൊണ്ട് ഒരു കമ്പനി നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനത്തെ അല്ല ഭരണകൂടം എന്ന് പറയുന്നത്. ഒരു ജനത്തിന്റെ സാർവത്രികമായ വെൽഫെയർ, ക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ ഭരണകൂടം എന്ന് പറയുന്നത്, ജനാധിപത്യ ഭരണകൂടം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ജനാധിപത്യത്തിന്റെ അംശങ്ങൾ ചോർന്നു പോകുമ്പോഴാണ് അതൊരു കേന്ദ്രീകൃത ഭരണ സ്വഭാവത്തിലേക്ക് വരികയും അത് ലാഭനഷ്ടങ്ങൾ കണക്കുകൂട്ടുന്ന ഒരു സ്ഥാപനമായി മാറുകയും ചെയ്യുന്നത്. ഇന്ന് ഭരണകൂടം ചെയ്യുന്ന ലാഭനഷ്ടങ്ങൾ കണക്കുകൂട്ടുന്ന ഒരു സ്ഥാപനമായി മാറുകയാണ് ചെയ്യുന്നത്. ലാഭനഷ്ടങ്ങൾ കണക്കുകൂട്ടുന്ന സ്ഥാപനമായി മാറുമ്പോൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമേ അല്ലാതായി മാറും. പിന്നീട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് സ്വകാര്യ ഏജൻസികൾ. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. സ്വകാര്യ ഏജൻസികൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ അവർക്ക് താല്പര്യമുള്ള, അവർക്ക് സാധ്യമായ വിദ്യാഭ്യാസം, അവർക്ക് താല്പര്യമായ തൊഴിൽ നൈപുണ്യം നൽകുന്ന സ്ഥാപനങ്ങളായി കോളേജുകൾ മാറേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ സ്വകാര്യ ഏജൻസികൾക്ക് വേണ്ടി തൊഴിൽ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളായി സ്ഥാപനങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ ജ്ഞാനോത്പാദനം, വിജ്ഞാനങ്ങളുടെ ഹബ്ബ് എന്നൊക്കെ പറയുന്ന ആശയം എവിടെ പോയിട്ടാണ് നിൽക്കുക? എവിടെയാണ് നമ്മൾ അതിനെ ചോദ്യം ചെയ്യുക? എവിടെയാണ് നമ്മൾ അതിനെ അഡ്രസ് ചെയ്യുക? ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. തൊഴിൽ മേഖല എന്നത് തന്നെ വലിയ അസംബന്ധമായി മാറുകയാണ് ചെയ്യുന്നത്. എവിടെയാണ് തൊഴിൽ മേഖല സൃഷ്ടിക്കാൻ പോകുന്നത്? നമ്മുടെ പൊതുമേഖലയിൽ ഒരു ഭരണകൂടം തൊഴിൽ മേഖല ഉറപ്പു നൽകുമ്പോൾ ഭരണകൂടത്തിന്റെ പൊതുമേഖലയിൽ ഭരണകൂടത്തിന് ഉറപ്പുള്ള സ്വകാര്യ സംരംഭങ്ങളിലൊക്കെയാണ് നമുക്ക് തൊഴിലുറപ്പ് നൽകാൻ കഴിയേണ്ടത്. സ്വകാര്യ മേഖലകൾ സജീവമാകുമെന്നും അങ്ങനെ അവിടേക്ക് ധാരാളമായി തൊഴിലാളികളെ ആവശ്യമുണ്ട് എന്നും ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട്, സ്വപ്നം കണ്ടുകൊണ്ട് ഒരു വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നതിൽ എന്താണ് പ്രയോജനമുള്ളത്? മറിച്ച് എല്ലാ തൊഴിലിനും ഭാഗമായ, എല്ലാ വിജ്ഞാനത്തിനും ഭാഗമായ, ഏത് തൊഴിലിലേക്കും നയിക്കപ്പെടാൻ സാധ്യതയുള്ള, ഏത് അറിവും നേടാൻ സാധ്യതയുള്ള തരത്തിലേക്ക് വിദ്യാഭ്യാസത്തെ ക്രമീകരിക്കുക എന്ന വലിയ ആശയത്തിന് വലിയ ചോർച്ച സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സർവകലാശാല എന്ന് പറയുന്ന സങ്കല്പം തന്നെ വേറൊർത്ഥത്തിൽ മാറുകയാണ്. സർവകലാശാലകൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ കേരളത്തിലെ സർവകലാശാലകൾ പുറത്തിറക്കിയ ഒരേ ഒരു ഉത്തരവ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധ്യാപകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ടെന്നും മുഴുവൻ ആളുകളും TV ക്യാൻസൽ ചെയ്ത് അതിൽ പങ്കെടുക്കണമെന്ന് പറയുന്ന ഉത്തരവാണ്. മറിച്ച് വിദ്യാഭ്യാസത്തെ മുന്നോട്ട് നയിക്കുന്നതിനാവശ്യമായ ഏതെങ്കിലും ഒരു ഉത്തരവ് ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്ന് പുറത്തു വന്നില്ല. ഇനി നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവുക എന്നുള്ള പ്രധാനമാണ്. കേരള സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ കേരള സർവകലാശാല വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും 4 കത്തുകൾ വീതം എഴുതി. ഈ പദ്ധതി ആരംഭിക്കുന്ന ഘട്ടം മുതൽ ഇതുവരെ അതെല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരുമിച്ചാക്കിക്കൊണ്ടാണ് ഞാൻ പിന്നീട് ട്രൂ കോപ്പിയിൽ ഒരു ലേഖനം എഴുതിയത്. പല സമയത്തുള്ള ആശങ്കകൾ എഴുതി. ഒരു കത്തിന് പോലും മറുപടി തരാൻ സർവകലാശാലകൾ കഴിഞ്ഞിട്ടില്ല. കാരണം അവർക്കുള്ളിൽ ഇപ്പോഴും ഇത് വ്യക്തമായ ഒരു ആശയം പോകരുത്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നതിനെ കുറിച്ച് വളരെ തിരക്കിട്ട്
ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഉണ്ടായേക്കാവുന്ന വലിയ പ്രതിസന്ധികൾ എന്താണ് എന്ന് പ്രാഥമികമായി പരിശോധിക്കാനുള്ള ശ്രമം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനത്തിനുള്ളിൽ നടക്കുന്നില്ല എന്നാണ്. അതിൽ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാവുന്ന ആളുകളായിട്ടുള്ള വിദ്യാർത്ഥികളും പൊതുസമൂഹവും, അവരുമായിട്ടുള്ള സംവാദങ്ങൾ നടക്കണം, അധ്യാപകരുമായിട്ടുള്ള സംവാദങ്ങൾ നടക്കണം. ഒന്നും നടന്നിട്ടില്ല. എന്നു മാത്രവുമല്ല, ഏറ്റവും അവസാനം ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളും പ്രധാനപ്പെട്ട അധ്യാപക സംഘടനകളും എല്ലാം ഈ പദ്ധതി നടപ്പാക്കുന്ന സംവിധാനത്തിന് പുറത്താണ്. ചില ആളുകൾ മാത്രമാണ് അതിനകത്തുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ വലിയ പരാജയമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് വേറെ തരത്തിൽ നമുക്ക് ഒരു മാറ്റം എപ്പോഴും വിമർശനാത്മകമായിരിക്കുമ്പോഴും അത് മാറ്റമാണ് എന്ന തരത്തിൽ അതിൽ നമുക്ക് ഇടപെടുന്നതിനും തിരുത്തുന്നതിനും ഒരുപാട് അവസരങ്ങൾ നൽകുമെന്നത് പ്രധാനമാണ്. ഒരു മാറ്റം ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് നമുക്കൊരു വിഷയത്തിൽ ഇടപെടുകയും അതിൽ പരിഷ്കരണം നടത്തുകയും അതിൽ ചില നിർദ്ദേശങ്ങൾ വെക്കാൻ കഴിയുന്നത്. ഉറച്ചുപോയ ഒരു കാര്യത്തിൽ നമുക്ക് പലപ്പോഴും ഇടപെടാൻ കഴിയില്ല. ഒരു വലിയ തകരാറിലൂടെ കടന്നുപോയെന്നാണ് CBCSS, അതായത് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം എന്ന് പറയുന്ന ഒരുപാട് തകരാറുകൾ ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ്. അത് ഉറച്ചു പോയത് കൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഇടപെടാനോ തിരുത്തുന്നതിനോ നമുക്ക് കഴിയുമായിരുന്നില്ല. മറിച്ച് ഇതിപ്പോൾ നടപ്പാക്കാൻ പോകുന്നതേ ഉള്ളൂ. ആശങ്കകൾ എല്ലായിടത്തും നിലനിൽക്കുന്നു. ഈ ആശങ്കകളെ പെരുക്കിയെടുക്കുകയും ആശങ്കകളെ സംവാദങ്ങളാക്കുകയും ആശങ്കകളെ സമൂഹത്തിന് മുന്നിൽ ഉന്നയിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിനകത്ത് ഇടപെടാൻ കഴിയൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ സംവാദങ്ങൾ സമയമുഖങ്ങളായി മാറുകയും നമ്മൾ ആഴത്തിൽ ഈ വിഷയത്തെ പഠിക്കുകയും ഇതിന്റെ എല്ലാ മേഖലകളെ പഠിക്കുകയും നിരന്തരമായി എഴുതുകയും ചോദ്യം ചോദിക്കുകയും ചെയ്യുന്ന ആളുകളായി മാറുക എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ചില ഘട്ടങ്ങളിൽ ചില അധികാര സ്ഥാപനങ്ങൾക്ക് അവരുടെ ധാർഷ്ട്യം പെരുകും. ആ ധാർഷ്ട്യത്തിന്റെ ഭാഗമായി നിങ്ങൾ ഇന്നലെ പഠിക്കാൻ പാടുള്ള തരത്തിലുള്ള ഉത്തരവുകളൊക്കെ വന്നേക്കാം. പക്ഷെ നമ്മൾ അതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. മറിച്ച് സംവാദങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ വിദ്യാർത്ഥി ഐക്യവേദി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു സംവാദം വയ്ക്കുക എന്നുള്ളതാണ്. ആ സംവാദം വളരെ പ്രധാനമാണ്, അർത്ഥവത്താണ് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ വിചാരിക്കുന്നു പ്രാഥമികമായി ഇത്തരം വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു എന്നാണ്. വളരെ ദീർഘമായി ഞാൻ സംസാരിച്ചു പോവുകയും മറ്റുള്ള സംസാരത്തിന് അവസരം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയം തന്നെയാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ടും ഞാനിതിവിടെ നിർത്തുകയാണ്. കാരണം നമുക്ക് സംസാരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നുള്ള തോന്നലാണ് ഞാൻ ഏകപക്ഷീയമായി ഈ സംഭാഷണം അവസാനിക്കുകയും സംവാദത്തിന് വേണ്ടി തുറക്കുകയും ചെയ്യും. നന്ദി മാഷെ. മാഷയുടെ വളരെ കൃത്യമായിട്ട് നമ്മളിപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കിയിട്ടുണ്ട്. മാഷ് സൂചിപ്പിച്ചു പോയ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ചുരുക്കി പറയാം. അതിൽ പ്രധാനപ്പെട്ടത് നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വിമർശനാത്മകമായി നോക്കാൻ ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ള പരിഷ്കരണങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു പഠനത്തിന്റെ പ്രാഥമിക രീതിശാസ്ത്രം പോലും ഈ പറയുന്ന റിപ്പോർട്ടുകൾ പാലിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നിൽക്കുന്നു. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഘടനയിലേക്ക് വിദ്യാഭ്യാസം മാറ്റുക, വിദേശത്തേക്ക് വിദ്യാർത്ഥികളെ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള സ്ഥാപനങ്ങളായി മാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറ്റുക എന്നുള്ളതാണ് നിലവിൽ നടക്കുന്നത്. അത് 80കളോ 90കളോ മുതൽ ഉണ്ടായിട്ടുള്ള ആഗോള മുതലാളിത്തത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നയമായിട്ടൂടെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ മറ്റൊന്ന്, വിദ്യാഭ്യാസം തേടിയാണ് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത് എന്ന് ഈ പറയുന്ന പരിഷ്കരണത്തിന്റെ സംഘാടകർ പറയുന്ന വാദം തെറ്റാണെന്നും മറിച്ച് തൊഴിൽ തേടിയാണ് അവർ പോകുന്നത് എന്ന നിലയ്ക്ക് മാഷ് അവതരിപ്പിക്കുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യം പരാജയപ്പെടുത്തുന്നിടത്ത് പുതിയൊരു വിദ്യാഭ്യാസ പരിഷ്കരണം വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അനന്യതയാണ് പുരോഗതിയുടെ അടിസ്ഥാനം എന്നിരിക്കെ ആ അനന്യതയെ തകർക്കുകയാണ് പുതിയ വിദ്യാഭ്യാസ നയം പരിഷ്കരണങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് കൂടി നിൽക്കുന്നു. വിദ്യാഭ്യാസത്തെ ആകർഷകമാക്കുക എന്ന പേരിൽ അതിനെ നേർപ്പിക്കുകയും ഗവേഷണോന്മുഖമായ വിദ്യാഭ്യാസത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഭാഷാ പഠനം വലിയ വെല്ലുവിളി നേരിടുന്നു. ഭാഷാ പഠനം ഇല്ലാതാവുന്നതിലൂടെ ഇല്ലാതാവുന്നത് എല്ലാ ജ്ഞാനമേഖലകളുടെയും വളർച്ച എന്ന കാര്യം മറന്നു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ അക്കാദമിക സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുകയും എന്നാൽ ഒട്ടുമേ അത് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കം ഭരണകൂടം തീരുമാനിക്കുന്ന വിധത്തിലുള്ള ഒരു ഫാസിസമാണ് ഇവിടെ നടക്കുന്നത് എന്നും സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ആത്യന്തികമായി ബിരുദ സംഘടന എന്ന് പറയുന്ന ഇതിൽ ഒരു വലിയ ജനാധിപത്യ വിരുദ്ധത ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സർവകലാശാല എന്ന സങ്കല്പം തന്നെ ഇല്ലാതാവുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും ജനാധിപത്യ സംഘടനകളും നിലവിൽ വിദ്യാഭ്യാസ സംവിധാനത്തിന് പുറത്താണ്. ഇതിനെതിരെ നമ്മൾ നമ്മുടെ സംവാദങ്ങളെ സംരംഭങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞാണ് മാഷ് അവസാനിപ്പിച്ചത്. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് ചർച്ചകളിലേക്ക് കടക്കാം. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഈ
ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ ഈ ഒരു അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മുടെ അഭിപ്രായങ്ങൾ അത് യോജിപ്പുകളായാലും ആശങ്കകളായാലും സംശയങ്ങളായാലും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പം സംവാദത്തിന് വേണ്ടി ഇത് തുറക്കുന്നു. എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇതില് നൗഷാദ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. വാർഷിക പഠന സമ്പ്രദായത്തിൽ നിന്ന് സെമസ്റ്റർ രീതിയിലേക്ക് കോഴ്സുകൾ മാറിയത് ഏത് സാഹചര്യത്തിലാണ് എന്നൊരു ചോദ്യമുണ്ട്. അത് എനിക്ക് തോന്നുന്നു 2000 തുടക്കത്തിലാണ് സെമസ്റ്റർ രീതിയിലേക്ക് മാറുന്നത്. ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ് അങ്ങനെ സംഭവിക്കുന്നത്. അതും ഒരർത്ഥത്തിൽ ഒരു സർവകലാശാല പഠന രീതി കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. അന്നും നിർഭാഗ്യവശാൽ രാജൻ ഗുരുക്കളൊക്കെ അടങ്ങുന്ന ഒരു സമിതിയാണ് അതിലും ഉണ്ടായിരുന്നത് എന്ന് പറയേണ്ടി വരും. കെ എൻ പണിക്കർ, രാജൻ ഗുരുക്കൾ ഉൾപ്പെടെയുള്ള ഒരു സമിതിയാണ് ഉണ്ടായിരുന്നത്. സെമസ്റ്റർ പഠനം UGC ആണ് അത് നിർദ്ദേശിക്കുന്നത്. UGC നിർദ്ദേശിച്ച ഒന്നാണ് സെമസ്റ്റർ സമ്പ്രദായം ഇന്ത്യയിലാകെ നടപ്പാക്കുന്നതിന് വേണ്ടി UGC ഒരു നിർദ്ദേശം വെക്കുകയും UGC അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടപ്പാക്കണം, വളരെ വേഗം നടപ്പാക്കണം എന്ന നിർദ്ദേശം വെക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മുഴുവൻ കോളേജുകളും മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സെമസ്റ്റർ സംവിധാനത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. കേരളത്തിൽ പ്രത്യേകമായി നടപ്പാക്കിയതല്ല, ഒരു ഇന്ത്യയിലാകെ നടപ്പാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയത്. അന്ന് കുറച്ചുകൂടി രസകരമായ സംഗതി, ഇത് കുറച്ച് ഇഫക്റ്റീവായി വളരെ മെച്ചപ്പെട്ട രീതിയിൽ നടപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങൾ, പഠനങ്ങളൊക്കെ നടത്തുകയും അധ്യാപകർക്ക് കുറച്ചുകൂടി പ്രാധാന്യമുള്ള ഒരു സംവാദ സദസ്സുകൾ ഉണ്ടാവുകയും അതത് യൂണിവേഴ്സിറ്റികൾ വളരെ കാര്യമായി സെമസ്റ്റർ സംവിധാനത്തിലേക്ക് മാറുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്തു. കുറെ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ പോലും മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഇത് സെമസ്റ്റർ രീതിയിലേക്ക് മാറുന്നത്. സെമസ്റ്റർ രീതിയിലേക്ക് മാറുമ്പോൾ ഉണ്ടായിരുന്ന വലിയ ഒരു തകരാറ്, സെമസ്റ്റർ സമ്പ്രദായത്തിൽ പഠിച്ചവരോ സെമസ്റ്റർ സമ്പ്രദായത്തിൽ പഠിപ്പിച്ചവരോ നമ്മുടെ അധ്യാപന വിദ്യാർത്ഥി മേഖലയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും സംഭവിച്ചത് ഹെവിയായിട്ട് വളരെ ഭാരമേറിയ സിലബസ് ഉണ്ടായിരുന്നു. കാരണം ഒരു വർഷം പഠിപ്പിക്കുന്നത് അവരെന്ത് ചെയ്തു, 6 മാസത്തേക്ക് ചുരുക്കി. അതായത് വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഫസ്റ്റ് സെമസ്റ്ററിൽ കുട്ടികൾ നോവലാണ് പഠിക്കുന്നത്. നോവൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് സെമസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ 6 മാസം എന്നൊക്കെ സങ്കല്പിക്കുമ്പോഴും മെയ്യിൽ +2 റിസൾട്ട് വരും, അവസാനം ജൂണിൽ റിസൾട്ട് വരും, ജൂലൈയിൽ 1-ാം തീയതി ആപ്ലിക്കേഷന്റെ ഡേറ്റ് കഴിയും, ഓഗസ്റ്റിൽ കുട്ടികളുടെ പ്രവേശനം നടക്കും, സെപ്റ്റംബർ ക്ലാസ് തുടങ്ങും, ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ നടക്കണം. അപ്പോഴേക്കും ആകെ കിട്ടുന്നത് 10, 25, 30, മാക്സിമം 40-47 ദിവസം മാത്രമാണ് കിട്ടുന്നത്. ഈ 47 ദിവസത്തേക്ക് വേണ്ടി പഠിക്കാൻ വെക്കുന്നത് ഇന്ദ്രലേഖ മുതൽ ഇങ്ങോട്ട് ഏറ്റവും പുതിയ നോവലുകൾ, ഏറ്റവും കുറഞ്ഞ 8 നോവലുകളാണ്. ഒരു പേപ്പറിന്റെ കാര്യം അവരെല്ലാവരും വയ്ക്കും. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ഇതിന്റെ ഭാരം താങ്ങാൻ കഴിയുന്ന ഒരവസ്ഥ, ഭാരം താങ്ങാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുകയും പഠനം വളരെ ശ്രമകരമായ ഒരു ബാധ്യതയായി കുട്ടികൾക്ക് മാറുകയും ചെയ്തു. അതൊരു ഒരു ഇന്റേണൽ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ പിന്നീട് സംഭവിച്ചത് പരീക്ഷ ഒഴിഞ്ഞൊരു കാലം ക്യാമ്പസുകളിൽ ഉണ്ടായില്ല. ഓരോ സെമസ്റ്റർ പരീക്ഷയും കാലം തെറ്റിയും കാലം മാറിയും വന്നുകൊണ്ടേയിരുന്നു. യുവജനോത്സവങ്ങൾ, കലാപരിപാടികൾ എന്ന് പറയുന്ന സംഗതി കോളേജുകളിൽ നിന്ന് അപ്രത്യക്ഷമായി. കോളേജ് യൂണിയൻ എന്ന് പറയുന്ന ഒരു പേപ്പർ സംഘടനയായി മാറി. സർവകലാശാല യൂണിയൻ എന്ന് പറഞ്ഞാൽ കടലാസിൽ പോലും ഇല്ലാത്തൊരു സംഘടനയായി മാറി, ഒരു സ്ഥാപനമായി മാറി. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു, വിദ്യാർത്ഥികൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്ന, വിദ്യാർത്ഥികൾക്ക് ഇടപെടാൻ കഴിയുമായിരുന്ന എല്ലാ മേഖലകളും വൃത്തി ചെയ്യപ്പെട്ടു. അതിനുശേഷം നോക്കിയാൽ സെമസ്റ്റർ സംവിധാനം വന്നതിന് ശേഷം കേരളത്തിൽ കാര്യമായ സമരങ്ങൾ ഉണ്ടായില്ല. അങ്ങനെ സമരങ്ങൾ ഉണ്ടായില്ല കേരളത്തിൽ എന്താണ് ക്യാമ്പസുകൾക്ക് പുറത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിലൊക്കെ പഠനത്തിന് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചു കൊണ്ടുവരുന്ന സമരങ്ങൾ, രാഷ്ട്രീയ സമരങ്ങൾ ഒഴികെ ക്യാമ്പസിനുള്ളിൽ നിന്ന് ജെന്യുവനായി നമ്മൾ പറയുന്ന തരത്തിൽ ഉയർന്നു വരുന്ന ഒരു സംവാദാത്മകമായ സമര രൂപങ്ങൾ ഉണ്ടായി വരാതിരിക്കാൻ കാരണം പുസ്തകത്തിന് തലയെടുത്തിട്ട് കുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നു. അങ്ങനെ കുട്ടികളെ പുസ്തകത്തിൽ പൂട്ടിയിടുക എന്ന വലിയ ഒരു രാഷ്ട്രീയ ശ്രമത്തിൽ വിജയിച്ച പദ്ധതിയാണ് സെമസ്റ്റർ സംവിധാനം. അപ്പൊ ഇപ്പോൾ ഈ 4 ഇയർ കോഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സെമസ്റ്റർ സംവിധാനത്തിൽ പഠിച്ചു വരികയും അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയുകയും ചെയ്ത ആളുകളാണ് ഇപ്പോൾ ഭൂരിപക്ഷ അധ്യാപകരും. അവർക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ സംഗതി, അവർ ചെയ്ത ഒരു കാര്യം ഭാരിച്ച സിലബസ് എന്ന് പറയുന്ന സംഗതിയെ ഇല്ലാതാക്കുക, മറിച്ച് സിലബസ് എന്ന് പറയുന്നത് ഒരു ജ്ഞാന മേഖലയിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു വാതിൽ മാത്രമായി കാണുക എന്ന തരത്തിലേക്ക് സിലബസിനെ സങ്കല്പിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് കരിക്കുലത്തിലില്ല, പ്രത്യേകം പറയണം. FIUGP കരിക്കുലത്തിലുള്ളതല്ല, മറിച്ച് പല വർക്ക്ഷോപ്പുകളിൽ, പ്രത്യേകിച്ച് ഭാഷയുമായി ബന്ധപ്പെട്ട വർക്ക്ഷോപ്പുകളിൽ നമ്മൾ ഉയർത്തിയ ചർച്ചകളുടെയൊക്കെ ഭാഗമായി ഉയർന്നു വന്ന ഒരു ആശയമാണ്. ഓക്കെ സാറേ, നന്ദി. അതേപോലെ ഈ സെമസ്റ്റർ രീതി നമ്മൾ സ്വീകരിച്ചത് വിദേശ രാജ്യങ്ങളുടെ സമ്പ്രദായത്തിൽ നിന്നല്ല, അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ ആ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് മുമ്പേ വിദേശ രാജ്യങ്ങളിലായിരുന്നു. അതിനെ സ്വീകരിച്ചുകൊണ്ടല്ല നമ്മളിവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അതെ,
അല്ല, അതിൽ തന്നെ ഒരു കാര്യം പ്രത്യേകമായി പറയാനുള്ളത്, നമ്മുടെ ഒരു കാലാവസ്ഥയും കാലവും അവസ്ഥയും സാംസ്കാരിക പരിസ്ഥിതിയും ഒക്കെ നമ്മുടെ സമയഘടനയെയും ഒക്കെ തീരുമാനിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. അത് വിദ്യാഭ്യാസത്തിനും പങ്കുണ്ട്. യൂറോപ്പിൽ സെമസ്റ്റർ സംവിധാനം ഉണ്ടാവുന്നത് അവിടുത്തെ കാലാവസ്ഥയൊക്കെയായിട്ട് ബന്ധപ്പെട്ട അവരുടെ തണുപ്പും മഞ്ഞും ഒക്കെ മാറി മാറി വരുന്ന ഋതുക്കൾ മാറുന്നതനുസരിച്ച് അവർക്ക് പോകാനും പോകാതിരിക്കാനും ഒക്കെയുള്ള സംവിധാനം, അതിനനുസരിച്ചാണ് അവരുടെ അക്കാഡമിക് സിസ്റ്റം അവർ പ്ലാൻ ചെയ്തത്. അതേ ഒരു സിസ്റ്റം ഇവിടെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേനും വലിയ പ്രശ്നമുണ്ട്. വർഷത്തിൽ 2 മാസം നമുക്ക് അവധിയാണ്, സെമസ്റ്ററിനുള്ളിലാണ് അവധി. ഇപ്പൊ നമുക്കാണെങ്കിൽ 4ാമത്തെ സെമസ്റ്റർ വിദ്യാർത്ഥികൾ മാർച്ചിൽ പഠനം ആരംഭിച്ചു, ഏപ്രിൽ മെയ് അവധിയായിരുന്നു, ജൂണിൽ അവർ തിരിച്ചെത്തി, ജൂലൈ ആദ്യവാരം അവരുടെ പരീക്ഷയാണ്. എന്ന് പറഞ്ഞാൽ മാർച്ച് 25-ന് ശേഷമാണ് 4ാമത്തെ സെമസ്റ്റർ തുടങ്ങിയത്, ഏപ്രിൽ മെയ് അവധിയായിരുന്നു, ജൂണിൽ ക്ലാസ് തുടങ്ങി, ജൂലൈയിൽ പരീക്ഷയാണ്. 1.5 മാസം മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. 1.5 മാസത്തിൽ മഴയൊക്കെ ആയിട്ട് കുറെ അവധി ദിവസങ്ങൾ പോയി. ഞാൻ ഈ പറഞ്ഞ ഭാരിച്ച സിലബസ് അവർക്ക് പഠിപ്പിക്കുകയും ചെയ്യണം. ഇത് നമുക്ക് സാധ്യമല്ല എത്തിക്കാൻ. അപ്പം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ബുദ്ധിമുട്ടായിട്ടുള്ള സംഗതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമത്തെ സംഗതി, നമ്മൾ ഒരു ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ തന്നെ മുമ്പ് സംഘടിപ്പിച്ച ഒരു സംഭവത്തിൽ വിദേശിയായിട്ടുള്ള ഒരു അധ്യാപകൻ പങ്കെടുത്തിരുന്നു. അദ്ദേഹം പഠനത്തെക്കുറിച്ചും സെമസ്റ്റർ സംവിധാനത്തെക്കുറിച്ചും പഠന വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിലേക്ക് വരുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു അധ്യാപകൻ ചോദിച്ചൊരു ചോദ്യം, നമ്മുടെ നാട്ടില് ഇപ്പൊ ലിറ്റററി തിയറി, സാഹിത്യ സിദ്ധാന്തം പഠിപ്പിക്കുന്നു. സാഹിത്യ സിദ്ധാന്തം പഠിപ്പിക്കുമ്പോൾ പല കുട്ടികളും ഇരുന്ന് ഉറങ്ങുകയാണ്, അവർക്കത് കേൾക്കാൻ താല്പര്യമില്ല, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നില്ല, ആ ചോദ്യമേ മനസ്സിലാവില്ല. കാരണം സാഹിത്യ സിദ്ധാന്തം പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളും യൂറോപ്പിൽ എവിടെയും ക്ലാസ് മുറിയിലേക്ക് വരുന്നില്ല. അതിന്റെ അർത്ഥം വിദ്യാഭ്യാസം എന്നത് കുറച്ചുകൂടി ചോയ്സ് എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പുകൾ ഉള്ള താല്പര്യമുള്ള വിദ്യാർത്ഥികൾ മാത്രം വരുന്ന ഇടമാണ് ഹയർ എഡ്യൂക്കേഷൻ വിദേശത്ത്. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. മുഴുവൻ ആളുകളും പ്ലസ് 2 പാസ്സാകുന്നു, മുഴുവൻ ആളുകളും ഡിഗ്രിക്ക് വരുന്ന തരത്തിലേക്കാണ്. വേറെ ഇടയിൽ നമുക്ക് മറ്റു തൊഴിൽ മേഖലകളിലേക്കോ മറ്റു വിദ്യാഭ്യാസ മേഖലയിലേക്കോ മറ്റേതെങ്കിലും മേഖലയിലേക്കോ ഉള്ള പോക്കില്ല. ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ള മട്ടിലാണ് വരിക. അപ്പൊ ഹയർ എഡ്യൂക്കേഷനിലേക്ക് മുഴുവൻ ആളുകളും ഒഴുകിയെത്തുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇവിടെ നമ്മൾ സിലബസ് തീരുമാനിക്കുമ്പോൾ നമുക്ക് വലിയ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. അതിനെ ഈ സംവിധാനങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. അരവിന്ദ മാഷ് എന്താ ഒന്നും പറയാനില്ല? ഇല്ല, ചോദ്യങ്ങൾ നിങ്ങളൊക്കെ ചോദ്യത്തിലൂടെ കേൾക്കായിരുന്നു. ഇതിന്റെ അനുബന്ധമായി ചോദ്യങ്ങളില്ലാത്തതുകൊണ്ട് അനുബന്ധമായ ഒരു കാര്യം കൂടി പറയാം. കഴിഞ്ഞ ഒരു കോവിഡിന് ശേഷം 2019 ശേഷം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, കോളേജുകളിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 4-1 കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ 2019 കൊമേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 4800 ആയിരുന്നു. ഈ വർഷം കൊമേഴ്സിന് മാത്രമായി അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണം 1200 മാത്രമാണ്. അതായത് 4-1 കുറഞ്ഞിരിക്കുന്ന അർത്ഥം. ഇത് മിക്ക കോളേജുകളിലും കുറഞ്ഞിട്ടുണ്ട്. അതായത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നതിന്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. കോട്ടയത്തെ പല കോളേജുകളിലും ചില കോഴ്സുകൾ കെമിസ്ട്രിക്ക് ഒരാൾ പോലും പഠിക്കാൻ വരാത്ത അവസ്ഥ. സയൻസ് വിഷയങ്ങൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. സയൻസ് വിഷയങ്ങൾ പഠിക്കാൻ വിദ്യാർത്ഥികൾ വരുന്നില്ല. ഒരു കമ്മീഷനെ വെക്കുകയും കമ്മീഷൻ ഒരു ഉത്തരവാദിത്തത്തോടെ പഠനം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഈ പ്രശ്നം നിലവിലുണ്ട്. കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നില്ലെങ്കിൽ +2 കഴിഞ്ഞ് വിദ്യാർത്ഥികൾ എവിടെ പോകുന്നു എന്നൊരു പഠനം നടത്തുക എന്നത് വളരെ അത്യാവശ്യമാണ്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലോ ഹയർ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ മന്ത്രാലയമോ അത്തരം ഒരു പഠനം നടത്താൻ തയ്യാറായിട്ടില്ല. 80,000 മുതൽ 1.5 ലക്ഷം വരെ, 1.5 ലക്ഷത്തോളം ആയിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിലെ ആപ്ലിക്കേഷൻ ലെവലെങ്കിൽ കഴിഞ്ഞ വർഷം അത് 80,000 ആയിരുന്നു. ഈ വർഷം അത് 60,000-ൽ താഴെയാണ്. അതായത് വിദ്യാർത്ഥികൾ ഹയർ എഡ്യൂക്കേഷനിലേക്ക് താല്പര്യപ്പെടുന്നില്ല, അപേക്ഷ നൽകുന്നില്ല.
മാത്സ് പോലെയുള്ള വിഷയങ്ങൾ പഠിക്കാൻ വിദ്യാർത്ഥികൾ എത്തുന്നില്ല. ഫിസിക്സ് പോലെയുള്ള ഏറ്റവും കാതലായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കാൻ വിദ്യാർത്ഥികൾ എത്തുന്നില്ല. പകരം ഈ വിദ്യാർത്ഥികൾ എവിടെ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആ ചോദ്യത്തെ അഡ്രസ് ചെയ്യുകയും അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തുകയും ചെയ്യുക എന്നതായിരുന്നു ഒരു കമ്മീഷൻ വെച്ചുകൊണ്ട് കേരളത്തിൽ ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തില്ല. ഇനി വേറൊരു കാര്യം കൂടി പറയാവുന്നതാണ്. അതിന്റെ ഒരു ഞാൻ പറഞ്ഞു വന്നപ്പോൾ വിട്ടുപോയതാണ്. സമാനമായി നമ്മൾ കാണുന്നത് പലയിടങ്ങളിലും എന്താണ് സ്വകാര്യ സർവകലാശാലകൾ വരുന്നു, ഓട്ടോണമസ് കോളേജുകൾ വരുന്നു. കോളേജുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ എന്താ സംഭവിച്ചത്? അവിടെ പുതിയ കോഴ്സുകൾ BSc ഫിസിക്സ് ആൻഡ് എന്താണ് റോബോട്ടിക് സയൻസ്, BSc ഫിസിക്സ് ആൻഡ് AI, മാത്തമാറ്റിക്സ് ആൻഡ് റോബോട്ടിക് സയൻസ്, കെമിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് ഫോട്ടോഗ്രഫി. ഇങ്ങനെ പുതിയ പുതിയ ജനറേഷൻ കോഴ്സുകൾ വരുന്നു. ഈ ന്യൂ ജനറേഷൻ പേരുകളിൽ മാത്രമേ ഉണ്ടാവൂ. എനിക്ക് അതിൻ്റെ ഉള്ളടക്കത്തെ കുറിച്ച് വലിയ ധാരണയില്ല. ചിലപ്പോൾ ഉള്ളടക്കവും വളരെ ശക്തമായിരിക്കും. ഇത്തരം കോഴ്സുകൾ വരുമ്പോൾ സാധാരണ എന്താണ് അതിന് 80,000 മുതൽ എന്താണ് 1,00,000 രൂപ വരെ കോഴ്സുകൾ ഫീ ആണ്, സെമസ്റ്റർ ഫീ. അത് കൊടുത്തുകൊണ്ട് ആളുകൾ അവരെ പഠിക്കാൻ അവിടേക്ക് പോകും. അതിനർത്ഥം എന്താണ്? നമ്മൾ ഈ പറയുന്ന പുതിയ തൊഴിൽ മേഖല, സ്വകാര്യ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന പുതിയ തൊഴിൽ മേഖലകളിലേക്ക് വിദ്യാർത്ഥികൾ വരാൻ പോകുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നാണ്. അവർക്ക് ഈ പറയുന്ന പുതിയ കാലത്തിന് ആവശ്യമായ പരിശീലനം അവിടുന്ന് ലഭിക്കുന്നുണ്ട്. അതിന് അവർ 1,00,000 രൂപ, 80,000 രൂപ, 1,00,000 രൂപ കൊടുത്ത് ഫീസൊക്കെ പഠിക്കുന്നുണ്ട്. ആ പഠിച്ചിട്ട് അവർ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആര് പഠിക്കാൻ പോകുന്നു? ഇവിടെ 80,000 രൂപ, 1,00,000 രൂപ വരെ സെമസ്റ്റർ ഫീ കൊടുക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾ മാത്രം അവിടേക്ക് പോവുകയും ഏറ്റവും സാധാരണക്കാരായ സംവരണീയരായ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ മാത്രം നമ്മുടെ കോളേജുകളിലേക്ക് വരികയും ചെയ്യുന്ന സ്ഥിതിയുണ്ട്. അവിടെ സാധാരണ ഫിസിക്സോ മാത്സോ പഠിച്ചതിന് ശേഷം പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥിക്ക് വേറെ തരത്തിലുള്ള പരിശീലനവും ലഭിക്കുന്നില്ല എങ്കിൽ അവർക്ക് ഈ പറയുന്ന തൊഴിൽ മാർക്കറ്റിൽ യാതൊരു മൂല്യവും ഇല്ലാതാവും. പുതിയ എന്താണ് നമ്മൾ ഈ പറയുന്ന ന്യൂ ജനറേഷൻ വിദ്യാഭ്യാസത്തിൽ നിന്ന് മാത്രമല്ല, തൊഴിൽ മേഖലയിൽ നിന്നും നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ പുറത്താകാനുള്ള സാഹചര്യം വളരെ വലുതാണ്. അതിലേറ്റവും അപകടകരമായ സംഗതി സാമൂഹ്യനീതി എന്ന് പറയുന്ന സംഗതി പൂർണ്ണമായും ഇല്ലാതാകും. വളരെ സാധാരണക്കാരായ സാമ്പത്തികമായി സാമുദായികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന് സ്വകാര്യ മേഖലയിലും തൊഴിൽ ലഭിക്കില്ല. അങ്ങനെ നമ്മൾ ഒരു കാലത്ത് ഉയർത്തിക്കൊണ്ടുവന്ന സാമൂഹ്യനീതി വളരെ വേഗം ഇല്ലാതാവാൻ പോകുന്നു എന്നതിലേക്ക് കൂടി നമ്മുടെ വിദ്യാഭ്യാസ മാറ്റങ്ങൾ വഴിവെക്കുന്നുണ്ട് എന്നത് നാം അംഗീകരിക്കണം. അങ്ങനെയെങ്കിൽ ചെയ്യേണ്ടത് നമ്മുടെ സർവകലാശാലകൾ നമ്മുടെ കോളേജുകളെയും നമ്മുടെ നിലവിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും പുതിയ കോഴ്സുകൾ വഴി ശാക്തീകരിക്കുന്ന ശ്രമങ്ങൾ നടത്തുകയാണ് ചെയ്യേണ്ടത്. അത്തരമൊരു ശ്രമങ്ങൾ ഈ FIUGP നടപ്പാക്കുമ്പോൾ ഇല്ല എന്നത് ഖേദകരമായ സംഗതിയാണ്. ഒന്ന് ആനുഷംഗികമായി പറഞ്ഞു എന്നുള്ളൂ. ഇതിലെ നൗഷാദ് പറയുന്നത് ചിലർ പുറത്തുപോയി പഠിക്കുന്നുണ്ട്, ഓൺലൈനായി പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സംഗതിയാണ്. പുറത്തുപോയി പഠിക്കുന്നത് വളരെ കുറഞ്ഞ ശതമാനം ആളുകളാണ് കേട്ടോ. കേരളത്തിലല്ല, കേരളം പുറത്തുപോയി വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കേരളം 7-മോ 8-മോ ആണ്. ഗുജറാത്ത്, മറ്റ് ആന്ധ്രാപ്രദേശ്, പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങൾക്കും പുറകിലാണ് കേരളത്തിന്റെ സ്ഥിതി. എന്ന് മാത്രമല്ല, അത്രയധികം വിദ്യാർത്ഥികളൊന്നും പുറത്തു പോകുന്നില്ല. പുറത്തുപോയി പഠിക്കണമെങ്കിൽ ആരാണ് പഠിക്കാൻ പോകുന്നത്? 45 ലക്ഷം രൂപ മുതൽ 60 ലക്ഷം രൂപ വരെ ബാങ്ക് ലോൺ എടുത്ത് പുറത്തു പോകാൻ കഴിയണമെങ്കിൽ അതിനനുസരിച്ചുള്ള ആസ്തി ബാങ്കിൽ കാണിക്കുകയും ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ പുറത്തു പോകാൻ കഴിയുള്ളൂ. അതായത് നമ്മൾ വിചാരിക്കുന്ന ഒരു തരത്തിൽ വളരെ വരേണ്യമായ ഒരു വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ പുറത്തേക്ക് വിദ്യാഭ്യാസത്തിന് പോകാൻ കഴിയൂ. അല്ലെങ്കിൽ ഭൂമി വിറ്റോ ഉണ്ടായിരുന്ന മൂലധനം ഇല്ലാതാക്കിയോ ഒക്കെ പുറത്തേക്ക് പോകേണ്ടി വരും. അത് വിദ്യാഭ്യാസത്തിനല്ല പോകുന്നത്, തൊഴിൽ സുരക്ഷ ലക്ഷ്യമിട്ടാണ് പോകുന്നത്. മാഷെ, ഞാനൊന്ന് എൻ്റെ ചെറിയ ചില സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, ഇപ്പൊ ഈ ചർച്ചയിലുടനീളം പറയുന്ന ഒരു കാര്യം, ഒരു വിദ്യാഭ്യാസ പദ്ധതി രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നത് പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഗവേഷകരുടെ ഒക്കെ റോൾ എന്താണ്, അവരുടെ ഇടപെടൽ എങ്ങനെയാണ്? ഇപ്പൊ നമ്മളാണെങ്കിലും പത്രത്തിൽ നിങ്ങൾ FIUGP പരിചയപ്പെടും എന്നുള്ള നിലയിൽ ഓരോ കോളേജുകൾ കൊടുക്കുന്ന പരസ്യങ്ങളോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന പരസ്യങ്ങൾ പോലുള്ള ഒരു ഇൻട്രൊഡക്ഷനുകളാണ് നമ്മൾ പത്രത്തിലൊക്കെ കാണുന്നത്. അപ്പൊ ഇതല്ലാതെ പൊതുജനങ്ങൾക്കോ വിദ്യാർത്ഥികൾക്കോ ഗവേഷകർക്കോ ഇതിൽ ഒരു റോളും ഇല്ല എന്ന് ഇതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാകാണ്. അപ്പോൾ ഇങ്ങനെയാണോ ഉന്നത വിദ്യാഭ്യാസ മേഖല എന്താ പറയാ പുനഃസംഘടിക്കപ്പെടേണ്ടതെന്നുള്ളൊരു ചോദ്യം. ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്.
ഒന്ന്, ഈ ശാംബി മേനോൻ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും കണ്ണൂര്, കോഴിക്കോട്, കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം നഗരങ്ങളിലും അതിന്റെ സിറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് സിറ്റിംഗ് അനൗൺസ് ചെയ്തുകൊണ്ട് അവര് പത്രങ്ങളിൽ കൊടുക്കുകയും അതനുസരിച്ച് നമുക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ചെയ്തു. ഇതിന്റെ പ്രധാന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാലത്ത് ഇതൊരു ഇത്ര ഒരു പക്ഷെ നമ്മളെ ബാധിച്ചേക്കാവുന്ന ഒരു സംഗതിയായി നമ്മൾ അത് തിരിച്ചറിയുകയോ അല്ലെങ്കിൽ ഈ ഒരു കമ്മീഷന് മുമ്പിൽ വിവരങ്ങൾ ഗസൽ റിയാസ് ഒന്ന് ഓഫ് ചെയ്താൽ നന്നായി. ഗസൽ റിയാസ് ഒന്ന് മൈക്ക് ഓഫ് ചെയ്താൽ നന്നായി. താങ്ക് യു. അപ്പൊ നമ്മൾ ഇതിനെ അന്ന് ഒരു വലിയ ഗൗരവമുള്ള കാര്യമായോ നമ്മൾ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സംഭവം അത് എല്ലാ തരത്തിലുള്ള പരിഷ്കരണങ്ങൾക്കും നടത്തുന്ന ഒരു ഇത്തരം തെളിവെടുപ്പുകളൊക്കെ ഒരു പേരിന് മാത്രമാവുകയും നമ്മൾ അതിനകത്ത് പങ്കെടുക്കാതിരിക്കുകയും ചെയ്യും. അതോടുകൂടി പറയുന്ന എന്താണ്, എല്ലാ ആളുകളിൽ നിന്നും തെളിവെടുത്തു, രേഖയുണ്ട്, നമ്മൾ ആ തെളിവെടുപ്പിൽ പുറത്തായി. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പിന്നീട് വന്നിട്ടുള്ളത് എന്താണ്, ലേഖനങ്ങളാണ്. ആകെ ഈ പറയുന്നത് പോലെ കുട്ടി പറയുന്നത് പോലെ പല സ്ഥലത്തും വന്നിട്ടുള്ള ലേഖനങ്ങൾക്കപ്പുറത്തേക്ക് ഒരു സാധനവും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ട്. അപ്പോൾ എവിടെയാണ് നമ്മളിത് രജിസ്റ്റർ ചെയ്യുക, എവിടെയാണ് നമ്മൾ നമ്മുടെ സംവാദം ഉയർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആ സംവാദം ഉയർത്താനുള്ള വേദികളായി നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളെയും ഒക്കെ മാറ്റുകയും ഇതൊരു പൊതുവായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളുടെ വേദികൾ എല്ലാ തരത്തിലും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളും ഉപയോഗിക്കുകയും ഞാൻ പറയട്ടെ, ഈ FIUGP നടപ്പാകുന്ന സമയത്ത്, അതിന്റെ വർക്ക്ഷോപ്പുകൾ നടപ്പാകുന്ന സമയത്ത് എന്റെ ആശങ്കകൾ രേഖപ്പെടുത്തുകയും ഏതാണ്ട് എന്നെ ബന്ധപ്പെട്ട എല്ലാ കോളേജുകളോടും ഞാൻ പറഞ്ഞത്, അതിന് ഡ്രാഫ്റ്റ് വരെ അയച്ചു കൊടുത്തു. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഈ പരാതി നിങ്ങൾ സർവകലാശാലയ്ക്ക് അയക്കണം, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അയക്കണം. സർവകലാശാലയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എന്റെ പരാതി അല്ലാതെ ഞാൻ 8 കോളേജുകൾക്കെങ്കിലും പരാതി ഡ്രാഫ്റ്റ് ചെയ്തു കൊടുത്തു, ഒരാളും അയച്ചില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ FIUGP-യുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഇതിൽ ഇന്ന ആശങ്കകളുണ്ട്, നമ്മൾക്കൊരു പരാതി അധ്യാപകർ ഉൾപ്പെട്ടൊരു പരാതി അയക്കണം, വേണം. ഒരാളും ഇനിഷ്യേറ്റീവ് എടുത്തില്ല, അത് അയച്ചില്ല. അപ്പൊ നമ്മൾ ഇത് കേട്ടിട്ട് നമ്മൾ എത്ര കണ്ട് നിശബ്ദരായിരിക്കുന്നോ അത്ര കണ്ട് ഇത് നടപ്പാക്കുക തന്നെ ചെയ്യും. നമ്മൾ വലിയൊരു ഉദാസീനതയിലാണ്. ഒന്ന്, ഇത് എവിടെ ഉന്നയിക്കണമെന്ന് അറിയില്ലാത്തൊരു പ്രശ്നം. 2, ഉന്നയിക്കാനുള്ള വേദികൾ നമ്മൾ ഉപയോഗിക്കാത്ത പ്രശ്നം. നമുക്കും എഴുതാം, നമുക്ക് നിരന്തരമായി എഴുതാം, കത്തുകൾ എഴുതാം, നമുക്ക് പരാതികൾ നൽകാം. നമ്മുടെ ഗവേഷകരുടെ കൂട്ടായ്മ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുകയും ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യാം. പൊളിറ്റിക്കൽ പ്രഷർ ഉപയോഗിക്കാം. നാട്ടിലെ MLA-യോട് സംസാരിക്കാൻ തയ്യാറാവണം. സത്യത്തിൽ കേരളത്തിലെ വളരെ വിദ്യാഭ്യാസത്തെ ഗൗരവമായി കാണുന്ന ഒരുപാട് ആളുകൾ ഇതിനുള്ളിലുണ്ട്. KN ഗണേഷിനെ പോലുള്ള ആളുകൾ വളരെ ക്രിട്ടിക്കലായിട്ട് ഈ സ്ഥാനത്തെ കാണുന്ന ആളുകളാണ്. KN ഗണേഷ് മാഷെ പോയി കണ്ടിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മലയാള ഐക്യവേദിയിലെ വിദ്യാർത്ഥികൾക്ക് കഴിയും. അവരൊരു പക്ഷെ വേറൊരു തരത്തിൽ ആശയരൂപീകരണം നടത്താൻ ശേഷിയുള്ളവരാണ്. അങ്ങനെ നമുക്ക് സാധ്യമായ എല്ലാ സ്ഥലങ്ങളും ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുമ്പിൽ ഉള്ളൊരു പോംവഴി. സംവാദങ്ങൾ നിന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഇതിൽ വിജയിച്ചേക്കില്ല, അത് വേറെ കാര്യം. എല്ലാ സമരങ്ങളും വിജയിക്കാനുള്ളതല്ല. പക്ഷെ സമരം ഉണ്ടാക്കുന്ന അനുരണനങ്ങൾ പുതിയൊരു പദ്ധതിയോ പുതിയൊരു കാര്യമോ നടപ്പാക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മളോട് ചോദിക്കാൻ, അല്ലെങ്കിൽ ജനങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകുന്ന വിധം അതിനെ സമൂഹത്തെ മാറ്റി തീർക്കുമെന്നത് പ്രധാനമാണ്. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഇതിനു മുമ്പ് ഇത്തരം ഒരു സംവാദം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നടത്തുന്ന ഈ സംവാദം ആദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ കാര്യത്തിൽ ആശങ്കയുള്ളത്. എങ്ങനെ ഇത് അവതരിപ്പിക്കും, ആരോട് പറയും എന്നുള്ളത്. ആരോട് പറയും എന്നത് നമ്മുടെ പഴയ കാലത്ത് ഒരു പ്രശ്നമായിരുന്നു, ആരോട് പറയുന്നത്. പുതിയ കാലത്ത് ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് നിങ്ങൾ പൊതുസമൂഹത്തിന് പറയുന്നതിന് തുല്യമാണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ മന്ത്രിയെ എഴുതി അറിയിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് തുല്യമാണ്. നിങ്ങളുടെ നാട്ടിൽ MLA-യോട് സംസാരിക്കുകയും നിവേദനം നൽകുന്നതും ഇതിന് തുല്യമാണ്. അങ്ങനെ സാധ്യമായ എല്ലാ വഴികളും നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും ഇതിന് കൃത്യമായ ഒരു സമരമാർഗം ഒന്നും അറിയില്ല. അപ്പൊ മറിച്ച് എന്നെ സംബന്ധിച്ചോളം ഞാൻ ചെയ്യുന്നത്, എനിക്ക് സാധ്യമായ എല്ലാ വഴികളും ഞാൻ ഉപയോഗിക്കും. അത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഡോക്ടർ തോമസ് ഐസക്കുമായി സംസാരിച്ചു. എന്റെ സുഹൃത്ത് ആയിട്ടുള്ള, എന്റെ കോളേജ് മേറ്റ് ആയിരുന്ന, എന്റെ കാലത്ത് കോളേജിൽ പഠിച്ചിരുന്ന, യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന PK വിജുവായിട്ട് ഞാൻ ഈ കാര്യം വെച്ചാൽ ഇവരൊന്നായിട്ട് പഴയ തരത്തിൽ സാഹിത്യ വിഷയത്തിലെ എന്തൊക്കെയാണ് ഒരേ കാലത്ത് കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നുള്ള ബന്ധമാണ്. പക്ഷെ ഈ ഒരു സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നത്, എനിക്ക് ഇന്നലെ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയും വേറൊരു കാര്യവും പറയാത്ത ഒരാളായതുകൊണ്ട് എന്നെ കേൾക്കാൻ തയ്യാറാവുകയും ഞാൻ അവരോട് പറയുകയും ചെയ്യും. അവർ പറഞ്ഞാൽ അത് ഗൗരവത്തിൽ എടുക്കും എന്നുള്ളതല്ല, മറിച്ച് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർക്ക് ഇതിന്റെ ചർച്ച വരുന്ന സമയത്ത് ഈ ആശങ്കയോടുകൂടി മാത്രമേ അവർ ആ ചർച്ചയിൽ പങ്കെടുക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് സാധ്യമായ എല്ലാ വഴികളും ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് വഴി എന്ന് ഞാൻ വിചാരിക്കുന്നു.
പക്ഷെ മറ്റ് ചോദ്യങ്ങൾ വരാത്ത സാഹചര്യത്തിൽ ഞാനൊരു കാര്യം ചോദിക്കാം. ഇപ്പം ഈ ഭാഷാ സാഹിത്യ പഠനം AEC-കളിൽ അതുപോലെ വാല്യൂ അഡീഷൻ കോഴ്സുകളിലും എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകളിലും ആണ് നിലവിൽ ഉൾച്ചേർത്തിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം MDC-കളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ്, വാല്യൂ അഡീഷൻ കോഴ്സ് പോലുള്ള സ്ട്രക്ചറുകളിൽ എത്രത്തോളം ഭാഷാ സാഹിത്യ പഠനം സംരക്ഷിക്കപ്പെടും എന്നൊക്കെ കരുതാനാവും? ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. AEC എന്ന് പറയുന്നത് മാത്രമാണ് നമ്മുടെ പഴയ അർത്ഥത്തിലുള്ള, അതായത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ്, അത് മാത്രമാണ് നമുക്ക് പഴയ അർത്ഥത്തിലുള്ള ഒരു സാഹിത്യ പഠനം. അതുപോലും നമ്മുടെ സിലബസ് രൂപീകരിക്കുന്ന ഘട്ടത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടായതാണ്. എബിലിറ്റി എൻഹാൻസ്മെന്റ് എന്നാണ് അതിന്റെ പേര്. അത് നമ്മൾ പഴയ രീതിയിൽ സാഹിത്യം പഠിപ്പിച്ചാൽ മതിയോ? അപ്പൊ നമ്മളൊക്കെ വാദിച്ചത് സാഹിത്യം പഠിപ്പിച്ചാൽ മതി എന്നാണ്. കാരണം എബിലിറ്റി എൻഹാൻസ്മെന്റ് ആണ് സാഹിത്യ പഠനം. നിങ്ങൾ ഭാഷയെ അറിയലാണ്. നിങ്ങൾ PP രാമചന്ദ്രന്റെ ലളിതം എന്ന കവിത വായിച്ചിട്ട് അതിൽ നിങ്ങൾ അനുഭവിക്കുന്ന അനുഭൂതിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് തന്നെയാണ് നിങ്ങളുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് ചെയ്യുന്ന ഒരു ഘട്ടം. അതുകൊണ്ട് അത് വായിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അത് ആ രീതിയിൽ തന്നെ പഠിക്കും. MDC പോലുള്ള കോഴ്സുകളാണ് പിന്നീട് വന്നത്. പിന്നെ വാല്യൂ അഡീഷൻ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള കോഴ്സുകളിൽ നമ്മൾ ഭാഷയുമായി ബന്ധപ്പെട്ട മറ്റ് വിജ്ഞാന മേഖലകളെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി. അതായത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മലയാളികളുടെ ജനിതക ചരിത്രം പോലുള്ള കൃതിയാണ്. അതൊരു മലയാള ഭാഷ പഠിക്കുകയോ ചെയ്ത ഒരാൾ എഴുതിയതല്ല. ഭാഷ പഠിക്കുക എന്നുള്ളത് അല്ല, മലയാളം പോലും അല്ല അദ്ദേഹത്തിന്റെ മാതൃഭാഷ സേതുരാമന്റെ. മറിച്ച് ഒരു വളരെ പ്രധാനപ്പെട്ട കൃതിയാണ് മലയാളത്തിലുണ്ടായത്. അതായത് മലയാള ഭാഷയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് വലിയ സാഹിത്യത്തിന് പുറത്തേക്കുള്ള വിജ്ഞാന മേഖലകളെ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വാല്യൂ അഡീഷൻ കോഴ്സുകളിലും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളിലും ഒക്കെ നമുക്ക് മറ്റ് വിജ്ഞാന മേഖലകളിലെ മലയാളത്തിലൂടെ പരിചയപ്പെടുത്താൻ കഴിയും. മലയാളം കമ്പ്യൂട്ടിംഗ് പോലെയുള്ള വലിയ സാധ്യതകൾ നമുക്ക് മുമ്പിലുണ്ട്. പക്ഷെ മലയാളം കമ്പ്യൂട്ടിങ്ങിനെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മറ്റേ DTP ചെയ്യുന്നതിനുള്ളൊരു ഉപാധി എന്നുള്ള നിലയിലാണ്. അതിലപ്പുറത്തേക്കാണ് മലയാളം കമ്പ്യൂട്ടിങ്ങിന്റെ സാധ്യത. നമ്മുടെ അധ്യാപകരും മറ്റാളുകളും പഠിച്ചെടുക്കുകയും മലയാളം കമ്പ്യൂട്ടിങ്ങിനെ നമുക്ക് ഒരു വിജ്ഞാന മേഖലയാക്കി വളർത്തിയെടുക്കുകയും ചെയ്യാൻ കഴിയും. അങ്ങനെ ഭാഷയുടെ ഒരു വലിയ വികസനത്തിന്റെ സാധ്യത നൽകുന്നതാണ് എന്നാണ് ഞാൻ പേഴ്സണലി അത് വ്യക്തിപരമായി അത് വിചാരിക്കുന്നത്. വാല്യൂ അഡീഷൻ കോഴ്സുകൾ പോലെയുള്ള അതിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുക എന്നുള്ള പറയുന്ന ഒരു സംഗതി നമുക്ക് മുമ്പിലുണ്ട്. ആ എത്തിക്കൽ എന്ന് പറയുന്ന സംഗതി നമ്മൾ നൽകുന്ന കോഴ്സുകളുടെ, നമ്മൾ ഓഫർ ചെയ്യുന്ന കോഴ്സുകളുടെ ബലത്തിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഇപ്പോ നമ്മൾ പലപ്പോഴും കൊടുക്കുന്ന ചലച്ചിത്ര തിരക്കഥാ രചന എന്ന് പറയുന്ന ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നു. ഒരു വാല്യൂ അഡീഷൻ കോഴ്സാണ്. തിരക്കഥാ രചന എന്നാണ് പേര്. തിരക്കഥ എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. തിരക്കഥ എഴുത്തിന്റെയും തിരക്കഥ എഴുത്തിലേക്ക് നയിക്കുന്ന പല സിദ്ധാന്തങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് തിരക്കഥ രചനയ്ക്ക് പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. തിരക്കഥ എഴുതാൻ താല്പര്യമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ അതിലേക്ക് വരും. അതൊരു തൊഴിൽ വാല്യൂ അഡീഷനാണ്. പുതിയൊരു മൂല്യത്തെ അല്ലെങ്കിൽ ഒരു തൊഴിൽ മേഖലയെ നമ്മൾ വിഭാവനം ചെയ്യുകയാണ്. സ്കിൽ എൻഹാൻസ്മെന്റ് എന്ന് പറയുന്ന പോലെ ഒരു കോഴ്സാണ്. അതുപോലെ തന്നെ സാഹിത്യ രചന ഒരു പ്രധാനപ്പെട്ട കോഴ്സായി നമ്മൾ എനിക്കൊന്ന് പല യൂണിവേഴ്സിറ്റീസും വരുന്നുണ്ട്. എഴുത്തിന്റെ രസതന്ത്രം എന്താണ്, എഴുത്തിന്റെ രീതി എന്താണ്, എഴുത്ത് എങ്ങനെ സാധ്യമാകും, എഴുത്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, എഴുത്തിന്റെ സ്വഭാവം എന്താണ് എന്നൊക്കെയുള്ള ഒരു പഠനം അത് മുമ്പ് സത്യത്തിൽ സാഹിത്യ പഠനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമ്മുടെ സോക്കോൾഡ് സാഹിത്യ പഠനത്തിൽ ഈ സാഹിത്യ രചന എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നമ്മൾ അവഗണിച്ചിരിക്കുകയായിരുന്നു ചെയ്തത്. മറിച്ച് ഇതിലേക്ക് വരുമ്പോൾ സാഹിത്യ രചന എന്നുള്ളതിന് വളരെ പ്രാധാന്യം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പ്രയോഗിക്കാൻ നമ്മുടെ ക്ലാസ് മുറികൾക്ക് കഴിയണം എന്നത് വളരെ പ്രധാനമാണ് എന്നാണ് തോന്നുന്നത്. അതൊരു ഒരു സാധ്യതയായി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അകത്തൊരു വലിയ തൊഴിലുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആലോചിക്കുന്നതെങ്കിൽ വലിയൊരു സാധ്യത വരുന്നത് 3 വർഷത്തെ വർക്ക് ലോഡ്. 3 വർഷം അധ്യാപകർ പഠിപ്പിച്ചിരുന്ന 4 വർഷത്തേക്ക് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് പുതിയൊരു അധ്യാപക തസ്തികയും സൃഷ്ടിക്കപ്പെടുകയില്ല എന്നാണ്. 4-ാം വർഷം വിദ്യാർത്ഥികൾ കോളേജിൽ വരണമെന്ന് നിർബന്ധമില്ല എന്നും, കാരണം അവർക്ക് പ്രോജക്റ്റാണ്, റിസർച്ചാണ്, അതുകൊണ്ട് അവർ നിർബന്ധമില്ല വരണമെന്ന്. അതിലേക്ക് മാറുമ്പോൾ വിദ്യാർത്ഥികൾ കോളേജിൽ ഉണ്ടാവുകയില്ല, ചിലപ്പോൾ വന്നു വരാം, അത്രയേ ഉള്ളൂ. അപ്പം അവിടെ ഒരു ക്ലാസ് റൂം ടീച്ചിങ് എന്ന് പറയുന്ന ഒരു സംഗതി നടക്കുന്നില്ല എന്നതും ഇതിന്റെ ഒരു അപകടമായിട്ട് ഞാൻ കാണുന്നുണ്ട്. എങ്കിലും AEC-യും അതുപോലെ MDC ഒരുപക്ഷെ മലയാളം സാഹിത്യ ഭാഷാ പഠനത്തിൽ നമുക്ക് മലയാളത്തെ സാഹിത്യ പഠനത്തിൽ നിന്ന് വിജ്ഞാന പഠനത്തിലേക്ക് വികസിപ്പിക്കാനുള്ള മേഖലയായി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാഷ, അതിനോട് ചേർത്ത് ഒരു ചോദ്യം കൂടി. ഈ 4-ാം വർഷത്തിലെ പ്രൊജക്ട് വിദ്യാർത്ഥികൾ എവിടെ ചെയ്യും, അതിനെ ആര് ഗൈഡ് ചെയ്യും, ഇതിന്റെ ഗുണനിലവാരം എങ്ങനെ ഉറപ്പിക്കും, ഇനി അതിനെ ഗൈഡ് ചെയ്യുന്നവരുടെ വർക്ക് ലോഡ് എങ്ങനെ കണക്കാക്കും, ഇത്തരം കാര്യങ്ങളിൽ നിലവിൽ വ്യക്തത വന്നിട്ടുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അതായത് ഒരു യൂണിവേഴ്സിറ്റിയും ഒരു കേരള യൂണിവേഴ്സിറ്റിയിൽ അത് വ്യക്തതയില്ല. അതായത് UGC പറയുന്നത് 4ാം വർഷം ആകുമ്പോഴേക്കും UG വിദ്യാർത്ഥികൾ ഒരു പ്രോജക്റ്റ് ചെയ്യണം, 12 ക്രെഡിറ്റിന്റെ ഒരു പ്രോജക്റ്റ് ചെയ്യണം. ആ പ്രോജക്റ്റ് ഗൈഡ് ചെയ്യാനുള്ള യോഗ്യത, അതായത് BA ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്ന പ്രോജക്റ്റ് ആണ് ഞാൻ പറയുന്നത്. 2 പ്രോജക്റ്റ് ഉണ്ട്. ഒന്ന് BA ഓണേഴ്സ് പഠിച്ച് പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് 12 ക്രെഡിറ്റിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് ആർക്കും ചെയ്യിക്കാം. അവിടെ അധ്യാപകരുടെ കീഴിൽ ഒരു ഡെസർട്ടേഷൻ, MD ഒക്കെ ചെയ്യുന്ന ഒരു ഡെസർട്ടേഷൻ സബ്മിറ്റ് ചെയ്താൽ മതി. പക്ഷേ BA ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്ന ഡിഗ്രിയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, അതിന് വേറെയും ക്രൈറ്റീരിയ ഉണ്ട്. 75% മാർക്കിൽ കൂടുതലായിരിക്കണം എന്നൊക്കെ പറയുന്ന സംഗതിയുണ്ട്. അതിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെ ഗൈഡ് ചെയ്യാൻ നിലവിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഗൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. റിസർച്ച് ഗൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അവരെ ഗൈഡ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഗൈഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ പഠിക്കാൻ അത് റിസർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊന്ന്, യൂണിവേഴ്സിറ്റി റിസർച്ച് ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമേ ഗൈഡുകളുള്ളൂ, അല്ലെങ്കിൽ അപൂർവം ചില സ്ഥലങ്ങളിലെ ഗൈഡുകളുള്ളൂ. ചില കോളേജുകളിൽ, ഭൂരിപക്ഷം കോളേജുകളിലും റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് അല്ല, ഭൂരിപക്ഷം കോളേജുകളിലും റിസർച്ച് ഗൈഡുകൾ ഇല്ല, അല്ലെങ്കിൽ ഒരാളൊക്കെ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഘട്ടം വരുമ്പോഴത്തേനും ഇവരുടെ റിസർച്ച് നമുക്ക് എല്ലാ കോളേജും UGC ഓണേഴ്സ് വിത്ത് റിസർച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്ന കോഴ്സ് ഡിഗ്രി കൊടുക്കാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്താണ്? UG റിസർച്ച് പ്രോജക്റ്റ് നോക്കാൻ ഉള്ള അധ്യാപകർക്ക് നിർബന്ധമായും ഗൈഡ്ഷിപ്പ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. അതേസമയം PGക്ക് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലോ നമ്മുടെ കോളേജിൽ തന്നെ PG പഠിക്കുന്നു എന്ന് വിചാരിക്കുക, PGയുടെ ഡെസർട്ടേഷൻ നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് മറ്റേ ഗൈഡ്ഷിപ്പ് വേണ്ട. അതൊരു വൈരുദ്ധ്യമാണ്. ആ വൈരുദ്ധ്യത്തിനുള്ളിലാണ് ഇത് നിൽക്കുന്നത്. രണ്ടാമത്തെ സംഗതി, അത് പരിഷ്കരിക്കണമെന്നുള്ള നിർദ്ദേശം, അത് UGC തന്നെ പറയുന്ന ഒരു കാര്യം. അത് വേണമെങ്കിൽ യൂണിവേഴ്സിറ്റികൾക്ക്, സ്റ്റേറ്റുകൾക്ക് ഉചിതമായ തീരുമാനമെടുക്കാം. MG സർവകലാശാലയും കാലിക്കറ്റ് സർവകലാശാലയും അതിൽ ഉചിതമായ തീരുമാനമെടുത്തത് ആ കോളേജിൽ PhD ഉള്ള അധ്യാപകർക്ക് ഗൈഡ് ചെയ്യാമെന്നാണ്. അതായത് PhD ഉള്ള അധ്യാപകർ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്, ഗവേഷണത്തിൽ പരിചയമുള്ള അധ്യാപകരായി മാറും. ഗവേഷണ പരിചയമുള്ള അധ്യാപകർക്ക് ഈ വരുന്ന വിദ്യാർത്ഥികളെ UG ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്ന ഡിഗ്രി നേടുന്ന വിദ്യാർത്ഥികളെ ഗൈഡ് ചെയ്യാം എന്നതാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. കേരള സർവകലാശാല അവരുടെ കരിക്കുലത്തിൽ അത് പറയുന്നില്ല. അത് പക്ഷെ അവർ റെഗുലേഷൻ പരിഷ്കരിക്കുമെന്നാണ് പറയുന്നത്. പരിഷ്കരിച്ച് വന്നേക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ റിസർച്ച് 12 ക്രെഡിറ്റിന്റെ റിസർച്ച്, 12 ക്രെഡിറ്റ് 4 വർക്ക് ലോഡ് വരുന്ന 4 അവർ വർക്ക് ലോഡ് വരുന്ന ഒരു കോഴ്സാണ്. ഈ 4 അവർ വർക്ക് ലോഡ് ഒരിടത്ത് പരിഗണിക്കപ്പെടുകയില്ല. അതായത് ഈ 4ാം വർഷം നമ്മുടെ കീഴിലുള്ള നമ്മുടെ കൂടെയുള്ള വിദ്യാർത്ഥികളെ ഗൈഡ് ചെയ്യുന്നത് വർക്ക് ലോഡിൽ ഉൾപ്പെടുകയില്ല. അതുകൊണ്ട് പുതിയൊരു പോസ്റ്റ് വരാനുള്ള സാധ്യത പൂർണ്ണമായും ഇല്ലാതായി. അതുകൊണ്ട് വർക്ക് ലോഡിൽ പെടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തരുന്നത്. അത് വർക്ക് ലോഡിലേ പെടുന്നില്ല. നിലവിലുണ്ടായിരുന്ന 3 വർഷ കോഴ്സിന്റെ വർക്ക് ലോഡ് 4 വർഷത്തേനും കൂടി നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ പുതിയൊരു വർക്ക് ലോഡ് വരുന്നില്ല എന്നതുകൊണ്ട് തന്നെ പുതിയൊരു പോസ്റ്റും വരികയില്ല എന്നാണ് നിലവിലുള്ള സ്ഥിതി. അതാണ് സ്വയം തൊഴിൽ മേഖല സൃഷ്ടിക്കാത്ത ഒരു സംവിധാനം എങ്ങനെയാണ് മറ്റു മേഖലകളിൽ തൊഴിൽ നൽകണം എന്ന് പറയുന്നത് എന്ന ആഭ്യന്തര വൈരുദ്ധ്യം ഇതിനുള്ളിലുണ്ട്. പക്ഷെ അതുമായി തന്നെ ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ചോദിക്കുന്നു. ഇപ്പം 4 വർഷ ബിരുദം കഴിയുന്ന ഒരാൾക്ക് നിലവിൽ ഗവേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും അധ്യാപനമാണ് തൊഴിലായി സ്വീകരിക്കുന്നതെങ്കിൽ അയാൾ PGയും കൂടി നേടേണ്ടതുണ്ട്. അപ്പോൾ ഈ 4 വർഷ ബിരുദം കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന PG കോഴ്സിനെ കുറിച്ചോ അതിന്റെ കരിക്കുലത്തെയോ സിലബസിനെ കുറിച്ചോ ഒക്കെ നിലവിൽ യൂണിവേഴ്സിറ്റികൾ ആലോചിച്ചിട്ടുണ്ടോ? അതിന്റെ അവസ്ഥ എന്താണ് നിലവിൽ? PG കരിക്കുലം സംബന്ധിച്ച് നിലവിൽ ഇതുവരെ UGCയോ ഒന്നും ഒരു ഗൈഡ് ലൈൻ വന്നിട്ടില്ല. ഗൈഡ് ലൈനെ കുറിച്ച് പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. പല അഭ്യൂഹങ്ങളും ചെറിയ ചെറിയ നോട്ടുകളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ PG ഈ 4 ഇയർ ഡിഗ്രി പോലെ തന്നെ ഈ PGയും പുനഃസംഘടിപ്പിക്കും. PG പുനഃസംഘടിപ്പിക്കുമ്പോൾ മാത്രമേ അതിനൊരു വ്യക്തത വരുള്ളൂ. അപ്പൊ അവർ പറയുന്നത് 4 വർഷം ഉണ്ടല്ലോ, ഈ 4 വർഷത്തിനുള്ളിൽ PG പുനഃസംഘടിപ്പിച്ചാൽ മതിയല്ലോ എന്നൊരു കണക്കൂട്ടലിലാണ് PG പുനഃസംഘടന വൈകുന്നത്. എന്തായാലും വലിയ താമസമില്ലാതെ PG പുനഃസംഘടന വരും. ഈ PG പുനഃസംഘടന വന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള പഠനം എങ്ങനെയായിരിക്കുമെന്ന് പൂർണ്ണമായും തീരുമാനിക്കാൻ കഴിയൂ. നിലവിൽ അതിനുള്ള ഒരു പുനഃസംഘാടനം നടന്നിട്ടില്ല. അത് UG മാത്രമാണ് ഇപ്പോൾ പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത്. PGയിൽ ഇപ്പോൾ പുനഃസംഘാടനം നടന്നിട്ടില്ല. പക്ഷെ 4 വർഷം ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടി BA ഓണേഴ്സ് മാത്രം പാസ്സായി പുറത്തു പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഇയർ PGക്ക് ചേരാം എന്നൊരു സാധ്യത നിലനിൽക്കുന്നു. ഇപ്പൊ യൂണിവേഴ്സിറ്റി ഇപ്പൊ 4 വർഷം പഠിച്ചു, 1 വർഷം പഠിച്ചിട്ട് നേരിട്ട് സെക്കൻഡ് ഇയറിൽ പോയി ജോയിൻ ചെയ്യാം. അങ്ങനെയാണിപ്പോ നിലവിലുള്ള അല്ലെങ്കിൽ നമുക്ക് നിലവിലുള്ള ഒരു ക്രമത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും.
ശരി മാഷ്. മറ്റ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അധികം വൈകാതെ ചോദിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. സർ, ഞാന് ഇതായിട്ട് ബന്ധപ്പെട്ട് NEPS ഇറങ്ങിയ സമയത്ത് കേൾക്കുന്നുണ്ടല്ലോ സർ? കേൾക്കുന്നുണ്ടല്ലേ? NEP ഇറങ്ങിയ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ അതിന്റെ കോർപ്പറേറ്റ് വൽക്കരണവും സ്വകാര്യവൽക്കരണവും മൂലധന താല്പര്യവും അതുപോലെ തന്നെ സാമൂഹ്യ നീതി നിഷേധം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എന്നാല് ഇപ്പൊ നമ്മള് ശാന്തി മേനോൻ കമ്മീഷൻ റിപ്പോർട്ട് ആ തലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസത്തിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ടോ? ഈ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാവുന്ന, ഈ താല്പര്യങ്ങളൊക്കെ അതിജീവിക്കാവുന്ന കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ ശാന്തി മേനോൻ കമ്മീഷന്റെ റിപ്പോർട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് സത്യത്തിൽ ആദ്യത്തിൽ നമ്മൾ കാണുന്ന കുറച്ച് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് പുറത്തുള്ള കുറെ കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് കാണുന്നത്. ഒന്നിപ്പോ കേരളത്തില് ഗവർണറും ഭരണകൂടവും തമ്മിലുണ്ടായിരുന്ന തർക്കത്തിലൊക്കെ ഇപ്പോൾ നമ്മുടെ ചാൻസലർ എന്ന് പറയുന്നതിന് വേണ്ട എന്നുള്ളതും, അത് ഓരോ സർവകലാശാലയ്ക്കും ഓരോ ചാൻസലറാണ് എന്നുള്ള തീരുമാനമൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ സത്യത്തിൽ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ സത്യത്തിൽ ഈ NEP-യിൽ നിന്ന് ഏത് അർത്ഥത്തിലാണ് ശാന്തി മേനോൻ കമ്മീഷന്റെ റിപ്പോർട്ട് വ്യത്യസ്തമാകുന്നത് എന്നുള്ളതൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പോകുമ്പോൾ ഒറ്റ വാക്കിൽ സൂചിപ്പിച്ചു തോന്നുന്നു. ഉപരിതലത്തിൽ വ്യത്യസ്തമായിരിക്കുകയും ഉള്ളടക്കത്തിൽ സമാനമായിരിക്കുകയും ചെയ്യുന്ന ഒന്നാണ് NEP-യും കേരളത്തിലെ ശാന്തി മേനോൻ കമ്മീഷൻ എന്ന് പറയും. ഉപരിതലത്തിൽ വ്യത്യസ്തമാകുന്നത് ഇപ്പോ സർവകലാശാലകളുടെ സ്വയംഭരണത്തെ അത് അഡ്രസ് ചെയ്യുന്നുണ്ട്, അഭിസംബോധന ചെയ്യുന്നുണ്ട്. ചാൻസലർമാരുടെ ഏകാധിപത്യ ഭരണത്തെ അത് ഇല്ലാതാക്കുന്നതിനുള്ള ചില ആശയങ്ങൾ അത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരം ചില കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറത്തേക്ക് NEP-യെ അന്ധമായി പിന്തുടരുക തന്നെയാണ് ശാന്തി മേനോൻ കമ്മീഷൻ റിപ്പോർട്ടും. ശാന്തി മേനോൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഉപാധിയാക്കി വെച്ചുകൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയിൽ അങ്ങേയറ്റം രണ്ടു മൂന്ന് കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു. കോർപ്പറേറ്റ്, ഇപ്പോൾ സ്വകാര്യ സർവകലാശാലയോ അല്ലെങ്കിൽ സർവകലാശാലയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലൊക്കെയുള്ള നിലപാടിലേക്ക് മാറുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ മാറ്റം തന്നെയാണല്ലോ. ആ നയത്തിന്റെ മാറ്റത്തിലേക്ക് വരുന്നതിൽ പ്രധാന കാരണം ഇതാണ്. മൂലധന കേന്ദ്രീകൃതമായിട്ട് വന്ന സ്വകാര്യവൽക്കരണം, കോർപ്പറേറ്റ് വൽക്കരണം, ഇതൊക്കെ തന്നെയാണ് ഇതിനെ ഒന്നും പൊളിറ്റിക്കലി അഡ്രസ് ചെയ്യുന്ന ഒന്നല്ല ശാന്തി മേനോൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഏറ്റവും വലിയ ഒരു തരത്തിലും രാഷ്ട്രീയമായ ഒരു ചോദ്യവും ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കമ്മീഷൻ റിപ്പോർട്ട് രാഷ്ട്രീയമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ കമ്മീഷൻ റിപ്പോർട്ട് ജനാധിപത്യത്തെ അഭിസംബോധന ചെയ്യുന്നില്ല എന്ന് തന്നെയാണ്. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തെ അഡ്രസ് ചെയ്യുന്നതല്ല ആ റിപ്പോർട്ട്, മറിച്ച് ഒരു ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന നിലയിലാണ് ശാന്തി മേനോൻ കമ്മീഷൻ റിപ്പോർട്ടിനെ കാണുന്നത്. ഒരു സാങ്കേതിക റിപ്പോർട്ട്, സാങ്കേതികമായി, അതായത് നമ്മളൊരു ഒരു ലൈബ്രറി സെറ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കുന്നതാണ് അലമാര എവിടെ വെക്കണം, മറ്റേ അലമാര എവിടെ വെക്കണം, ഏത് അക്ഷരം മുതൽ ഏത് അക്ഷരം വരെയുള്ള പുസ്തകങ്ങൾ ഒരു റാക്കിൽ വെക്കണം എന്ന് തീരുമാനിക്കുന്ന തരത്തിലുള്ള ഒരു ടെക്നിക്കൽ റിപ്പോർട്ട്. ആ ടെക്നിക്കൽ റിപ്പോർട്ട് മാത്രമാണ് ശാന്തി മേനോൻ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറിച്ച് ഒരു നാട്ടിൽ ഒരു വായനശാല എങ്ങനെ സംഘടിപ്പിക്കണമെന്നും അതെന്തുകൊണ്ടാണ് സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നതെന്നും അത് ആർക്കാണ് പ്രയോജനപ്പെടുന്നതെന്നും ആ വായനാ സമൂഹം ആരാണ് എന്നും ആ വായനാ സമൂഹത്തിന് വേണ്ട പുസ്തകങ്ങൾ ഏതേത് ഗണത്തിൽപ്പെടുന്നതാണ് എന്നും ആ വായനാ സമൂഹം രണ്ടാമത് ഉയർന്നു വന്നതിന് ശേഷം ആ വായനാ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ഏതേതൊക്കെ പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു ഫിലോസഫിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാട് എന്തിനില്ല. നമ്മൾ സാധാരണഗതിയിൽ ഒരു നാട്ടിലൊരു വായനശാല ഉണ്ടാക്കുമ്പോൾ രൂപീകരിക്കും. അത്തരത്തിലൊരു ഒരു സംഗതി പോലും, അത്തരത്തിലൊരു ഫിലോസഫിക്കലായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായ ഇടപെടൽ പോലും ശാന്തി മേനോൻ കമ്മീഷൻ റിപ്പോർട്ട്. അതേസമയം ശാന്തി മേനോൻ കമ്മീഷൻ റിപ്പോർട്ടിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ചില അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങൾ പല ചർച്ചകളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ചില അധ്യാപക സംഘടനകൾ ശാന്തി മേനോൻ കമ്മീഷൻ എഴുതി കൊടുത്തിട്ടുള്ള നയരേഖയുണ്ട്. ആ നയരേഖ ഒരുപക്ഷെ ഇതിനേക്കാൾ ഗംഭീരമായി കേരളത്തിലെ വിദ്യാഭ്യാസത്തെ അഭിസംബോധന ചെയ്യുന്നതായിരുന്നു. ആ നയരേഖ ഒന്നും തന്നെ പരിഗണിക്കാതെയോ ആ നയരേഖയിൽ പറയുന്ന സാങ്കേതികമായ കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ടോ മാത്രമാണ്
എന്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശാന്തി മേനോൻ കമ്മീഷൻ റിപ്പോർട്ട്, എസ്പാൻ കമ്മീഷൻ റിപ്പോർട്ട് പോലെയോ അനന്തമൂർത്തി കമ്മീഷൻ റിപ്പോർട്ട് പോലെയോ ഒന്നും, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വന്നിട്ടുള്ള ഏതെങ്കിലും റിപ്പോർട്ട് പോലെ പ്രധാനപ്പെട്ട ഒരു കമ്മീഷൻ റിപ്പോർട്ട് അല്ല. അതൊരു ടെക്നിക്കൽ റിപ്പോർട്ട് മാത്രമാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഒരു കാര്യം കൂടി ചേർത്ത് സംശയമായിട്ട് ചോദിക്കേണ്ടത്, അതായത് ഈ റിപ്പോർട്ടിനകത്ത് നേരത്തെ നമ്മളിപ്പോ നമ്മുടെ ചാൻസലറായിട്ട് ഗവർണറൊക്കെ ഇരിക്കുമ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അക്കഡമിക് ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം വിദ്യാഭ്യാസത്തിനുണ്ട് എന്നും രാഷ്ട്രീയത്തിന്റെ നേരിട്ടുള്ള ഒരു നിയന്ത്രണത്തിലല്ല അത് എന്നുള്ളതായിരുന്നു. പക്ഷെ ശാന്തി മേനോൻ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതോടുകൂടി മുഖ്യമന്ത്രിയൊക്കെ നേരിട്ട് ഇതിനകത്തേക്ക് അംഗമായി തീരുകയും അങ്ങനെ ആ രീതിയിൽ എല്ലാ വർഷവും മുഖ്യമന്ത്രിയുടെ വിസിറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലുള്ള വിസിറ്റർ ആയിട്ടുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ വരുന്നു. ചുരുക്കത്തിൽ എനിക്ക് തോന്നുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് വിദ്യാഭ്യാസം മാറുക എന്നുള്ള വലിയൊരു അപകടം അതിനകത്തുണ്ട്. അതിപ്പോ പാർട്ടി ഏത് മാറിയാലും ശരി, അത് ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു താല്പര്യം സംരക്ഷിക്കാനുള്ള ഒരു മേഖലയായിട്ട് വിദ്യാഭ്യാസം മാറുക എന്നുള്ളതിനകത്ത് ഒരുപാട് അപകടങ്ങൾ ഉണ്ട് എന്നാണ് തോന്നുന്നത്. സാറിന് അങ്ങനെ അത് തോന്നിയിട്ടുണ്ടോ? അത് വളരെ പ്രധാനമാണ്. നമ്മൾ ഈ ഗവർണറെ ചാൻസലറായി തീരുമാനിക്കുമ്പോഴും ഗവർണർ എന്ന് പറയുന്ന സങ്കല്പം രൂപീകരിക്കുമ്പോഴും നമുക്ക് ഇത്തരം അപകടകാരികളായ ആളുകൾ ഗവർണറായി വരുമെന്ന് വിചാരിച്ചിട്ടില്ല. ഗവർണറെ ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് വലതുപക്ഷ സംഘടനകൾ, പ്രത്യേകിച്ച് സംഘപരിവാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഗവർണർ അപകടകരമായൊരു ടൂളായി, ഉപകരണമായി മാറുന്നത്. അത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൽ, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധിയാക്കി ഭരണകൂടം ഉപയോഗിച്ചെന്നുള്ള വസ്തുതയാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ മാർഗം ഗവർണർ പോലുള്ള സ്ഥാപനങ്ങളെ ഇതിന് പുറത്തു നിർത്തുക എന്ന് പറയുന്ന ഒരു ആശയമാണ്. കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സർ, കേൾക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് റെന്റ് കട്ടായ പോലെ. ഓക്കെ, അങ്ങനെ ഒരു ആശയമാണ്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം, ഇപ്പം പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഏതെങ്കിലും ഒരു സർവകലാശാലയുടെ ചാൻസലറായി വരുന്നത് അപകടകരമാണെന്ന് ഒരർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലയായിരുന്ന JNUവിന്റെ ചാൻസലർ അന്നത്തെ ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ചാൻസലർ ആയിക്കൊണ്ടാണ് അത് സങ്കല്പിക്കപ്പെട്ടത്. പക്ഷേ ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട സർവകലാശാലകളൊക്കെ, ഇപ്പൊ JNU ആയാലും ജാമിയ മിലിയ ആയാലും അതുപോലെ തന്നെ ശാന്തിനികേതൻ പോലുള്ള സ്ഥലങ്ങളായാലും, ഈ സർവകലാശാലകളൊക്കെ സങ്കല്പിക്കപ്പെടുമ്പോൾ ഇതിൽ ഇടപെടരുത്, ഇതിന്റെ ഒരു അക്കാഡമിക് സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഇടപെടേണ്ടതില്ല, സാങ്കേതികമായി മാത്രമാണ് നമ്മൾ ആ പദവിയിൽ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം ഭരണകൂടങ്ങൾക്കുണ്ടായിരുന്നു, ഭരണാധികാരികൾക്കുണ്ടായിരുന്നു. മറിച്ച് രാഷ്ട്രീയമായി മാറിയ സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തെ അത്ര പ്രധാനമായി കാണാതിരിക്കുകയും വിദ്യാഭ്യാസം എന്നത് തന്നെ നമ്മുടെ ഒരുപക്ഷെ വലതുപക്ഷവൽക്കരണത്തിന് എതിരാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു കാലം സംജാതമായി കഴിഞ്ഞപ്പോൾ ഇതേ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചെടുക്കുന്നതിനും അട്ടിമറിക്കുന്നതിനും ഉപയോഗിച്ചു. ഇപ്പം JNUവിലെ അവാർഡ്, JNUവിലെയും ശാന്തിനികേതനിലെയൊക്കെ ഗ്രാജുവേഷൻ സെറമണിയിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ചാൻസലർ എന്ന് പറയുന്നത് ആള് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്നു. പ്രാഥമിക വിദ്യാഭ്യാസമുള്ള ആളാണോ ഇല്ലത്താണോ എന്നുള്ളത് വേറെ കാര്യം. എങ്കിൽ പോലും അദ്ദേഹം അവിടെ സംസാരിക്കുന്നത് ചാണകത്തിലൊന്നോ ഗോമൂത്രത്തിലൊന്നോ വൈദ്യുതി ഉണ്ടാകുന്നതിനെ കുറിച്ചും അതിന്റെ പവിത്രതയെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ഒരാളായി മാറും. അപ്പോൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തിൽ മാത്രമാണ് ഇത്തരം പദവികൾ ഇരിക്കുന്ന ആളുകൾ അധികാരത്തിൽ വന്നാൽ നമുക്ക് അപകടമില്ലാതിരിക്കുള്ളൂ. ഈ വിദ്യാഭ്യാസത്തിനും രാഷ്ട്രീയത്തിനും പ്രാധാന്യം നഷ്ടപ്പെടുകയും വലതുപക്ഷവൽക്കരണം വളരെ സജീവമായി മാറുകയും ചെയ്യുന്ന ഒരു കാലത്ത് ആരായാലും ആ സ്ഥാനത്ത് വന്നാൽ അപകടം തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ രസകരമായ ഒരു സംഗതി പറയാവുന്നത്, ഈ ഗവർണറെ നിയമിക്കുന്നതിനെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഒരു വലിയ ചർച്ച നടന്നു. ഗവർണറെ നിയമിക്കുന്നത് ശരിയാണോ, ജനാധിപത്യത്തിന് മേൽ ഗവർണറെ നിയമിക്കുന്നത് ശരിയാണോ എന്നൊരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ച നടക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞ, ഒരു ഗവർണർ, അതായത് എല്ലാ കാര്യത്തിലും ഒരു മേൽനോട്ടം എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു മോണിറ്ററിംഗ് ഒരു സംവിധാനം എന്ന നിലയ്ക്കോ ഒരു മുതിർന്ന ആൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്, കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരാൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്നൊരു ചർച്ച ഉയർന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിയമസഭ പാസ്സാക്കുന്ന ബില്ല് ഒപ്പിടാതിരുന്നാലോ, എത്ര നാൾ ഒപ്പിടാതിരിക്കാം, അതിനൊരു സമയക്രമം തീരുമാനിക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് അംബേദ്കർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഒരു ഗവർണറെ നിയമിക്കുമ്പോൾ അയാളെ ഒരു വ്യക്തിയായിട്ടല്ല നിയമിക്കുന്നത്, മറിച്ച് ഒരു രാഷ്ട്രീയ നിയോഗം എന്ന നിലയിലാണ് നിയമിക്കുന്നത്. അവിടെ നമ്മൾ ആ വ്യക്തിയെ അവിശ്വസിച്ചാൽ
നമ്മൾ ഭരണഘടനയെ അവിശ്വസിക്കുന്ന തുല്യമായി മാറും. നമ്മൾ ആ നിലവാരത്തിലേക്ക് ഉയർന്നു പ്രവർത്തിക്കുന്ന ആളുകളെ മാത്രമേ ആ സ്ഥലത്ത് കാണുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ കാലം പോകെ പോകെ ആ നിലവാരത്തിലേക്ക് ഉയർന്നു പ്രവർത്തിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയാതെയായി എന്നതാണ് കേരളത്തിലെ അടക്കം ഉള്ള ഗവർണർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിനും ബാധകമാണ്. ഇപ്പൊ ഒരു രാജൻ ഗുരുക്കൾ ഇരിക്കുന്നു. രാജൻ ഗുരുക്കളെ നമുക്ക് സംഭവത്തിലോ മറ്റു പല വേദികളിലോ വിമർശിക്കാം, സംസാരിക്കാം എന്നൊരു സാധ്യതയുണ്ട്. ഭരണം മാറുകയും കേരളത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വലതുപക്ഷ സംവിധാനം വരികയും ചെയ്തു വരുമ്പോൾ ഈ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന് തലപ്പത്തിരിക്കുന്ന ആളുകൾ മുഴുവൻ സർവകലാശാലയെ നിയന്ത്രിക്കും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ സർവകലാശാലകൾക്ക് മുകളിൽ അധികാരമുള്ള ഒരു സ്ഥാപനമായി നിലനിർത്തുന്ന അപകടമാണ്. ഓരോ സർവകലാശാലയും അതിന്റെ അനന്യത, നേരത്തെ പറഞ്ഞ യൂണിക്നെസ് നിലനിർത്തുന്നത് എന്തിനാണ് ഒരു ചാൻസലർ? സർവകലാശാലയ്ക്ക് അവരുടെ ചാൻസലർ തീരുമാനിക്കാം. ഇപ്പൊ പുറത്തുള്ള പല സർവകലാശാലയും അവരുടെ ചാൻസലറെ അവർ തന്നെ തീരുമാനിക്കുകയും അതൊരു ഓട്ടോണമസ് സ്ഥാപനമായി നിലനിർത്തുകയുമാണ് ചെയ്യുന്നത്. എല്ലാ തരത്തിലും ഓട്ടോണമി നിലനിർത്തുക. ഭരണകൂടം ഫണ്ട് ചെയ്യേണ്ടി വരും, പക്ഷെ ഓട്ടോണമി നിലനിർത്തുക. അതിന്റെ കോഴ്സുകളെ സംബന്ധിച്ച് ഒക്കെയുള്ള ഓട്ടോണമി നിലനിർത്തുക. അത്തരത്തിലൊരു സർവകലാശാല സങ്കല്പം തന്നെ നമുക്കില്ല. നമ്മുടെ സർവകലാശാല ക്യാമ്പസുകൾ തന്നെ എടുത്ത് നോക്കൂ. 250 വിദ്യാർത്ഥികൾ പഠിക്കുന്ന 25 അധ്യാപകരുണ്ട്. അതാണ് ഒരു സർവകലാശാല. ശരിക്കും നമ്മുടെ സർവകലാശാലകൾ മാറേണ്ട സമയം കഴിഞ്ഞു. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന 5,000 6,000 അധ്യാപകരുള്ള 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ലൈബ്രറികളും ലാബുകളുമുള്ള കഫറ്റീരിയകളുള്ള ചിത്ര പ്രദർശനങ്ങളും സിനിമാ പ്രദർശനങ്ങളുമുള്ള വിദ്യാർത്ഥികൾ രാപ്പകൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന, പാട്ടുപാടുന്ന, വായിക്കുന്ന, സംഭവം നടക്കുന്ന ഇടങ്ങളായി മാറണം. മറിച്ച് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല 8, 7, 6 മണി കഴിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ടോ? വളരെ സദാചാരഭദ്രമായ ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു കോൺവെന്റ് സ്കൂളിന് സമാനമായ സ്ഥലങ്ങളാണ് നമ്മൾ സർവകലാശാല എന്ന് പറയുന്നത്. സർവകലാശാല എന്ന് പറയുന്നത് സങ്കല്പം പോലും ഇല്ലാത്തൊരു സ്ഥലമാണ്. നിങ്ങൾ JNUയിലേക്ക് പഴയ ശാന്തിനികേതൻ, സമീപകാലത്ത് ഞാൻ ശാന്തിനികേതൻ പോയിട്ടില്ല, എങ്കിലും പഴയ ശാന്തിനികേതനിലേക്ക് നിങ്ങൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു ബാവുൽ ഗായകൻ നിങ്ങളെ സ്വീകരിക്കും, അല്ലെങ്കിൽ ഗായിക നിങ്ങളെ സ്വീകരിക്കും. സാഹിത്യത്തിൽ നിന്ന് ഭാഷയിലേക്കും, ഭാഷയിൽ നിന്ന് ശാസ്ത്രത്തിലേക്കും, കലയിലേക്കും, അവിടുന്ന് തെരുവിലേക്കും സഞ്ചരിക്കുന്ന വളരെ വിശാലമായ ഒരു ലോകബോധം, ജ്ഞാനമണ്ഡലം, അറിവും മനുഷ്യരും തമ്മിലുള്ള സംവാദം ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ സാധ്യമാണ്. ഈ സാധ്യതയെ മുഴുവൻ ഈ ഏകകേന്ദ്രീകൃതമായ വ്യവസ്ഥകൾ അടച്ചു കളയുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഭയക്കുന്നുണ്ട്. അതാണ് ഇതിനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം. മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് മാഷേ, അവസാനിപ്പിക്കാം. ഓക്കെ. ഇതില് മാഷ് ഇപ്പൊ അവസാനം പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റിനോടൊരു വിയോജിപ്പും രേഖപ്പെടുത്താനല്ലോ. ഇപ്പൊ മാഷ് നേരത്തെ പറഞ്ഞു തിരക്കഥ രചന പഠിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ അത്തരം കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ചും സാഹിത്യ രചന ഒരു കോഴ്സായി ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സാറ് പറഞ്ഞു. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു 2013 മലയാള സർവകലാശാല കോഴ്സ് ആരംഭിക്കുന്നത്. ആ കാലത്ത് അവിടെ സാഹിത്യ രചന എന്നുള്ളൊരു കോഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് 2015 അവിടുത്തെ വിദ്യാർത്ഥികൾ പാസ് ഔട്ട് ആകുമ്പോൾ ഇതേപോലെ തന്നെ പ്രൊജക്റ്റ് വർക്ക്, നമ്മളുടെ ഡെസർട്ടേഷൻ വർക്ക് വന്നിട്ട് ആ വിദ്യാർത്ഥികൾ മുഴുവൻ അവരുടെ സ്വന്തം രചനകൾ എഴുതി വെക്കാനായിരുന്നു അന്ന് ആവശ്യപ്പെട്ടിരുന്നത്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് നടന്ന, അതായത് ആ ജൂണിൽ നടന്നിട്ടുള്ള PhD എൻട്രൻസ് എക്സാമിൽ മെത്തഡോളജിയുടെ ക്വസ്റ്റ്യൻസ് പോലും മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ ആ വിദ്യാർത്ഥികൾ, അതായത് ആ കോഴ്സ് പഠിച്ചിറങ്ങിയ ഒറ്റ വിദ്യാർത്ഥിയും ആ എൻട്രൻസ് ലിസ്റ്റിൽ വന്നില്ല എന്നും റീ എൻട്രൻസ് നടത്തുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സാഹിത്യ രചന തന്നെയാണ് അന്ന് അവിടെ പഠിപ്പിച്ചിരുന്നത്. സാഹിത്യരചന കോഴ്സിന്റെ ഒരു ചരിത്രമാണ്. എന്നിട്ട് ആ കോഴ്സ് കഴിഞ്ഞിറങ്ങിയ ആളുകൾ പിന്നീട് MA മലയാളം സ്പെഷ്യലൈസേഷൻ സാഹിത്യരചന, നമ്മളിപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കേരളം മലയാള പഠന വിഭാഗം എന്നൊക്കെ പറയുന്നത് പോലെ സ്പെഷ്യലൈസേഷൻ ആക്കി മാറ്റി. ഇതേപോലെ തന്നെ പൈതൃക സംസ്കാര പഠനം, കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് സ്റ്റഡീസ്, അത് പിന്നെ അതിലെ 2 വിദ്യാർത്ഥികൾക്ക് ഈ UGC നെറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം 2020, അതായത് 13 തുടങ്ങിയ കോഴ്സ് 2020 അതിൻ്റെ ഇക്വലൻസി നടത്തുന്നത്. അതും മലയാളവുമായിട്ടാണ് ഇക്വലൻസി കൊടുക്കുന്നത്. MA മലയാളം പൈതൃക പഠനം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ആ കോഴ്സ്, അതായത് 2 പുതിയ കോഴ്സുകൾ നമ്മൾ പരീക്ഷിച്ചതിൻ്റെ ഒരു ചരിത്രമാണ് പറഞ്ഞത്. അങ്ങനെ സംഭവിക്കുകയും ഈ PhD ചെയ്യുന്ന ആളുകൾ വരെ 8ഓളം പേപ്പറുകൾ 2020 പരീക്ഷ എഴുതിയിട്ട്
മലയാളവുമായി ഈക്വലൻസി വാങ്ങേണ്ട ഒരു സാധ്യത ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ മാഷ് ഇപ്പോൾ പറഞ്ഞ തിരക്കഥ രചന പോലെയുള്ള ഒരു സംഗതി, നമ്മൾ ഈ രചന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഗതി, അല്ലെങ്കിൽ നമ്മളുടെ പൊതുവെയുള്ള മലയാളികൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന ആളുകളുടെ ഒരു പൊതു ബോധം എന്ന് തൊഴിൽ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് മാധ്യമങ്ങൾ അച്ചടിയിലും ഓൺലൈനിലുമായിട്ട് വരുന്നുണ്ട്. അതിൽ ഒരുപാട് കണ്ടന്റുകൾ ആളുകൾ എഴുതുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ജയമോഹൻ മാഷ്ക്ക് നേരിട്ട് അറിയണ്ടാവും. മാഷ് മാധ്യമത്തിലുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. മാധ്യമവും മാതൃഭൂമി തുടങ്ങിയിട്ടുള്ള വളരെ ചുരുക്കം ആനുകാലികങ്ങളല്ലാതെ ഏത് ആനുകാലികമാണ് ഇതിന്, അതായത് നമ്മളുടെ ഈ പറയുന്ന ഭൗതിക അധ്വാനത്തിന് പണം നൽകുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അതായത് ചോദ്യം ഇതാണ്, നമ്മളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ മാതൃഭാഷയിലേക്ക് വരുന്ന, മാതൃഭാഷ പഠിക്കുന്ന, മാതൃഭാഷയിലൂടെ വിദ്യാഭ്യാസം നടത്തുന്ന ആളുകളുടെ ജീവിതം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളുടെ പുറത്ത് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ചരിത്രം മുന്നിലുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ഇത്തരം ബോധ്യങ്ങളിലേക്ക് ഏത് തരത്തിലാണ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക? ഒന്ന്, ആളുകളുടെ ബോധ്യം എന്നുള്ള നിലയിൽ. രണ്ട്, നമ്മളുടെ ഈ തൊഴിൽ സുരക്ഷിതത്വം. ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിനകത്തുള്ള ഒരുപാട് ആളുകൾ ഇതേപോലെ തൊഴിൽ ആസ്പിരൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഏത് തരത്തിലാണ് അതിലേക്ക് ഈ ഇത്തരം കോഴ്സുകളുടെ അല്ലെങ്കിൽ ഇത്തരം സാധ്യതകൾ എത്തിച്ചേരുക എന്നുള്ളത്. ഇപ്പോൾ തിരക്കഥ രചനയോ അല്ലെങ്കിൽ നമ്മളൊരു രചന എന്നുള്ള സാധനം പഠിപ്പിക്കുകയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു തൊഴിൽ സാധ്യത കേരളത്തിൻ്റെ മണ്ഡലത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൽ ഞാൻ സംശയാലുവാണ് എന്നുള്ളൊരു കാര്യം സൂചിപ്പിക്കണം. അതായത് അതിൻ്റെ പ്രായോഗികത, ഇപ്പം നമ്മൾ ഏത് കോഴ്സ് ഡിസൈൻ ചെയ്താൽ, ഇനിയിപ്പോൾ നമ്മൾ വാഹന മലയാളം അല്ലെങ്കിൽ ഈ പറയുന്ന നവമാധ്യമ മലയാളം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പുതിയ കോഴ്സ് ഡിസൈൻ ചെയ്താലും അതിൻ്റെ സാധ്യത എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് ഒരു വലിയ സംശയമായി തുടരുന്നുണ്ട് എന്ന് ഒന്ന് സൂചിപ്പിക്കുക. എനിക്കൊന്ന് നെറ്റ് പ്രശ്നം വന്നിട്ട് ചോദ്യത്തിന്റെ അവസാന ഭാഗം കേട്ടില്ല ജിഷ്ണു. കേൾക്കാമോ ജിഷ്ണുന്? കേൾക്കാം പക്ഷെ അത് ഇത്രയേ ഉള്ളൂ. അതായത് ഇതിന്റെ ഒരു സാധ്യത, ഇപ്പൊ നമ്മൾ വാഹന മലയാളം എന്നോ അല്ലെങ്കിൽ നവമാധ്യമ മലയാളം എന്നോ ഒക്കെ ഒരു പുതിയ കോഴ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിച്ച് നിർത്താവുന്ന തരത്തിൽ നമ്മൾക്ക് എന്ത് മേഖല കൂടി ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അതിന് മാത്രമുള്ള ഒരു സാഹചര്യം മലയാളത്തിന്റെ പരിസരത്തിൽ കേരളത്തിൽ എന്തുമാത്രം ഉണ്ട് എന്നുള്ളതും ഒരു ചോദ്യവും ഒരു ആശങ്കയും ഉന്നയിക്കുക. ജിഷ്ണുന്റെ ആശങ്ക വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ്. അതിനു മുമ്പായിട്ട് ഞാൻ ഈ കോളേജുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ ചെറിയൊരു മാറ്റമുണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഇതിൽ. കാരണം കോഴ്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ മാത്രമാണ്. പ്രോഗ്രാം എന്ന് പറയുന്നതാണ് BA മലയാളം, BA ഹിസ്റ്ററി, BA എക്കണോമിക്സ് എന്ന് പറയുന്ന പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ കോഴ്സ് എന്ന് ഉപയോഗിച്ചതെല്ലാം ഒരു പേപ്പർ പഠിക്കുന്നതിന് മാത്രമാണ്. അപ്പം അങ്ങനെ കൂടി മനസ്സിലാക്കണം. അതായത് ചെറുക്കഥാരചന ഒരു പേപ്പർ മാത്രമാണ്, ചെറുക്കഥാരചന ഒരു കോഴ്സ് അല്ല. സാഹിത്യരചന എന്ന് പറയുന്ന ഒരു പേപ്പർ മാത്രമാണ്. അതായത് BA മലയാളം പഠിക്കുകയോ BA ഹിസ്റ്ററി പഠിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് തിരക്കഥാരചന അല്ലെങ്കിൽ സാഹിത്യരചന എന്ന് പറയുന്ന ഒരു കോഴ്സ് മാത്രമാണ്, അല്ല ഒരു പേപ്പർ മാത്രമാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അത് ഒരു കോഴ്സ് അല്ല, മീൻസ് ഒരു പ്രോഗ്രാം അല്ല. നിങ്ങളുടെ മലയാളം യൂണിവേഴ്സിറ്റി BA സാഹിത്യരചന ഒരു പ്രോഗ്രാമാണ്, അല്ല MA സാഹിത്യരചന ഒരു പ്രോഗ്രാമാണ്. അത്തരത്തിലൊരു പ്രോഗ്രാമിനെ കുറിച്ചല്ല പറഞ്ഞത്, ഒറ്റ പേപ്പർ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പം ഇനിയിപ്പം അതൊന്ന് എൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. എന്നുള്ള അർത്ഥത്തിലാണ്, അതാണ് പുതിയ രീതിയിൽ പറയുക. പ്രോഗ്രാം എന്നാണ് ഒരു ടോട്ടലി നമ്മൾ പറയുന്ന BA മലയാളം, BA ഇംഗ്ലീഷ്, BA ഇതിന് പ്രോഗ്രാം എന്നാണ്. BA പ്രോഗ്രാം, BA ഇംഗ്ലീഷ് പ്രോഗ്രാം, BA മലയാളം പ്രോഗ്രാം, ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതിന്റെ ഒരു മനസ്സിലാവും. അപ്പം ആ അർത്ഥത്തിൽ ആണത് മനസ്സിലാക്കേണ്ടതെന്ന് ആപവും പറയുകയാണ്. രണ്ടാമത്തെ കാര്യം, സാഹിത്യരചന, തിരക്കഥാരചന പോലെയുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ മലയാളം യൂണിവേഴ്സിറ്റി 2013 അത് ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആരംഭിച്ചതാണ്. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറിച്ച് മലയാളം യൂണിവേഴ്സിറ്റി അത് വിഭാവന ചെയ്യുന്ന ഘട്ടത്തിൽ അതിന് സംഭവിച്ചിട്ടുള്ള ഒരു വലിയ തകരാറ്, അന്ന് തന്നെ ഒരു വിമർശനം ഉയർന്നിരുന്നതാണ്. ഇപ്പൊ കാലടി യൂണിവേഴ്സിറ്റി ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഇത് തന്നെ സംഭവിച്ചിട്ടുള്ളൂ. സംസ്കൃതം ന്യായം, സംസ്കൃതം വ്യാകരണം, സംസ്കൃതം തർക്കം തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ അവർ ഓഫർ ചെയ്തു. പക്ഷെ അവർ ഓഫർ ചെയ്യുമ്പോൾ തന്നെ സംസ്കൃതം ജനറലിന് ഈക്വലന്റ് ആയിട്ടുള്ള കോഴ്സായിട്ടാണ് അവർ അതിനെ പ്രൊവൈഡ് ചെയ്തത്, നൽകിയത്.
അതായത് സംസ്കൃതം ജനറലിന് തുല്യമാണ്. എന്താണ് നമ്മൾ സംസ്കൃതം ജനറൽ ഇൻ എന്താണ് എന്താണ് അതാണ് ടോട്ടലി നമ്മൾ പഠിക്കുന്നത്. മറിച്ച് അതിൻ്റെ അകത്ത് ന്യായം എന്നതോ വ്യാകരണം എന്നതോ ഒക്കെ അതിൻ്റെ ഒരു പിന്നെ സ്പെഷ്യലൈസേഷൻ മാത്രമാണ് എന്നത്. BA മലയാളം എന്നത് ഒരു പ്രധാനപ്പെട്ട സ്പെഷ്യലൈസേഷൻ ആയി സാഹിത്യരചനയും ഒക്കെ മാറുകയും എന്താണ് ചെയ്യുന്നതായിരുന്നു നമ്മൾ വിഭാവന ചെയ്യേണ്ടിയിരുന്നത്. അന്ന് അങ്ങനെ ഒരു തർക്കവും വിമർശനവും ആ കാലത്ത് ഉയർന്നു വന്നിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്താണ് അൻവറൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. മറിച്ച് അവിടെ ഇതിനെല്ലാം വലിയ സാധ്യതയുണ്ടോ എന്നുള്ള തരത്തിലാണ് അത് വിഭാവന ചെയ്യപ്പെട്ടത്. അതിന്റെ ഒരു തകരാറ് നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം യൂണിവേഴ്സിറ്റിക്കുള്ളിലാണ്. അവര് കേരള സ്റ്റഡീസ് MA ഇൻ കേരള സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു പേപ്പർ ഒരു പ്രോഗ്രാം ഓഫർ ചെയ്യുന്നു. MA ഇൻ കേരള സ്റ്റഡീസിന്റെ സിലബസ് കംപ്ലീറ്റ് ഏതാണ്ട് മലയാളത്തിന്റെയും കേരള ചരിത്രത്തിന്റെയും സിലബസ് ആണ്. അവര് ആ കോഴ്സ് ഓഫർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ പ്രഖ്യാപിച്ചത് MA MLത്തിന് തുല്യമായ കോഴ്സാണ് എന്ന് അത് തീരുമാനിച്ചതിന് ശേഷവും അത് യൂണിവേഴ്സിറ്റിയെ കൊണ്ടും ഗവൺമെന്റിനെ കൊണ്ടും PSC കൊണ്ടും അംഗീകരിച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരു പ്രോഗ്രാം അവർ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഒരു മുന്നൊരുക്കം കേരള സർവകലാശാലയുടെ കാര്യത്തിൽ ഉണ്ടായില്ല. പലപ്പോഴും സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങൾ വളരെ റൊമാൻറ്റിക് ആയിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് വളരെ കാൽപ്പനികമായിട്ട്. ഇപ്പൊ ജിഷ്ണു പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മളൊരു ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് എവിടെയാണ് തൊഴിൽ സാധ്യത എന്ന് അന്വേഷിക്കാതെ, ഇത് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ഭാവിയാണ് എന്നുള്ളത് അന്വേഷിക്കാതെ ഒക്കെ നമ്മളൊരു കാര്യങ്ങളെ വിഭാവന ചെയ്യുന്നതിൽ തന്നെ വലിയ തകരാറുണ്ട്. ആ തകരാറാണ് മലയാളം യൂണിവേഴ്സിറ്റിയിൽ അന്ന് സംഭവിച്ചത് എന്നെനിക്ക് തോന്നുന്നു. അത് പിന്നീട് ആ കുട്ടികൾക്കൊക്കെ പൈതൃക പഠനമായാലും എന്ത് പഠനമായാലും അതിന്റെ പേരുകളിൽ പോലും ഒരുപക്ഷെ നമുക്ക് പുറത്തേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ BA എക്കണോമിക്സിന് തുല്യമായിട്ട് ഒരു കോഴ്സാണ് BA എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. BA എക്കണോമെട്രിക്സിന് വലിയ സാധ്യത വന്നു കഴിഞ്ഞപ്പം BA എക്കണോമെട്രിക്സിനെ BA എക്കണോമിക്സിൽ നിന്ന് സ്വതന്ത്രമാക്കി എടുക്കാൻ അവർക്ക് കഴിയും. എക്കണോമെട്രിക്സ് സ്വതന്ത്രമായിട്ടൊരു പഠന മേഖലയായി മാറിയിട്ടുണ്ട്. അതിന് വലിയ തൊഴിൽ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ മറിച്ച് ഇത്തരം കാര്യങ്ങളിൽ തൊഴിൽ സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ ഞാൻ പറയാം, തിരക്കഥാരചന MA തിരക്കഥാരചന എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ MA ഫിലിം സ്റ്റഡീസ് പഠിക്കുകയും ഫിലിം സ്റ്റഡീസിന്റെ ഒരു ഭാഗമായി തിരക്കഥ സ്പെഷ്യലൈസ് ചെയ്യുകയും ചെയ്താൽ ഫിലിം സ്റ്റഡീസ് എന്ന് പറഞ്ഞ കോഴ്സിനെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ MA മലയാളം പഠിക്കുകയും മലയാളത്തിന്റെ ഒരു കോഴ്സ് മാത്രമായി, ഒരു സ്പെഷ്യലൈസേഷൻ മാത്രമായി, ഒരു സവിശേഷ പഠനമായി മാത്രം തിരക്കഥാരചനയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ അത്ര ഒരു വിഭാവന ചെയ്യുന്നതിൽ അന്ന് മലയാളം യൂണിവേഴ്സിറ്റിക്ക് വലിയ വീഴ്ച വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അന്ന് തന്നെ അങ്ങനെ ചർച്ചയുണ്ടായിരുന്നു. ഞാനത് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. മറ്റൊന്ന് ജിഷ്ണു പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്ന് ഓൺലൈൻ മാധ്യമങ്ങൾ അടക്കം ഇപ്പം കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ഏതാണ്ട് ഒരു മാസം 25 ലക്ഷം രൂപ വരെ പരസ്യ വരുമാനത്തിലൂടെ നേടുന്നതാണ് മെയിൻ സ്ട്രീം ഓൺലൈൻ മാധ്യമം. മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, 24 ഉൾപ്പെടെയുള്ള ഏറ്റവും മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ. ബാക്കിയുള്ളവരൊന്നും പറയുന്ന പൈസ ഒന്നും കിട്ടുന്നില്ല. കുറഞ്ഞത് 25 ലക്ഷം രൂപയും കൂടിയത് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അത്രയും ഓൺലൈൻ ബിസിനസ്സിലൂടെ മാത്രം വരുമാനം നേടുന്ന ആളുകളാണ്. പക്ഷെ മനോരമയാവട്ടെ, മാതൃഭൂമി ആവട്ടെ, മാധ്യമത്തിൽ ഓൺലൈൻ എഴുതുന്ന പൈസ ഒന്നും കിട്ടില്ല. എഴുതുന്ന ഒരാൾക്കും ഒരു തരത്തിലുള്ള റെമ്യൂണറേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, എഴുത്ത് ഒരു ഉപജീവന മാർഗം കൊണ്ട് ജീവിക്കാൻ കേരളത്തിൽ കഴിയില്ല. അത് വേറൊരു ഇതാണ്. ഉപജീവന മാർഗം മറ്റ് തൊഴിൽ മേഖലയും കൂടി നമ്മൾ ഉണ്ടെങ്കിൽ എഴുത്തിനെ നമുക്ക് കൊണ്ടുപോകാന്നുള്ളൂ. എഴുതി മാത്രം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ സംഗതിയാണ്. ഓൺലൈൻ ഇപ്പം മാതൃഭൂമിയിലോ മാധ്യമത്തിലോ ഒരു ലേഖനം എഴുതുകയോ കവിത എഴുതുകയോ ചെയ്താൽ കിട്ടുന്ന ഒരാൾക്ക്, ഒരു ലേഖനം എഴുതി കിട്ടുന്ന ഒരാൾക്ക് 2000 രൂപ മാത്രമാണ്. ഒരു മാസം നമുക്ക് എത്ര ലേഖനം എഴുതാൻ പറ്റും, എത്ര പഠനങ്ങൾ എഴുതാൻ പറ്റും? സാധ്യതയില്ല. കവിത എഴുതുന്ന ഒരാൾക്ക് കിട്ടുന്ന എനിക്ക് തോന്നുന്ന 500 രൂപ മുതൽ 1000 രൂപ വരെ ആയിരിക്കും. പ്രശസ്തരായ ആളുകൾക്ക് കൂടുതൽ പൈസ കിട്ടുന്നുണ്ടാവാം. മാതൃഭൂമി നൽകുന്ന 5000 രൂപ തരുന്നുണ്ട് ഒരു ലേഖനം എഴുതി കഴിഞ്ഞാൽ. എപ്പോഴും നമുക്ക് എഴുതാൻ കഴിയുമോ മാതൃഭൂമിയിൽ? ഇല്ല. അപ്പം എഴുതി ജീവിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ്. അതേസമയം ഓൺലൈൻ മാധ്യമങ്ങളായിട്ടുള്ള ഏഷ്യാനെറ്റ് അടക്കമുള്ള ആളുകൾ വലിയ റീച്ച് ഉണ്ടാകുമ്പോഴും നമ്മുടെ ഒരു ലേഖനം കൊണ്ട് ചിലപ്പോൾ വലിയ റീച്ച് ഉണ്ടാവാം, പക്ഷെ അവർ ഒരു റെമ്യൂണറേഷൻ നൽകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭാഷയുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലകൾ ചുരുങ്ങി വരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടാണ് ജിഷ്ണു. നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൽ നമ്മുടെ ചർച്ച യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകേണ്ടത് മലയാള ഭാഷയും മലയാള സാഹിത്യവും എന്നുള്ളതിനെ കുറിച്ച് മലയാളികളായി ജീവിക്കുമ്പോൾ നമ്മുടെ തൊഴിൽ മേഖല എന്താണ്, നമ്മുടെ തൊഴിൽ സാധ്യത എന്താണ്, മലയാളം മാത്രം പറയുന്ന ഒരാളുടെ ജീവിത ഉപാധി എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച സത്യത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അതാണ് ഉയർന്നു വരേണ്ട പ്രധാനപ്പെട്ട ചർച്ച പുതിയൊരു കാലത്ത് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ജിഷ്ണു പറഞ്ഞതിനോട് എനിക്ക് വളരെ യോജിപ്പാണ്. മറിച്ച് യൂണിവേഴ്സിറ്റികൾ കോഴ്സുകൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ വിഭാവന ചെയ്യുമ്പോൾ ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ കൂടി കണക്കിലെടുത്ത് വേണം. റൊമാൻറ്റിക് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. മലയാളം യൂണിവേഴ്സിറ്റി അന്ന് ചെയ്ത വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള കോഴ്സ്
സ്ട്രക്ചറാണ് തീരുമാനിച്ചത്, അല്ലെങ്കിൽ പ്രോഗ്രാം സ്ട്രക്ചറാണ് തീരുമാനിച്ചത്. അതിന്റെ ഒരു അപകടമാണ് അവിടെ സംഭവിച്ചത്. അതുപോലെ ഒരുപക്ഷെ എന്താണ് കാലടി യൂണിവേഴ്സിറ്റിക്ക് സംഭവിക്കുമായിരുന്നു സംസ്കൃതത്തിന്റെ കാര്യത്തിൽ. പക്ഷെ അവർ സംസ്കൃതം MA തുല്യമായ എന്നാൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മറ്റു കോഴ്സുകളാണ് വിഭാവനം ചെയ്തത്. അതാണ് അവിടെ സംഭവിച്ചത്. അത് എനിക്ക് തോന്നുന്നത് അക്കാഡമിക് മേഖലയിൽ നിന്നുള്ള ആരും ആയിരുന്നില്ല സർവകലാശാല രൂപീകരിക്കുമ്പോൾ അതിന്റെ തലപ്പത്തുണ്ടായിരുന്നത്. ഇപ്പോൾ വൈസ് ചാൻസലർ ആയിട്ടാണല്ലോ ഒക്കെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ കാണുന്ന ആളുകളാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു വലിയ തകരാറ് അതിന് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു അഭിപ്രായം തീർച്ചയായിട്ടും ഉണ്ട്. പറഞ്ഞുകൊണ്ട് അല്ലല്ല, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പൈതൃക പഠനം അന്ന് ആ കോഴ്സ് നടത്തുന്ന സമയത്ത് അവർ പ്രധാനമായിട്ടും പറഞ്ഞത് മ്യൂസിയം പോലെയുള്ള അല്ലെങ്കിൽ ഈ പൈതൃക ടൂറിസം പോലെയുള്ള മേഖലകളിലേക്ക് വലിയ സാധ്യതയാണ് ഈ കോഴ്സ് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. പക്ഷെ 2020 അതിന്റെ ഇക്വലൻസി പരീക്ഷ നടത്തിയിട്ട് PhD ചെയ്യുന്ന, അവിടെ PhD അവസാന വർഷമുള്ള ഒരാൾ ആ സമയത്ത് 8 പേപ്പർ എഴുതി മലയാളവുമായി ഇക്വലൻസി ആയിട്ട് സർട്ടിഫിക്കറ്റുകളെല്ലാം തിരിച്ചു വാങ്ങി വീണ്ടും MA മലയാളം പൈതൃക പഠനം എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരം കാൽപ്പനികമായ ചില സംഗതികൾ കൂടി ഇതിനകത്ത് ഇത്തരം കോഴ്സുകളൊക്കെ ഭാവന ചെയ്യുന്നതിനകത്ത് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അത്രയേറെ കാൽപ്പനികരാവേണ്ട കാലം കഴിഞ്ഞു ഈ കാര്യത്തിലല്ലേ. കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തന്നെ ഇതിനെ കാണേണ്ടതാണ്. അതിലൊരു പരാജയം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ജസ്റ്റിൻ, പക്ഷെ നമുക്കിനി അവസാനിപ്പിക്കാം. ഇപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞു. ഒക്കെ എന്തായാലും ചർച്ചകളും ഇതിന്റെ കൂടിയിരിപ്പുകളും തുടരേണ്ടതുണ്ട്. വിദ്യാർത്ഥി മലയാള വേദിയുടെ ഇനി വരുന്ന പരിപാടികളിലും ഇവിടെയുള്ള എല്ലാവരുടെയും പങ്കാളിത്തം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ നിരന്തരമായിട്ടുള്ള സമരങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് ഔദ്യോഗികമായിട്ട് നന്ദി പറയുന്നതിന് വേണ്ടി വിദ്യാർത്ഥി മലയാള വേദിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ജിത്തു ചേട്ടനെ ക്ഷണിക്കുന്നു. ജിത്തു ചേട്ടാ കേൾക്കാവോ? ഹലോ, ജസ്റ്റിൻ കേൾക്കുന്നുണ്ടോ? എനിക്ക് ജസ്റ്റ് നെറ്റ് കട്ടായ പോലെ തോന്നി, അതാ ചോദിച്ചത്. കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൂടുതലായിട്ട്